Hello students, good morning. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ റിവിഷൻ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ ആണ്. ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ഈസ്. നമുക്കറിയാം ആക്സലേഷൻ പറഞ്ഞാൽ ഡയറക്റ്റ് ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും, വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. സോ ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ഈസ് 90 ഡിഗ്രി ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ദ പെർഫോമൻസ് ഓഫ് എ സ്പിന്നിംഗ് ചെയർ സർക്കസ് അക്രോബാറ്റ് ഈസ്. നമുക്കറിയാം സർക്കുലർ മോഷൻ എന്നല്ല വരുന്നത് എന്തായിരിക്കും, ഇപ്പം റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ സർക്കുലർ മോഷൻ ആണെങ്കിലും എന്തായിരിക്കും ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മൊമെൻറ്റം കൺസിഡർ ആയിരിക്കും, ആംഗുലർ മൊമെൻറ്റം കൺസിഡർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ദ എർത്ത് ഈസ് 1/4 ഓഫ് ഹിസ് പ്രസൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സൺ ദ ഡ്യൂറേഷൻ ഓഫ് ഇയർ വിൽ ബി ചേഞ്ച്ഡ് ടു. ഇത് നമ്മൾ ചെയ്യുന്നത് കെപ്ലർസ് ലോ വെച്ചിട്ടാണ്, കെപ്ലർസ് തേർഡ് ലോ. ഇപ്പോൾ കെപ്ലർസ് തേർഡ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും T പ്രപ്പോർഷണൽ ടു r⁵3/2 എന്നാണ്. T പ്രപ്പോർഷണൽ r⁵3/2. നമുക്ക് T2/2 എടുക്കാം. T2/T1 ഈസിക്കൽ ടു r2/r1 ദ ഹോൾ റേസ് 3/2 എന്ന് വരും. ഇവിടെ R2 പറയുന്നുണ്ട് എന്താണ് 1/4 ഓഫ് R1 ആണ്. 1/4 r1/r1 ദ ഹോൾ റേസ് 3/2. ഇത് നമുക്ക് 1/8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ T2 എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് T1 എന്ന് വരും. അപ്പോൾ ടൈം ഇയർ ബിക്കംസ് എന്നാണ് 1/8 ഓഫ് ദി പ്രസൻറ്റ് ഇയർ ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ദ PV ഡയഗ്രാം ഓഫ് എ ഗ്യാസ് സിസ്റ്റം അണ്ടർഗോയിങ് സൈക്ലിക് പ്രോസസ് ഷോൺ ഹിയർ ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ ഐസോബാറിക് കംപ്രഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് ഐസോബാറിക് കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ മേളിൽ വരുന്ന പോർഷൻ ആയിരിക്കും. ഇതാണ് ഐസോബാറിക് കംപ്രഷൻ. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐസോബാറിക് കംപ്രഷൻ. ഇവിടെ വോളിയം പറയുന്നുണ്ട്. ഈ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ വോളിയം മീറ്റർ ക്യൂബിലാണ്. അത് 1 to 3 ആണ്. 1 to 3. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 × 10⁻². അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ, അപ്പോൾ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏരിയ ആയിരിക്കും. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ. ഏരിയ ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആയിരിക്കും. പ്രഷർ ചേഞ്ച് ഇൻ വോളിയം, പ്രഷർ 2 × 10⁻². ഈ ചേഞ്ച് ഇൻ വോളിയം 3 - 1 ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് 400 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് A. when the ratio of its kinetic energy to potential energy is 1/4, its displacement from this mean position is. അപ്പോൾ കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജിയാണ് 1/4 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് K എന്ന് എടുക്കാം. K ഈസ് ഈക്വൽ ടു ½ mv² എന്നാണ് അല്ലേ, ½ mv². അപ്പോൾ ദാറ്റ് ഈസ് ½ ഇൻറ്റു m ഇൻറ്റു v² വരാം a² ഇൻറ്റു a. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ K ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു v². ഈ v എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു √a² - s² ആണ്. അപ്പോൾ K ഈസ് ഈക്വൽ എന്ന് പറയും, K ഈസ് ഈക്വൽ ½ ഇൻറ്റു m ω² ഇൻറ്റു a² - x² എന്ന് വരും. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ അത് ½ m ω² x² എന്നാണ്. ഇനി K/U, ഈ K/U ആണ് 1/4 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ K/U ഈസ് ഈക്വൽ ടു എന്നാണ് a² - x² ബൈ x² എന്ന് വരും. ഇത് 1/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ a² - x² ഈസ് ഈക്വൽ ടു x²/4 എന്ന് വരും അല്ലേ. അപ്പോൾ a² ഈസ് ഈക്വൽ ടു x²/4 പ്ലസ് x² എന്ന് വരും. അപ്പോൾ ഇത് 5/4 x² എന്ന് വരും. അപ്പോൾ നമുക്ക് x എത്ര കിട്ടും, x ഈസ് ഈക്വൽ ടു 2/√5 ഇൻറ്റു a എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The displacement of a particle in SHM is x is equal to 10 sin 2t minus pi by 6 meter when its displacement is 6 meter. The velocity of particle. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആണ്, ഇക്വേഷൻ x is equal to 10 sin 2t minus pi by 6 എന്നാണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, 10 ആയിരിക്കും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 ആണ്. വെലോസിറ്റിയുടെ ഫോമിൽ എന്താണ്, വെലോസിറ്റി ഒമേഗ ഇൻ റൂട്ട് ഓഫ് a² - x² എന്നാണ്. ഓക്കെ, ഇവിടെ ഒമേഗ 2 ആണ്. അപ്പോൾ 2 × റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, ആംപ്ലിറ്റ്യൂഡ് 10². അപ്പോൾ 10² -
എക്സ് 6 ആണ്. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ഇത് നമുക്ക് 2 × 8 എന്ന് കിട്ടും. ആൻസർ നമുക്ക് 16 എന്ന് കിട്ടും. 16 മീറ്റർ പെർ സെക്കൻഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. 10 identical batteries each of EMF 2 volt are connected in series to a 8 ohm resistor. If the current in the circuit is 2 ampere, then the internal resistance of each battery. Okay, അപ്പോൾ നമുക്ക് n ഐഡന്റിക്കൽ സെല്ലുകൾ നമ്മൾ സീരീസ് കണക്ട് ചെയ്താൽ കറണ്ടിൻ്റെ ഫോമിൽ എന്താണ്? കറണ്ട് ഈസിക്കലി n × E ഡിവൈഡഡ് ബൈ n × സ്മോൾ r പ്ലസ് ക്യാപിറ്റൽ r എന്നായിരിക്കും. ഓക്കെ, ഇവിടെ കറണ്ട് പറയുന്നത് 2 ആമ്പിയർ ആണ്. 2 ഈസ് ഈക്വൽ ടു 10 ആണ് നമ്പർ ഓഫ് സെൽസ്. 10 × E 2 ആണ് ഡിവൈഡ് ബൈ 10 × r പ്ലസ് ക്യാപിറ്റൽ r. ക്യാപിറ്റൽ r ഈസ് 8 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 10r പ്ലസ് 8 ഈസിക്കൽ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 10r ഈസിക്കൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ r ഈസിക്കൽ 2/10 1/5 വരും. സോ ദ ആൻസർ ഈസ് 0.5 ഓം എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. Question number 8. If the intensity ratio of 2 coherent sources used in Young's double slit experiment is 49:1, then the ratio between the maximum and minimum intensities in the interference pattern. നമുക്ക് Imax by I minimum വേണം. അപ്പോൾ Imax by I minimum എന്ന് പറയുന്നത് Imax by I minimum is equal to root I1 by I2 plus 1 divided by root I1 by I2 minus 1 the whole square എന്നാണ്. അപ്പോൾ ഇത് root 49/1 plus 1 divided by root 49/1 minus 1 the whole square. ഇപ്പോൾ നമുക്ക് 8/6. ഇപ്പോൾ 8/6 the whole square എന്ന് വരും. അപ്പോൾ ഇത് 4/3 the whole square. അപ്പോൾ ആൻസർ നമുക്ക് 16/9 എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. The de Broglie wavelength of and kinetic energy of a particle is 2000 angstrom and 1 electron volt respectively. If its kinetic energy becomes 1 million electron volt, then de Broglie wavelength. നമുക്കറിയാം de Broglie wavelength ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ h/p എന്നാണ്, h √ of 2me എന്നാണ്. 2me. അപ്പോൾ ഈ ലാംഡ പ്രപ്പോർഷണൽ 1/√e എന്ന് വരും. നമുക്ക് ലാംഡ 2/λ1 എടുക്കാം. അത് √ E1/E2 എന്ന് വരും. ഇവിടെ E1 എത്രയാണ്? E1 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E2 എന്ന് പറഞ്ഞാൽ 1 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പം 10/6 വരും. അപ്പോൾ ഇത് 1/1000 എന്ന് വരും. അപ്പോൾ ലാംഡ 2 ഈസിക്കൽ ലാംഡ 1/1000 എന്ന് വരും. എന്ന് വെച്ചാൽ 2000/1000 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 2 ആങ്സ്ട്രം എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. If an ideal junction diode is connected as shown, then the value of current. അപ്പോൾ നമുക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ 3 - 1 ഡിവൈഡ് ബൈ 200 വരും. ദാറ്റ് ഈസ് 2/200 വരും. എന്ന് വെച്ചാൽ 1/100 വരും. ആൻസർ ഈസ് 0.01 ആംപിയർ എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. A ball of mass 10 gram moving perpendicular to the plane of ball strikes it and rebounds in the same line with the same velocity. If the impulse experienced by the ball is 0.51 meter per second, the velocity of ball. ഇപ്പോൾ ഇമ്പൾസ് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അതേ അങ്ങനെ റീബൗണ്ട് ചെയ്യുന്നു വിത്ത് സെയിം വെലോസിറ്റി. ഓക്കെ, സെയിം സ്പീഡ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2mv ആയിരിക്കും. 2mv. നമുക്കതിനെ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ നമുക്ക് ഫോഴ്സ് ആണെങ്കിൽ ഇത് വരും. ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ മാസ് അറിയാം, നമുക്ക് വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ റീബൗണ്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം മീൻസ് 2mv ആണ്. അപ്പം വരുന്നത് +mvയും റീബൗണ്ട് ചെയ്യുമ്പോൾ -mv ആയിരിക്കും. അപ്പോൾ ചേഞ്ച് എടുക്കുമ്പോൾ 2mv എന്ന് വരും. ഈ ഇമ്പൾസ് പറയുന്നുണ്ട് 0.54 ആണ്. അപ്പോൾ 0.54 ഈസിക്കലി 2 × 10 gram ആണ്. അപ്പോൾ 10 × 10⁻³ വെലോസിറ്റി എന്ന് വരും. വെലോസിറ്റി ഈസ് ഈക്വൽ എന്ന് വരും. നമുക്ക് 0.27 ഡിവൈഡഡ് ബൈ 10⁻² എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 27 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. The vertical component of velocity at
ഓഫ് എ പ്രൊജക്റ്റൈൽ അറ്റ് ദ മാക്സിമം ഹൈറ്റ്. നമുക്കറിയാം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എങ്ങനെ ആയിരിക്കും, വെലോസിറ്റി ഹൊറിസോണ്ടൽ ആയിരിക്കും, അപ്പോൾ അതിന് വെർട്ടിക്കൽ കമ്പൗണ്ട് ഉണ്ടായിരിക്കത്തില്ല. സോ വെർട്ടിക്കൽ കമ്പൗണ്ടിൻ്റെ ഹയസ്റ്റ് പോയിന്റ് ഈസ് 0 ആയിരിക്കും ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. To soap bubbles each with radius r1 and r2 coalesce in vacuum under isothermal conditions to form a bigger bubble of radius r, then r is equal. ഇതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രണ്ട് ബബിളുകൾ വാക്വത്തിൽ ഐസോതെർമൽ കണ്ടീഷനിൽ കമ്പൈൻ ചെയ്താൽ ആ റേഡിയസ് ഓഫ് ന്യൂ ബബിൾ എന്ന് പറഞ്ഞാൽ √r1² + r2² ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. An electron of mass m and a proton of mass mp are accelerated through the same potential, then the ratio of de Broglie wavelength is. ഇവിടെ നമുക്ക് ലാംഡ ഇക്വേഷൻ യൂസ് ചെയ്യാം. ലാംഡ എന്ന് പറയുമ്പോൾ h/√2mqv എന്നെടുക്കാം. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ആണ് രണ്ടുപേർക്കും ഒരേ ചാർജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് മാസ് വ്യത്യാസമാണ്, സെയിം പൊട്ടൻഷ്യലാണ്. അപ്പോൾ ലാംഡ പ്രപ്പോർഷണൽ 1/√m എന്ന് വരും. അപ്പോൾ ലാംഡ ഇലക്ട്രോൺ ബൈ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1/√ മാസ് ഓഫ് പ്രോട്ടോൺ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. If the displacement of a body varies with the square of elapsed time, then നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഫോമിൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് s = ut + ½ എന്നാണ്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും s = ½ at² എന്നായിരിക്കും. അപ്പോൾ s പ്രപ്പോർഷണൽ t² എന്ന് വരും. സോ എന്താണ് ഇത് ആക്സലേഷൻ, നമുക്കറിയാം ആക്സലേഷൻ ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആക്സലേഷൻ ഈസ് എ കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. If n bullets each of mass m are fired with velocity v per second from a machine gun, the force required to hold the gun in position. ഓക്കെ, ഇപ്പോൾ ഒരു മെഷീൻ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റുകൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മാസ് കുറയും. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ΔP/ΔT എന്നാണ്. ΔP/ΔT. ഇവിടെ ΔP എന്ന് പറയുമ്പോൾ n ബുള്ളറ്റുകൾ പുറത്തേക്ക് പോയാൽ എന്താണ്, n × m ആയിരിക്കും ചേഞ്ച് ഇൻ മാസ് ഇൻറ്റു എന്തായിരിക്കും വെലോസിറ്റി. ഇപ്പോൾ n ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് n ബുള്ളറ്റ്സുകൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് nmv / ഇപ്പോൾ ΔP/ΔT എന്താണ്, ഇപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ΔT എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ n ബുള്ളറ്റുകൾ പുറത്തേക്ക് കഴിഞ്ഞാൽ എന്താണ് n m × v / ΔT എന്ന് എഴുതാം. ഈ n/ΔT ആണ് സ്മോൾ. അപ്പോൾ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ആണ് സ്മോൾ m. സോ ദാറ്റ് ഈസ് n × m × v എന്ന് വരും. സോ ആൻസർ ഈസ് mnv എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. A spring with a force constant K is initially stretched by x1. If it is further stretched by x2, then the increase in its potential energy. ഇപ്പോൾ ആദ്യം നമ്മൾ x1 എമൗണ്ട് സ്ട്രെച്ച് ചെയ്യുന്നു, പിന്നെ നമ്മൾ വീണ്ടും ഒരു x2. ഇപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ x1 + x2 ആണ്. നമ്മൾ രണ്ടാമത് x2 സ്ട്രെച്ച് ചെയ്തപ്പം ടോട്ടൽ x1 + x2 ആയിരിക്കും. ദെൻ വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? ΔU ഈസ് ഈക്വൽ ടു ഇപ്പോൾ ½ × K ഇൻറ്റു ഇവിടെ എന്ത് വരും, x1 + x2 2 മൈനസ് x1² എന്ന് വരും. അപ്പോൾ ഇത് ½ × K ഇൻറ്റു നമുക്ക് എന്തെടുക്കാൻ പറ്റും, x1² + 2x1 x2 + x2² മൈനസ് x1² എന്ന് വരും. അപ്പോൾ x1² ക്യാൻസലായി പോയിട്ട് ബാക്കി എന്തൊരു ½ × K ഇൻറ്റു 2 നമുക്ക് x2 കോമൺ എടുക്കാം. പിന്നെ ബ്രാക്കറ്റിനകത്ത് x1 + x2 എന്ന് വരും. x1 + 2x2 എന്ന് വരും അല്ലേ. x2 + 2x1 x2 + 2x1 വരും. 2x1 + x2 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. A body rolls down an inclined plane if its kinetic energy of rotation is 40% of its kinetic energy of translation, then the body is, അതായത് kinetic energy of rotation എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ½mv². ഇപ്പോൾ ½mv²ൻ്റെ k² / r². ഇത് 40%, 40/100 ഓഫ് ½ mv² ആണ്. ഇവിടുന്ന് k² / r² ഈസ് ഈക്വൽ ടു 0.4 എന്ന് വരും. എന്ന് വെച്ചാൽ 2/5 എന്ന് വരും. ഈ k² / r² 2/5 എന്നത് സോളിഡ് സ്ഫിയറിനായിരിക്കും. സോ ദ ആൻസർ ഈസ് സോളിഡ് സ്ഫിയർ.
സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. Two capillary tubes A and B of diameter 1 mm and 3 mm respectively are dipped vertically in a liquid. The capillary rise in A is 6 cm, then the capillary rise in B is. നമുക്കറിയാം capillary rise റേഡിയസ് 2 എങ്ങനെ ആയിരിക്കും? പ്രപ്പോർഷൻ H പ്രപ്പോർഷൻ 1/r എന്നായിരിക്കും, അല്ലെങ്കിൽ 1 diameter of tube ആയിരിക്കും. ഓക്കെ, അപ്പം H2/H1 ഈസ് ഈക്വൽ ടു D1/D2 എന്ന് വരും. ഇപ്പോൾ ഇവിടെ H1 6 ആണ്, D1 1 ആണ്, D2 3 ആണ്. അപ്പോൾ നമുക്ക് H2 നമുക്ക് 2 cm കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 1 ആണ്. ആൻസർ ഈസ് 2 cm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ഹോട്ട് വാട്ടർ ഇൻ എ വെസൽ കെപ്റ്റ് ഇൻ എ റൂം cools from 70 degrees Celsius to 65 degrees Celsius in T1 minutes, from 65 degrees Celsius to 60 degrees Celsius in T2 minutes, and from 60 degrees Celsius to 55 degrees Celsius in T3 minutes. Then എന്താണ് നമുക്കറിയാം? റേറ്റ് ഓഫ് കൂളിങ്. ഇപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആർക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. റേറ്റ് ഓഫ് കൂളിങ് ΔT/Δ ഇത് പ്രൊപ്പോർഷണൽ ടു T-T0 എന്നാണ്. ഈ T എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ആവറേജ് ടെമ്പറേച്ചർ കുറയും തോറും എന്താണ്? അപ്പോൾ ഈ ആവറേജ് ടെമ്പറേച്ചർ കുറഞ്ഞാൽ ΔT/ΔT റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. എന്ന് വെച്ചാൽ ഈ സമയം കൂടും. എന്നുവെച്ചാൽ ടെമ്പറേച്ചർ കുറയും തോറും അത് കൂൾ ചെയ്യാൻ വേണ്ട സമയം കൂടും. അപ്പോൾ ഇവിടെ ആദ്യം ടൈം T1, പിന്നെ ടൈം T2, പിന്നെ ടൈം T3 ആണ്. അപ്പം ആദ്യം എടുക്കുന്ന സമയം കുറവായിരിക്കും, ലാസ്റ്റ് സമയമായിരിക്കും കൂടുതൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. A 5 microfarad capacity is fully charged by a 12-volt battery and then disconnected. If it is connected now parallel to an uncharged capacitor, the voltage across is 3 volt. Then the capacity of uncharged capacitor. അപ്പോൾ നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സിനെ എന്ത് ചെയ്തു? പാരലൽ കണക്ട് ചെയ്തു. രണ്ടാമത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ കോമൺ വോൾട്ടേജ്? ഇപ്പോൾ കോമൺ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ C1V1 + C2V2 ഡിവൈഡഡ് ബൈ C1 + C2 എന്നാണ്. ഇവിടെ കോമൺ വോൾട്ടേജ് 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ C1 കപ്പാസിറ്റി ഓഫ് അത് 5 മൈക്രോഫാഡ് ആയിരിക്കും. 5 × 10⁻⁶ ഇനി ഒരു വോൾട്ടേജ് പറയുന്നുണ്ട്. വോൾട്ടേജ് 12 വോൾട്ടാണ്. സെക്കൻഡ് C2 ആണ്, പക്ഷെ അത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് വോൾട്ടേജ് 0. താഴെ C1 + C2. അപ്പോൾ 5 × 10⁻⁶ + C2 എന്ന് വരും. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്താൽ 15 × 10⁻⁶ + 3C2 ഈസ് ഈക്വൽ ടു ഇത് 60 × 10⁻⁶ എന്ന് വരും. അപ്പോൾ 3C2 ഈസ് ഈക്വൽ ടു 45 × 10⁻⁶ എന്ന് വരും. അപ്പോൾ C2 ഈസ് ഈക്വൽ 15 × 10⁻⁶ എന്ന് വരും. അത്രയും ഫാഡ് അല്ലെങ്കിൽ 15 മൈക്രോഫാഡ് എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. A single turn circular coil is connected to a cell as shown. Magnetic field at the center O of the coil is. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം കറണ്ട് ഒരു ലൂപ്പിലേക്ക് എൻട്രി ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ഒരു ലൂപ്പിലേക്ക് എൻട്രി ചെയ്ത് ലീവ് ചെയ്താൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഫീൽഡ് എത്ര ആയിരിക്കും? ഫീൽഡ് 0 ആയിരിക്കും അല്ലേ? ഇപ്പോൾ കറണ്ട് ഇങ്ങനെ എൻട്രി ലീവ് ചെയ്യണം. സോ വാട്ട് ഈസ് ഫീൽഡ് അറ്റ് സെൻറ്റർ? അപ്പോൾ ഫീൽഡ് B അറ്റ് സെൻറ്റർ ഈസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. The shunt required to send a 10% of main current through a moving coil galvanometer of resistance 99 ohm is. അപ്പോൾ നമുക്കറിയാം നമുക്ക് സെൻഡ് ചെയ്യേണ്ട കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 10% ഓഫ് മെയിൻ കറണ്ട് ഗാലവമെട്രിൽ. അതായത് ഗാലവമെട്രി കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 10% 10/100 ഓഫ് മെയിൻ കറണ്ടാണ്. അപ്പോൾ ഇവിടെ I/Ig എത്ര കിട്ടും? I/Ig നമുക്ക് 100/10 ഈസിൽ 10 എന്ന് വരും. ഇതാണ് നമ്മുടെ N എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഷണ്ട് കണ്ടുപിടിക്കാം. ഷണ്ട് എന്ന് പറയുമ്പോൾ G/n-1 ആണ്. എന്ന് പറഞ്ഞാൽ G എത്ര? 99/10-1 എന്ന് വെച്ചാൽ 99/9 വരും. സോ ആൻസർ ഈസ് 11 ohm എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Two long parallel wires carrying equal currents which are 8 cm apart produce a magnetic field of 200 microtesla midway between them. The magnitude of current in each wire is. നമുക്കറിയാം അത് ക്യാരി ചെയ്യുന്ന കറണ്ട് എങ്ങനെയാണ്? കറണ്ടുകൾ സെയിം ആണ്. സെപ്പറേഷൻ 8 cm ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വയറിൽ കറണ്ട് മേലേക്കും സെക്കൻഡിൽ കറണ്ട് താഴേക്കുമാണെങ്കിൽ നമുക്കറിയാം ഈ ഫീൽഡ് അറ്റ് മിഡ് പോയിൻറ്റ്
എന്ന് പറയുന്നത് 2 times ഫീൽഡ് ഇൻറ്റു സിംഗിൾ. അപ്പോൾ സിംഗിൾ വയർ മൂല ഈ ഫസ്റ്റ് വയർ മൂല ഫീൽഡ് ബി ആണെങ്കിൽ ഈ പിയിലെ ഫീൽഡ് എന്ന് പറയുന്നത് 2 into ബി ആയിരിക്കും. അപ്പോൾ ഫീൽഡ് അറ്റ് പി, ഈ ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് 2 times ബി ആയിരിക്കും. എന്ന് വെച്ചാൽ 2 into μ0I/2πr ആയിരിക്കും. ഓക്കെ, ഇത് പറയുന്നുണ്ട് എത്രയാണ്? 200 മൈക്രോ ടെസ്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡ് 200 into 10⁻6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 200 into 10⁻6 ഈസ് ഈക്വൽ 2 into μ0/2π എത്ര? 2 into 10⁻7 ആണ് μ0/4 2π ഇൻറ്റു കറണ്ട് ഡിവൈഡഡ് ബൈ ഈ 6 എന്ന് പറഞ്ഞാൽ 8ൻ്റെ പകുതിയാണ് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4 into 10⁻2 ആയിരിക്കും. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഐ എത്ര കിട്ടും? ഈ ഐ എന്ന് നമുക്ക് 20 ആംപിയർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25. The amplitude E0 and B0 of electric and magnetic components of an electromagnetic wave respectively are related to the velocity c in vacuum as. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ E0/B0 ആണ് c. അപ്പോൾ നമുക്ക് E0 എത്ര കിട്ടും? E0 is equal to c into B0 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 26. ടു പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ഓഫ് ലൈറ്റ്, വൺ ഇൻസിഡൻറ്റ് ഓൺ എ തിൻ കോൺവെക്സ് ലെൻസ് ആൻഡ് അനദർ on the refracting face of a thin prism. After refraction at them, the emerging wavefronts respectively become ഒരു എന്താണ് തിൻ കോൺവെക്സിലേക്ക് എന്താണ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് കൺവേർജ് ചെയ്യും. ഇപ്പോൾ കൺവേർജിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. പക്ഷേ എന്താണ് ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ അത് പ്ലെയിൻ വേവ് ഫ്രണ്ടായിട്ട് തന്നെ പോകും. ഇതിങ്ങനെ ചരിയുന്നേ ഉള്ളൂ. പക്ഷേ ഇത് പുറത്തേക്ക് പോകുന്നത് എങ്ങനെ തന്നെ ആയിരിക്കും? അത് പ്ലെയിൻ വേവ് ഫ്രണ്ടായിട്ടായിരിക്കും പോവുക. അപ്പോൾ പ്രിസത്തിൽ വരുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ടും എന്താണ് ഒരു തിൻ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ വരുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 27. വാട്ടർ ഫ്രം എ ഹോസ് പൈപ്പ് ഓഫ് റേഡിയസ് 5 cm സ്ട്രൈക്സ് എ വോൾ നോർമലി at a speed of 5 meter per second. The force exerted on the wall in Newton is. ഇപ്പോൾ നമുക്കറിയാം ഒരു ഹോസിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒരു വോളിൽ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇപ്പോൾ ഈ വെലോസിറ്റി v ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും A(ρ)v² എന്നായിരിക്കും. A(ρ)v². ഓക്കെ, ഇവിടെ സൈൻ 90 വരും. ഓക്കെ, വോളോട്ട് വയ്ക്കുന്ന ആംഗിൾ 90 വരും. ഓക്കെ, അപ്പോൾ എന്ത് ഇവിടെ വഴിസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു ഹോസിൻ്റെ സർക്കിൾ കുറച്ച് പറഞ്ഞാൽ πr² ആയിരിക്കും. πr² into ρ into v² എന്ന് വരും. ഇപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയേക്കാം π into റേഡിയസ് 5 cm ആണ്. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്താൽ 25 into 10⁻4 വരും. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000, വെലോസിറ്റി 5 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 25 വരും. ഇപ്പോൾ നമുക്കിത് 625 π into 10⁻1 എന്ന് വരും. എന്ന് വെച്ചാൽ 62.5 π എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 28. ഇഫ് 0.1 joule of energy stored the flow of current of 0.2 ampere in an inductor, then its inductance value. നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? U is equal to ½ Li² എന്നാണ്. ½ Li². ഓക്കെ, നമുക്ക് L ആണ് വേണ്ടത്. അപ്പോൾ 2U divided by I² എന്ന് വരും. അപ്പോൾ 2 into 0.1 divided by I², 0.2 the whole square. ഓക്കെ, അപ്പോൾ ഇത് 0.2 divided by 0.04 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് 1/2 into 10⁻1 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 5 ഹെൻറി എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 29. The RMS value of AC which when passed through a resistor produces heat which is twice that produced by a steady current of 1.414 ampere in the same resistor is. അതായത് ഒരു AC കറണ്ടും AC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? DC പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ട്വൈസ് ആണ്, ഹീറ്റിൻ്റെ ട്വൈസ് ആണ്. വിച്ച് ഈസ് ട്വൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ബൈ എ സ്റ്റഡി കറണ്ട്. അപ്പോൾ സ്റ്റഡി കറണ്ടിൻ്റെ ഇരട്ടി ഹീറ്റാണ് AC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ AC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ IRMS square into RT, ദാറ്റ് ഈസ് ഇക്വൽ 2 into IDC square into RT എന്ന് വരും. ഈ RT ക്യാൻസൽ. അപ്പോൾ IRMS ഈസ് ഇക്വൽ √2 into IDC എന്ന് വരും. ഇത് √2 into IDC എത്ര? 1.414. അതും √2 ആണ്. അപ്പോൾ √2 into √2 നമുക്ക് ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ഗാമ റേസ് ആർ ഡിക്റ്റേറ്റഡ് ബൈ, അത് നമുക്കറിയാം ഗാമ റേസ് ഡിക്റ്റേറ്റഡ് ചെയ്യുന്നത് അയണൈസേഷൻ ചേമ്പറാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. സെക്കൻഡറി റെയിൻബോ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ്, അതെന്താണ്? അത് ഫോംഡ് ഡ്യൂ ടു 2 റിഫ്ലക്ഷൻസ്. നമുക്കറിയാം സെക്കൻഡ് റെയിൻബോ ആകുമ്പോഴത്തേക്കും എന്താണ്, 2 റിഫ്രാക്ഷൻ വരും, 2 ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ വരും. ഇപ്പോൾ 2 റിഫ്ലക്ഷൻസ് ആണ്, 2 റിഫ്ലക്ഷൻസ് ഇൻ ദ റെയിൻ ഡ്രോപ്പ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ദ സെറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എമംഗ് ദി ഫോളോയിങ് വിച്ച് ആർ ഡയമെൻഷനലി ഡിഫറൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ 1 ആകുമ്പോഴത്തേക്കും ഓപ്ഷൻ 1 എല്ലാം വെലോസിറ്റിയാണ്, അപ്പോൾ സെയിം ഡയമെൻഷൻ ആയിരിക്കും. ഓപ്ഷൻ 2 എന്താണ്, എല്ലാം എനർജിയാണ്, വർക്കും ആണെങ്കിൽ എനർജിയാണ്. പിന്നെ പ്രഷറും സ്ട്രെസ്സും റിജിഡിറ്റി മോഡുലസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. പിന്നെ ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സിനും ഇലക്ട്രിക് ഫീൽഡിനും ഡിഫറൻറ്റ് ഡയമെൻഷനാണ്. അപ്പം ഡയമെൻഷൻ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ 4 ആയിരിക്കും. ബാക്കി എല്ലാത്തിനും സെയിം ഡയമെൻഷൻ ആയിരിക്കും, സെറ്റിന് സെയിം ഡയമെൻഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 33. ഫോർ എ സെനഡയോഡ്, സെനഡയോഡ് നമുക്കറിയാം ഇറ്റ് ഇസ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ സെനഡയോഡ് ആകുമ്പോഴത്തേക്ക് പി റീജിയനും എൻ റീജിയനും ഹെവിലി അല്ലെങ്കിൽ ഹൈലി ഡോപ്ഡ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. ഇഫ് ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് വെരി സ്മോൾ ദെൻ സ്കാറ്ററിംഗ് ആംഗിൾ ഈസ് അറൗണ്ട്. നമുക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ നമുക്കറിയാം ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 180 ആണെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ ആയിരിക്കും 0 ആയിരിക്കും അല്ലേ. അപ്പം ആൻസർ എത്രയാണ്? 180. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ 0 വരുന്ന കേസിൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 35. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ റേഡിയോആക്റ്റീവ് ആറ്റംസ് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ 4 ഹാഫ് ലൈഫ്സ്. നമുക്ക് അവശേഷിക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ അവശേഷിക്കുന്ന നമ്പർ നമുക്കറിയാം n/n0 ആണെങ്കിൽ വട്ട് ഈസ് ഫ്രാക്ഷൻ n/n0 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് പേഴ്സൻ്റേജ് ആണ് വേണ്ടത്. അപ്പോൾ n/n0 100 ഈസ് ഈക്വൽ ടു ഹാഫ് റൈസ് ടു n × 100 എന്നാണ്. ഹാഫ് റൈസ് × 100 ദറ്റ് ഈസ് ഹാഫ് റൈസ് ടു ഇവിടെ എത്രയാണ്? 4 ആണ്. 4 × 100. അപ്പോൾ നമുക്ക് 100/16 വരും. 100/16 എന്ന് വെച്ചാൽ നമുക്ക് അറൗണ്ട് 6% വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. സെക്ഷൻ ബി ആണ്. ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ ഓഫ് വയർ ഓഫ് ലെങ്ത് L, എ സെൽ ഓഫ് EMF V ഈസ് ബാലൻസ്ഡ് അറ്റ് ലെങ്ത് L/3 ഫ്രം ദി പോസിറ്റീവ് എൻഡ് ഓഫ് ദി വയർ. ഫോർ അനദർ സെൽ ഓഫ് EMF 1.5 വോൾട്ട് ദ ബാലൻസ്ഡ് ലെങ്ത് ബിക്കംസ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുന്ന EMF ബാലൻസ് ലെങ്തിന് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ E പ്രൊപ്പോർഷണൽ ടു L എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ആദ്യം എത്രയാണ്? അപ്പോൾ L2/L1 എടുക്കുമ്പോഴത്തേക്ക് L2/L1 ഈസ് ഈക്വൽ ടു എന്താണ്? E2/E1. ഇവിടെ E2 1.5ഉം EVയും E1 Vയുമാണ്. അപ്പോൾ ഇത് 1.5 എന്ന് വരും. അപ്പോൾ L2 എത്ര കിട്ടും? L1 × 1.5 എന്ന് വരും. ഇത് L/3 × 1.5 എന്ന് വരും. സോ ആൻസർ ഈസ് നമുക്ക് L/2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. The focal length of the objective and eyepiece of telescope are 225 and 5 cm respectively. The magnifying power of the telescope. നമുക്കറിയാം ഒബ്ജക്റ്റ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ, നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ what is magnifying power? That is equal F4/FE എന്നാണ്. F4/FE. അപ്പോൾ ഇത് 225/5 എന്ന് വരും. സോ ആൻസർ ഈസ് നമുക്ക് 45 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. A wheel is rotating at 1800 rpm about its axis. When the power is switched off, it comes to rest in 2 minutes. Then the angular retardation. ഇപ്പോൾ ഒരു വീല് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനിഷ്യൽ ഫ്രീക്വൻസി പറയുന്നുണ്ട്. ഇതിൻ്റെ ഇനിഷ്യൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1800 RPM ആണ്. നമ്മൾ ഈ RPM RPS ആക്കണം. വെച്ചാൽ 1800/60 RPS വരും. എന്ന് വെച്ചാൽ നമുക്ക് 30 RPS എന്ന് വരും. ഇത് സ്റ്റോപ്പ്. അപ്പോൾ വാട്ട് ഈസ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി? ദാറ്റ് ഈസ് 2πf0. എന്നുവെച്ചാൽ നമുക്ക് 60π എന്ന് വരും. 60π. ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഒമേഗ എത്രയാണ്? 0. നമ്മുടെ ഫോർമുല എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു ω0 + α t എന്നാണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു ω - ω0/t എന്ന് വരും. 0 - 60π. 0 - 60π ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2 minutes. ദാറ്റ് ഈസ് 2 × 60. അപ്പോൾ നമുക്കത് -π/2 റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. അപ്പോൾ ആൻസർ π/2 അല്ലെങ്കിൽ -π/2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. The total energy of an artificial satellite of mass m revolving in a circular orbit around the earth with a speed v. അപ്പോൾ നമുക്കറിയാം ഒരു ഓർബിറ്റിൽ
ഒരു സാലറി കറങ്ങുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക്കിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ബട്ട് കൈനറ്റിക് ഹാഫ് എം വി സ്ക്വയർ ആണെങ്കിൽ ടോട്ടൽ മൈനസ് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ടോട്ടൽ എനർജി ഈസിക്കൽ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജിയാണ്, ദാറ്റ് ഈസിക്കൽ മൈനസ് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. If a stretched wire is vibrating in the second overtone, then the number of nodes and antinodes between the ends of string are respectively. ഇപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ ദ എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എൻഡുകൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സെക്കൻഡ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ തേർഡ് ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ 3 ലൂപ്പ് വരും, ഇങ്ങനെ 3 ലൂപ്പ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആൻറ്റിനോഡായിരിക്കും, ഇത് ആൻറ്റിനോഡ്, ഇത് നോഡ് വരും, ഇത് ആൻറ്റിനോഡ് വരും, ഇത് നോഡ് വരും, ഇത് ആൻറ്റിനോഡ്. അപ്പോൾ നമ്മൾ ഈ എൻഡുകൾ എടുക്കേണ്ട, ബിക്കോസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 നോഡും വരും, 3 ആൻറ്റിനോഡും വരും. അപ്പോൾ ബിറ്റ്വീൻ എൻഡ്സ് ആയതുകൊണ്ട് എൻഡ് എടുക്കേണ്ട, ആ 2 എൻഡുകൾ എടുക്കുന്നില്ല. അപ്പോൾ ആൻസർ നോഡുകളുടെ എണ്ണം എത്രയാണ്? 2ഉം ആൻറ്റിനോഡ്സ് എത്ര ആയിരിക്കും? 3ഉം ആയിരിക്കും. അപ്പോൾ ആൻസർ 2 and 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. The inputs A, B and C of a given figure in order to get an output Y is equal 1 from the following സർക്യൂട്ട്. നമുക്കറിയാം ഇത് എയും ബിയും സിയുമാണ്. നമുക്കിതിപ്പോൾ ഒരു ഇതൊരു ഓർ ഗേറ്റ് ആണ്, ഓർ ഗേറ്റ്. പിന്നെ നമ്മൾ ആൻഡ് ഗേറ്റ്. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് എ പ്ലസ് ബി ആയിരിക്കും. ഇത് സി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y is equal to a plus b dot c ആയിരിക്കും അല്ലേ? a plus b dot c. അപ്പോൾ ഇത് 1 വരണം. ഈ y 1 വരണമെങ്കിൽ എന്താണ്? ഈ 2 ടേമുകളും a plus b 1 ആയിരിക്കണം, a plus b 1 ആയിരിക്കണം, c 1 ആയിരിക്കും. അപ്പോൾ c മസ്റ്റായിട്ട് 1 ആയിരിക്കണം അല്ലേ? c മസ്റ്റായിട്ട് 1 ആയിരിക്കണം. ഇനി a plus b 1 ആകുമ്പോൾ 2 ഓപ്ഷൻ വരാം. a is equal to b is equal to 1 വരാം, അല്ലെങ്കിൽ a is equal to 0യും b is equal to 1 വരാം, അല്ലെങ്കിൽ a is equal to 1ഉം b is equal to 0യും വരാം. പിന്നെ ഓപ്ഷൻ നോക്കുക. c മസ്റ്റായിട്ട് 1 ആയിരിക്കണം, എന്നാലേ ഈ പ്രോഡക്റ്റ് 1 ആവത്തുള്ളൂ. അപ്പം a1 b0 c1 വരാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 3 ആണ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ 101 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. The magnitude of a set of 3 vectors are given below. The set of vectors for which the resultant cannot be 0. അപ്പോൾ നമുക്ക് 3 വെക്ടർ എന്നിട്ട് റിസൾട്ടിന് 0 അല്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വെക്ടേഴ്സിൻ്റെ വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് മൂന്നാമത്തേനെ ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ 2 എണ്ണത്തിൻ്റെ റിസൾട്ടൻറ്റ് മൂന്നാമത്തേനെ ക്യാൻസലാക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം 15ഉം 20യും. ഇപ്പോൾ 15ഉം 20 എടുക്കുമ്പോഴത്തേക്കും ഇതിന് മാക്സിമം 35 വരാം. മാക്സിമം 35ഉം മിനിമം എത്ര വരാം? മിനിമം 20 - 15. ഇത് 20 + 15 ആണ് 35. മിനിമം 20 - 15 5 വരാം. അപ്പോൾ ഇതിനിടയ്ക്കാണ് ആര് വരുന്നത്? ഇതിനിടയ്ക്കാണ് 30 വരുന്നത്. അപ്പോൾ 30 ഇതിന് ക്യാൻസലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഒരു പ്രത്യേക ആംഗിളിൽ റിസൾട്ടൻ്റ് 30 വരാം. ആ 30ക്ക് ഇതിനെ ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആണ്. പിന്നെ 20 20 30 എടുക്കുക. 20 20 എടുക്കുമ്പോഴത്തേക്കും ഈ 20യുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര? 40 വരും, മിനിമം 0 വരും. ഇതിനിടയ്ക്കാണ് ആര് വരുന്നത്? ഇതിനിടയ്ക്കാണ് 30 വരുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഈ റിസൾട്ടൻ്റ് 30 വരാം. ആ 30ക്ക് ഇതിനെ ക്യാൻസലാക്കാൻ പറ്റും. അടുത്തത് 25 20 35 ആണ് അല്ലേ? അപ്പോൾ ഈ 25 20 എടുക്കുമ്പോഴത്തേക്കും മാക്സിമം എത്ര വരും? 25 20 എടുക്കുമ്പോൾ മാക്സിമം 45 വരും, മിനിമം നമുക്ക് 5 വരും. ഇതിനിടയ്ക്കാണ് ആര് വരുന്നത്? 35 വരുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഈ റിസൾട്ടൻ്റ് 35 വരാം. അപ്പോൾ 35 ക്യാൻസലായി പോകും. പക്ഷേ ഇനി നമുക്ക് 10ഉം 20യും 40 എടുക്കുക. ഈ 10ഉം 20 എടുക്കുമ്പോൾ മാക്സിമം 30 ആണ്, മിനിമം എത്ര? 10 വരും. മാക്സിമം 30 മിനിമം 10ഉം വരും. പക്ഷേ ഇതിന് ആരെ ക്യാൻസലാക്കാൻ പറ്റില്ല? ഇതിന് 40യെ ക്യാൻസലാക്കാൻ പറ്റില്ല, ബിക്കോസ് 40 കൂടുതലാണ്. അപ്പോൾ റിസൾട്ടിന് 0 വരാത്ത സെറ്റ് ഏതായിരിക്കും? ഈ പറയുന്ന 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത 43. A car moves at a speed of 20 m/s on a banked track and describes on arc of a circle of radius 40√3 meter the angle of banking. അപ്പോൾ ഇത് ഒരു ബാങ്ക്ഡ് റോഡിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫ്രിക്ഷൻ പറയുന്നില്ല അല്ലേ? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്കറിയാം വാട്ട് ഈസ് വി സ്ക്വയർ. വി സ്ക്വയർ ഈസ് RG tan θ എന്നായിരിക്കും. വി സ്ക്വയർ ഈസ് RG tan θ. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക്
ആംഗിൾ ഓഫ് ബാങ്കിങ് ടാൻ തീറ്റ ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. ഇവിടെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാണ്? 40√3 ഇൻറ്റു ഇവിടെ 10 വരും. അപ്പോൾ ഇത് 1/√3 എന്ന് വരും. നമുക്ക് തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ് നമുക്ക് 30 ഡിഗ്രി എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. Two objects P and Q initially at rest move towards each other under the mutual force of attraction. At the instant when the velocity of P is v and that at Q is 2v, the velocity of center of mass of the system is. അപ്പോൾ ഇത് രണ്ട് പാർട്ടികൾ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് മൂവ് ചെയ്യണം. അപ്പോൾ അത് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത് ഇൻറ്റേർണൽ ഫോഴ്സ് ആയിരിക്കും. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് മൂലം ഒരിക്കലും സെൻട്രൽ ഓഫ് മാസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി മാറത്തില്ല. ഇനീഷ്യൽ വെലോസിറ്റി അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെൻട്രൽ ഓഫ് മാസ് ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റേർണൽ ഫോഴ്സാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് സെൻട്രൽ മാസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ വെലോസിറ്റി ഓഫ് സെൻട്രൽ മാസ് ഈസിക്കൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇത് മ്യൂച്വൽ അട്രാക്ഷൻ ആയതുകൊണ്ടാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. Two wires A and B of same material and of equal length with the radii in the ratio 1:2 are subjected to identical loads. If the length of A increases by 8 mm, then the increased length of B. ഇപ്പോൾ നമുക്ക് എന്താണ് സെയിം മെറ്റീരിയൽ ആണ്. അപ്പോൾ യങ്സ് മോളസിൻ്റെ ഫോമിൽ എന്താണ്? യങ്സ് മോളസ് എന്ന് പറയുമ്പോൾ F ഇൻറ്റു ക്യാപിറ്റൽ L ബൈ A ഇൻറ്റു സ്മോൾ എൽ. അപ്പോൾ രണ്ടുപേർക്കും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് Y എന്തായിരിക്കും? Y കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ സെയിം ലോഡ് അപ്ലൈ ചെയ്യുന്നു, സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ F സെയിം ആയിരിക്കും. പിന്നെ എന്താണ്? റേഡിയസ് വ്യത്യാസമാണ്, അപ്പം ഏരിയ ക്രോസ് സെക്ഷൻ വ്യത്യാസമായിരിക്കും. പിന്നെ ഇൻക്രീസ് ലെങ്ത് വ്യത്യാസമാണ്, ഈക്വൽ ലെങ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ലെങ്ത്ത് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏരിയ പ്രൊപ്പോർഷണൽ ടു എന്താണ്? റേഡിയസ് സ്ക്വയർ ആണ്. അപ്പോൾ റേഡിയസ് സ്ക്വയറിൻ്റെ ലെങ്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഏതാണ്? ബി ആണ് വേണ്ടത്. അപ്പോൾ LB/LA എന്ന് പറയുമ്പോൾ RA/RB ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ ഇവിടെ RA/RB 1/2 ദ ഹോൾ സ്ക്വയർ നമുക്ക് 1/4 എന്ന് വരും. അപ്പോൾ LB എത്ര കിട്ടും? അപ്പോൾ LB ഈസ് ഈക്വൽ ടു LA/4 വരും. പക്ഷേ 8/4 വരും. ആൻസർ 2 മില്ലിമീറ്റർ എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. For a monatomic gas, the molar specific at constant pressure divided by the molar gas constant R is equal to. നമുക്കറിയാം സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP എന്ന് പറയുമ്പോഴത്തേക്കും F/2 + 1 ഇൻറ്റു R എന്നാണ്. നമുക്ക് CP/R ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CP/R ഈസ് ഈക്വൽ ടു F/2 + 1. അതായത് മോണോറ്റോമിക് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഇവിടെ 3 ആണ്. അപ്പോൾ 3/2 + 1 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് 5/2 ആൻസർ 2.5 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. A transformer connected to 220 volt mains is used to light a lamp of rating 100 watt and 110 volt. Primary current is 0.5 ampere. The efficiency of transformer. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും പവർ ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ സെക്കൻഡറി പവർ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ടിൽ നമ്മളൊരു ബൾബ് കണക്ട് ചെയ്യുന്നു. ആ ബൾബിൻ്റെ പവർ 100 ആണ്. ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ട് കറണ്ടും അറിയാം, ഇൻപുട്ട് വോൾട്ടേജ് അറിയാം. അപ്പോൾ ഇൻപുട്ട് പവർ ഈസിക്കൽ 0.5 ഇൻറ്റു 220 ആണ് ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? 100/1 ടൺ ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് 90% എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. If the average kinetic energy of a molecule of a hydrogen gas at 300 Kelvin is E, the average kinetic energy of a molecule of nitrogen gas at the same temperature. അപ്പോൾ നമുക്കറിയാം ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ F/2 nRT ആണ്. F/2 nRT. ഇപ്പോൾ ഇവിടെ സെയിം ടെമ്പറേച്ചറാണ്, R സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. പിന്നെ നൈട്രജനും ഹൈഡ്രജനും ഡയറ്റമിക് ആയതുകൊണ്ട് എന്താണ്? Fഉം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ ടൈമുകളും സെയിം ആണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം എനർജി ഫോർ നൈട്രജൻ ആർക്ക് ഈക്വൽ ആയിരിക്കും, എനർജി ഫോർ ഹൈഡ്രജൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് E തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. The apparent change in frequency of sound due to the relative motion between observer and source of sound is called. അതായിരിക്കും ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50.
The radius curvature of curved surface of a plano convex lens is 50 cm is focal length. നമുക്കറിയാം ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആകുമ്പോഴത്തേക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ r/μ-1 അല്ലെങ്കിൽ r/n-1 എന്നാണ്. r/μ-1. ഇവിടെ r എന്ന് പറയുന്നത് എത്രയാണ്? r 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 50 ഡിവൈഡ് ബൈ μ-1 1.5-1 അല്ലേ? 1.5-1 ഇത് 50/0.5 എന്ന് വരും. എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് ആൻസർ 1 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഇത് നോക്കി സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ കഴിഞ്ഞ ZEOT എക്സാം ഹോട്ട് ടോപ്പിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. സോ അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ് എന്ന് പറയും. ഒന്നാമത്തെ ഓപ്ഷൻ എത്തീനൈൽ എസ്ട്രാഡയോൾ, നൊവസ്ട്രോൾ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഇത് ഒരു ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗാണ്. ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്. സിമെറ്റിഡീൻ അല്ലെങ്കിൽ ടെഗാമെറ്റ് എന്ന് പറയുന്നത് ഇതൊരു അൻറ്റാസിഡാണ്. ടെർഫിനാഡൈൻ സെൽഡൈൻ എന്ന് പറയുന്നൊരു ആൻറ്റി ഹിസ്റ്റമീനാണ്. ഒരു ആൻറ്റി അലർജിക് ഡ്രഗാണ്. ഫിനൈൽസീൻ അല്ലെങ്കിൽ നാർഡിൽ ഇതാണ് ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്. ഫിനൈൽസീൻ, ഇപ്രോണിയാസിഡ് ഇതൊക്കെ ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്നവരൊക്കെയാണ്. സോ അവരൊക്കെ ആൻറ്റി ഡിപ്രസൻ ഡ്രഗുകളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പോളിമർ യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്സ് ആൻഡ് ലാക്വേഴ്സ്. സോ അത് ഗ്ലിപ്റ്റാലാണ്. ഗ്ലിപ്റ്റാൽ ഒരു പോളി എസ്റ്ററാണ്. ഇറ്റ് ഈസിൻ്റെ മോണോമർ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളും അതുപോലെ തന്നെ താലിക് ആസിഡാണ്. എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും ചേർന്നുണ്ടാകുന്ന ഒരു പോളി എസ്റ്ററാണ് ഗ്ലിപ്റ്റാൽ. ഗ്ലിപ്റ്റാലാണ് പെയിൻറ്റിലും ലാക്വേഴ്സിലും ഉപയോഗിക്കണമെന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് അമിനോ ആസിഡ്. Only alpha amino acids are obtained on hydrolysis of protein. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു പ്രോട്ടീനെ ഹൈഡ്രോളിസിസ് ഉണ്ടെങ്കിൽ നമുക്ക് അമിനോ ആസിഡ് കിട്ടും. RCHNH2COH ഇതാണ് ജനറലായിട്ട് നമുക്ക് കിട്ടുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞുള്ള കാർബൺ ആൽഫ കാർബണാണ്. ആൽഫ കാർബണിലായിരിക്കും NH2 ഗ്രൂപ്പ് വരിക. R ഗ്രൂപ്പാണ് മാത്രമാണ് അമിനോ ആസിഡ് വ്യത്യാസം വരുന്നുള്ളൂ. സോ എല്ലാ അമിനോ ആസിഡുകളും ആൽഫ അമിനോ ആസിഡുകളാണ്. നമുക്ക് പ്രോട്ടീൻ്റെ ഹൈഡ്രോളിസിസ് കിട്ടുന്നതെല്ലാം തന്നെ. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മോസ്റ്റ് നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ് ഹാവ് ഡി കോൺഫിഗറേഷൻ. ഇത് തെറ്റാണ്. ഡി കോൺഫിഗറേഷൻ അല്ല, എൽ കോൺഫിഗറേഷനാണ്. ഇപ്പോൾ നമ്മൾ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് NH2CH, ഈ ആറിൻ്റെ സ്ഥാനത്ത് CH3 വരുവാണെങ്കിൽ അതാണ് അലാനിൻ എന്ന് പറയണേ. അലാനിൻ ആദ്യത്തെ നമ്പർ ഗ്ലൈസിൻ, പിന്നെ അലാനിൻ. അപ്പോൾ ഈ നടുക്കത്തെ കാർബൺ കൈറാൽ കാർബൺ ആറ്റമാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് COH, ഏറ്റവും താഴെയായിട്ട് CH3, ഇവിടെ H, ഇവിടെ NH2. സെക്കൻഡ് ലാസ്റ്റ് കാർബണിലെ NH2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമ്മളതിനെ എൽ എന്ന് വിളിക്കാറുണ്ട്. എൽ കോൺഫിഗറേഷൻ ഉള്ളവരാണ്. സോ എല്ലാ നാച്ചുറലി ഒക്കെ അമിനോ ആസിഡുകളുടെയും കോൺഫിഗറേഷൻ എല്ലാണ്. NH2 ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡി അല്ല, എല്ലാണ്. കാർബോഹൈഡ്രേറ്റിലേക്കാണ് ഡി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഗ്ലൈസിൻ ഓൾ അതർ അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഗ്ലൈസിൻ എന്ന് പറയുമ്പോഴേയും NH2CH2COH ആണ്. ഫസ്റ്റ് മെമ്പർ ഓഫ് അമിനോ ആസിഡാണ്. കൈറൽ കാർബണാറ്റം ഇല്ല. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ബാക്കിയുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിസ്റ്റീൻ ആൻഡ് മെത്തിയോണിൻ ആർ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. നമുക്കൊരു 20 അമിനോ ആസിഡ് പഠിക്കാനുണ്ട്. അതിൽ 2 പേർക്ക് മാത്രമേ സൾഫർ ഉള്ളൂ. അപ്പോൾ അത് സിസ്റ്റീനും മെത്തിയോണിൻ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കണേ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. Question number 4. Which are the following amines? Amine cannot be prepared by Gabriel's Thalamides synthesis. Gabriel's Thalamides synthesis എന്ന് പറയുമ്പോഴേയും
ആലിഫാറ്റിക് പ്രൈമറി അമീനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അനിലീൻ. അനിലീൻ എന്ന് പറഞ്ഞാൽ ഒരു ആരോമാറ്റിക് പ്രൈമറി അമീനാണ്, ആരോമാറ്റിക് അമീനാണ്. സോ ഇറ്റ് ഈസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയേൽസ് തലിമൈറ്റ്സ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസറാണ്. ബെൻസൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ആലിഫാറ്റിക് അമീൻ്റെ പ്രോപ്പർട്ടി കാണിക്കണേ. NH2 ഡയറക്റ്റ് ആയിട്ട് റിങ്ങിലല്ല, റിങ്ങിലുള്ള ചെയിനിലാണ്. അപ്പോൾ ഇതൊരു ആലിഫാറ്റിക് അമീൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എത്തനമീൻ ആലിഫാറ്റിക് ആണ്, CH3CH2 NH2. ഐസോബ്യൂട്ടൈൽ അമീൻ, ഇതാണ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്, ഇതാണ് ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഇവിടെ NH2 വന്നു, ഇതാണ് ഐസോബിലമീൻ, ഇത് ആലിഫാറ്റിക് ആണ്. സോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദി ആൻസർ. Question number 5. A compound which gives a crystalline product with sodium bisulfite NaHSO3 and reduces ammoniacal silver nitrate. Ammoniacal silver nitrate is called tolerance reagent. സോഡിയം ബൈസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആൽഡിഹൈഡുകളും കീറ്റോണുമാണ്. ടോളറൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആൽഡിഹൈഡാണ്. അപ്പോൾ എന്തായാലും കോമ്പൗണ്ട് ഒരു ആൽഡിഹൈഡ് ആയിരിക്കണം. CH3CO, ഇത് കീറ്റോൺ ആണ്, കീറ്റോൺ. അപ്പോൾ ഇത് വരില്ല. ഇത് കാർബോക്സിലിക് ആസിഡാണ്, ഇത് വരില്ല. ഇത് ആൽക്കഹോളാണ്, ഇത് വരില്ല. ഇത് ആൽഡിഹൈഡാണ്, സോ ആൽഡിഹൈഡ് വരും. സോ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ദി ആൻസർ. സോഡിയം ബൈസൾഫേറ്റുമായിട്ട് ആൽഡിഹൈഡ് കിരണ റിയാക്ട് ചെയ്യും, പക്ഷേ ടോളറൻസുമായിട്ട് ആൽഡിഹൈഡ് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പം പ്രോഡക്റ്റ് ഒരു ആൽഡിഹൈഡ് ആയിരിക്കും. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും കൊണ്ട് ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സോഡിയം ബൈസൾഫൈറ്റ് ആണ്, NaHSO3 ആയിട്ട് വരും. Question number 6. Which of the following is formed when a cyclohexanone is heated with a dilute NaOH? സൈക്ലോഹെക്സനോൺ ഡൈലൂട്ട് NaOH ചൂടാക്കുന്നു. അപ്പോൾ ഇത് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷനാണ്. സൈക്ലോഹെക്സനോൺ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡാണ്. അപ്പോൾ അതേ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. സൈക്ലോഹെക്സനോൺ ഞാൻ ഇങ്ങനെ വരച്ചു. ഇതായത് സൈക്ലോഹെക്സനോൺ. രണ്ടാമത്തെ സൈക്ലോഹെക്സൻ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് ഡൈലൂട്ട് NaOH ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ഹീറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ പ്രൊഡക്റ്റ് എഴുതാം. അപ്പോൾ രണ്ട് മോളിക്യൂൾ നമുക്കറിയാം, ആൾഡോൾ കൺസെപ്റ്റ് രണ്ട് മോളിക്യൂൾ എടുക്കണം. ആദ്യത്തെ മോളിക്യൂളിൽ നിന്ന് ഓക്സിജനും രണ്ടാമത്തെ മോളിക്യൂളിൽ നിന്ന് 2 ആൽഫ ഹൈഡ്രജൻ ചേർന്ന് വാട്ടറായിട്ട് പോകും. അപ്പോൾ ആദ്യത്തെ മോളിക്യൂളിൽ നിന്ന് ഓക്സിജൻ, രണ്ടാമത്തെ ആൽഫ ഹൈഡ്രജൻ, ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കാർബൺ. അപ്പോൾ ഇത് ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. അപ്പോൾ ഈ കാർബണിൽ 2 H ഉണ്ട്, CH2 എന്നാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഓക്സിജനും ഈ നിൽക്കുന്ന 2 H കൂടി ചേർന്ന് ഒരു മോളിക്യൂൾ വാട്ടറായിട്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. ഇത് ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ട് OH മാറ്റത്തില്ല, ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടും. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഇതെല്ലാം 2 ഓയിൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി എന്ന് കിട്ടും, ലാസ്റ്റ് ഓപ്ഷൻ. റിയാക്ഷൻ്റെ പേര് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയും. Question number 7. Identify the end product in the following sequence of reaction. ഇത് പാരാ നൈട്രോ ടൊളുവീൻ എന്ന് വേണമെങ്കിൽ പറയാം. ടൊളുവീൻ്റെ പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ബ്രോമിൻ FeBr3 ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ബ്രോമിൻ ആഡ് ചെയ്യുന്നു, ബ്രോമിനേഷനാണ്. നമുക്കറിയാം മീഥൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ മീഥൈലിൻ്റെ ഓർത്തോ പൊസിഷനാണ് ഇത് ഓർത്തോ പൊസിഷനാണ്. പാരയിൽ ഓൾറെഡി നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ പാരയിൽ എന്തായാലും വരത്തില്ല. ഇനി നൈട്രോ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. നൈട്രോയുടെ മെറ്റ എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ആ മീഥൈലിൻ്റെ ഓർത്തോ എന്ന് പറഞ്ഞാലും നൈട്രോയുടെ മെറ്റ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് ഒരേ പൊസിഷനായിട്ട് നമുക്ക് ഒരിടത്ത് ബ്രോമിൻ കൊടുത്താൽ മതി. അപ്പോൾ മീഥൈൽ ഇവിടെ നിന്നൊരു H+ ആയാണ് മാറിയിട്ട് ആ H+ പോയ സ്ഥാനത്ത് Br+ ഒരു ബ്രോമിനേഷൻ നടക്കും, NO2. ഇതാണ് A എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇതിനെ SN⁻HCl. SN എന്നാൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് നൈട്രോ ഗ്രൂപ്പിനെ NH2 ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. നമ്മൾ അമീൻ്റെ പ്രിപ്പറേഷൻ പഠിക്കുന്നതാണ്. ഫ്രം
റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ടിൽ നമ്മൾ മെറ്റൽ ബാർ ആസിഡ് ഉപയോഗിക്കും. മീഥൈലിനും ബ്രോമിനും മാറ്റമില്ല, NO2 മാത്രം റിഡക്ഷൻ വിധേയമായിട്ട് NH2 ആയിട്ട് മാറും. ഇതിന് NaNO2 ബാർ HCl 0 to 5 degrees ഡയസോട്ടൈസേഷൻ റിയാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ NH2 മാത്രം മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് N2Cl ഉണ്ടാവും. നമുക്കൊരു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇവിടെ മീഥൈലിനും ബ്രോമിനും മാറ്റമില്ല. H3PO2 വാട്ടറുമായിട്ട് ഇടുമ്പോഴേയും ആ N2Cl അങ്ങ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനാണ് ഈ ഹൈപ്പോ ഫോസ്ഫറസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴേയും ബെൻസീനെ കിട്ടുക. ഇവിടെയാണെങ്കിൽ മീഥൈലും ബ്രോമിനും മാറ്റമില്ല, N2Cl മാത്രം പോയി, അവിടെ H നേര് ഇങ്ങനെ കിട്ടും. KMnO4 ബാർ OH- ആൽക്കലൈൻ KMnO4 ആണ്. ആൽക്കലൈൻ KMnO4 നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ ഇയാളത് എത്ര വലിയ ആൽക്കലൈൻ ഗ്രൂപ്പ് ആണെങ്കിലും അതിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡാക്കി മാറ്റും. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്ത് COH ആയിട്ട് മാറും. സോ ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, രണ്ടാമത്തിൽ ബ്രോമിൻ. അപ്പോൾ ഇതിൻ്റെ പേര് 2-ബ്രോമോ ബെൻസോയിക് ആസിഡ് എന്ന് വരും. 2-ബ്രോമോ ബെൻസോയിക് ആസിഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി ആൻസർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8. C6H5CH ഡബിൾ ബോണ്ട് CHO. CH ഡബിൾ ബോണ്ട് CHO. ഇത് സിന്നമാൽഡിഹൈഡാണ്. സിന്നമാൽഡിഹൈഡിന് ഇത് C6H5CH ഡബിൾ ബോണ്ട് CH2OH ആൽക്കഹോളാക്കി മാറ്റി. ആൽക്കഹോളാക്കി മാറ്റിയപ്പോഴേക്കും ഈ ഡബിൾ ബോണ്ട് ഒരു മാറ്റമില്ല, ഡബിൾ ബോണ്ട് അതേപോലെ സംരക്ഷിച്ചു. ആൽഡിഹൈഡ് റിഡക്ഷന് വിധേയമാകുമ്പോഴാണ് ആൽക്കഹോളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് H2 ബാർ നിക്കൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ H2 ബാർ നിക്കൽ ആൽഡിഹൈഡിനെ ആൽക്കഹോളാക്കി മാറ്റും. അതുകൂടാതെ തന്നെ അയാൾ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കുകയും ചെയ്യും. നമ്മളൊരു ആൽക്കെയിനിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തതിന് പ്രശ്നം നിക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് ആൽക്കെയിനെ കിട്ടണേ. അതേപോലെ തന്നെ H2 ബാർ നിക്കൽ ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കും. CH2OH ഇങ്ങനെ കിട്ടിയാൽ 3-ഫിനൈൽ പ്രൊപ്പനോൾ കിട്ടിയാൽ ഇതായിരുന്നെങ്കിൽ. NaBH4 മൈൽഡ് റേഡിയേഷൻ ഏജൻ്റാണ്. അയാൾ ആൽഡിഹൈഡിനെ ആൽക്കഹോളാക്കി മാറ്റും, പക്ഷേ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കത്തില്ല. ഡബിൾ ബോണ്ട് പൊട്ടിക്കാൻ കഴിവ് NaBH4 ഇല്ല. നമ്മുടെ ആൻസർ NaBH4 ആണ്. PCC എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. നേരെ തിരിച്ച് ആൽക്കഹോളിനെ ആൽഡിഹൈഡാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് PCC, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല. ഡൈബാലച്ച് എന്നൊക്കെ പറഞ്ഞാൽ സൈനൈഡിനെ അതുപോലെ തന്നെ എസ്റ്ററിനെയൊക്കെ ആൽഡിഹൈഡാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡൈബാലച്ച് എന്ന് പറഞ്ഞത്. സൈനൈഡ് ടു ആൽഡിഹൈഡ്, എസ്റ്റർ ടു ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വരില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി എന്ന് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ഒക്കെ ചോദിച്ചാൽ ന്യൂക്ലിയോഫിൽ മാറിയിട്ട് പകരം മറ്റു ന്യൂക്ലിയോഫിൽ വരുന്നതാണ്. ആരാണ് മോർ റിയാക്റ്റീവ്? ഇപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ SN1 റിയാക്ഷൻ നോക്കിയാൽ മതി, കാർബോ കാറ്റോൺ മെക്കാനിസം. അപ്പോൾ ന്യൂക്ലിയോഫിൽ പോയി കഴിഞ്ഞാൽ ആർക്കാണോ ഏറ്റവും സ്റ്റേബിൾ കാർബോ കാറ്റോൺ ഉണ്ടാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ CH2Cl. ബെൻസൈൽ ക്ലോറൈഡിൽ നിന്നും Cl- പോയി കഴിഞ്ഞാൽ നമുക്കിത് ബെൻസൈൽ കാർബോ കാറ്റോൺ കിട്ടും. ബെൻസൈൽ കാർബോ കാറ്റോൺ സ്റ്റേബിൾ ആണ്. റെസൊണൻസ് വഴി അയാൾ സ്റ്റെബിലൈസ് ചെയ്യും. ക്ലോറോബെൻസീൻ ആണെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആണ്. കാരണം ഈ കാർബൺ ക്ലോറിൻ ബോണ്ടിന് ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല. വിനൈൽ ക്ലോറൈഡിലും ഈ കാർബൺ ഡബിൾ ബോണ്ടിനൊരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, കാർബൺ ക്ലോറിൻ ബോണ്ടിന് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പേരായിരിക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ക്ലോറോബെൻസീനാണ്, അല്ലെങ്കിൽ ഹാലോ അരീനാണ്, മറ്റൊന്ന് വിനൈൽ ഹാലൈഡാണ്. ഈ രണ്ട് പേരിലും ലീസ്റ്റ് റിയാക്റ്റീവ് ഹാലോ അരീനാണ്. അത് കഴിഞ്ഞ് വിനൈൽ ഹാലൈഡൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഈഥൈൽ ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈഥൈൽ കാർബോക്കേറ്റയും കിട്ടും. ഇത് രണ്ടും എന്തായാലും നടക്കത്തില്ല, ഇത് രണ്ടും കാർബോക്കേറ്റ് ഉണ്ടാവും. ഈഥൈലും ബെൻസൈലും എടുക്കുമ്പോഴേ ബെൻസൈലാണ് കൂടുതൽ സ്റ്റേബിൾ, കാരണം അയാൾ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ടൊക്കെ ഉണ്ട്, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ആടുവാണെങ്കിൽ പ്ലസ് ചാർജ് ഇവിടെ വരും, ഇത് ഇങ്ങോട്ട് ആടാം പ്ലസ് ചാർജ് ഇവിടെ വരും, ഇത് ഇവിടെ വരും. അങ്ങനെ ഈ റിങ്ങിലൂടെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും ആ പോസിറ്റീവ് ചാർജിന്. അതുകൊണ്ട് സ്റ്റേബിൾ കാർബോക്കാറ്റോൺ ആണ് ബെൻസൈൽ കാർബോക്കാറ്റോൺ. അതുകൊണ്ട് ബെൻസൈൽ ക്ലോറൈഡ് വളരെ പെട്ടെന്ന് Cl- കളഞ്ഞുകൊണ്ട് ബെൻസൈൽ ആകാൻ വേണ്ടി ബെൻസൈൽ കാർബോക്കാറ്റോൺ ആകാൻ വേണ്ടി ശ്രമിക്കും. സോ ഈ 4 പേരിൽ മോസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് ബെൻസൈൽ ക്ലോറൈഡ് ആണ്.
Question number 10. The correct formula of amine, bromido, chlorido, nitrito and platinate 2. അപ്പോൾ സെൻട്രൽ ആറ്റം പ്ലാറ്റിനം ആണ്, പേറ്റ്. അമീൻ എന്ന് പറഞ്ഞാൽ NH3 ആണ് ലിഗാൻഡായിട്ട് വരിക. അമീൻ. ബ്രോമിഡോ, ബ്രോമിൻ ലിഗാൻഡായിട്ട് വരും. ക്ലോറിഡോ, ക്ലോറിൻ വരും. നൈട്രിറ്റോ എന്ന് പറയുമ്പോൾ NO2 ആണ്. നൈട്രേറ്റോ O എന്ന് പറയുമ്പോഴാണ് ON. പിന്നെ പ്ലാറ്റിനേറ്റ് എന്ന് പറയുമ്പോഴേയും ഇയാളുടെ ഇതൊരു ആനോണിക് കോംപ്ലക്സാണ്. അപ്പം ഇതിൽ ഓക്സിജൻ നമ്പർ 2 വരണം, ഇയാളുടെ സ്റ്റേറ്റ് 2 വരണം. അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കണം? X നമുക്ക് കണ്ടുപിടിക്കാം. പ്ലാറ്റിനം 2 ആണ്. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ്. ബ്രോമിൻ -1, ക്ലോറിൻ -1, നൈട്രോ ഗ്രൂപ്പ് -1. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് X കിട്ടണം. സോ 2 + 0 -1 -1, അപ്പോൾ തന്നെ 0 ആയിട്ട് പോയി കഴിഞ്ഞു മൊത്തം. അപ്പോൾ X = -1 എന്ന് കിട്ടും. അപ്പോൾ അത് ഇവിടുത്തെ ചാർജ് -1 ആയിരിക്കണം. -1. അപ്പോൾ നോക്കിയേ, PT NH3 Br Cl NO2 -1 എന്ന് വരണം. സോ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ എന്ന് വരും. Question number 11. The spin-only magnetic moment for a D8 ion in a square planar ligand field is. Square planar shape. നമ്മൾ കോർഡിനേഷനിൽ പഠിക്കുന്നതാണ്. സ്ക്വയർ പ്ലാനാർ ഷേപ്പ് വരണമെങ്കിൽ ഇവിടെ ഹൈബ്രിഡൈസേഷൻ DsP2 ആയിരിക്കണം. DsP2. എവിടെ കോർഡിനേഷൻ കോമ്പൗണ്ട് സ്ക്വയർ പ്ലാൻ ഉണ്ടെങ്കിൽ DsP2 ആയിരിക്കണം. അപ്പോൾ അതെ ഇവിടെ D8 എന്നാണ് തന്നിരിക്കണേ. D8 ഡി സബ്ഷനിൽ 5 d ഓർബിറ്റലുണ്ട്, 8 ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 8 ഇങ്ങനെ വരുവാണ്. D8 സ്ക്വയർ പ്ലാനാർ എന്ന് പറഞ്ഞാൽ DsP2 ആണ്. ഒരു ഡേ വേക്കൻ്റ് ആയിട്ട് വരണം. അപ്പോൾ വേക്കൻ്റ് വരണമെങ്കിൽ ഈ നിൽക്കുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയായിരിക്കും. 1 2 3 4 5 6 7 8 ആയി. അപ്പോൾ അതേ D ഒരു S, ഇനി വരാൻ പോകുന്ന അടുത്ത 2 P, ഇവർ ഇത്രയും പേരും ഹൈബ്രിഡേഷൻ പങ്കെടുക്കും. DsP2 ഹൈബ്രിഡേഷൻ നടന്ന് സ്ക്വയർ ഷേപ്പ് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ എല്ലാവരും പെയറായിട്ട് മാറി. അൺപെയ്ഡ് ഇല്ല, എന്നിൻ്റെ വാല്യൂ 0. അൺപെയ്ഡ് ഇല്ലെങ്കിൽ സ്പിനോൾ വലിയതായിരിക്കും, 0 ആയിരിക്കും. സോ ആൻസർ 0 ബോർ മൈനട്രോൺ എന്ന് വരും. ഈ സ്ക്വയർ പ്ലാനാറിന് പകരം ഇപ്പോൾ സപ്പോസ് ടെട്രാഹൈഡ്രൽ എന്നായിരുന്നത്. ടെട്രാഹൈഡ്രലാണെങ്കിൽ ഹൈഡ്രജൻ sp3 ആണ്. sp3 എന്ന് വരുവാണെങ്കിൽ നമുക്ക് D വേക്കൻ്റ് ആക്കേണ്ട ആവശ്യമില്ല, S 3 P എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്പിനോൾ മൊമെൻ്റ് ഫോർമുല μ = √n/n+2, 2 × 2 + 2, 2 × √8 എന്നൊക്കെ കിട്ടും. ഇത് സ്ക്വയർ പ്ലാനർ ആയതുകൊണ്ട് ഒരു D എന്തായാലും വേക്കൻ്റ് ആയിരിക്കണം. അപ്പോൾ D വേക്കൻ്റ് ആക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്യുമ്പോഴേയും പിന്നെ വേറെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും വരത്തില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ 0 ആണെങ്കിൽ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ സ്പിന്നോൺലി മൊമെൻറ്റ് അതെന്തായാലും 0 ആയിട്ട് മാറി വരും. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. സെലക്ട് ദ ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. കോൺട്രാക്ഷൻ അയോണിക് സൈസ് ഓൺ ഇൻക്രീസിങ് ആറ്റോമിക് നമ്പർ. അത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ പോലെ തന്നെ ആക്ടിനൈഡ് കോൺട്രാക്ഷനും ഉണ്ട്. ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഈ സൈസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ n-2f ഓർബിറ്റൽ. അത് ശരിയാണ്. ഇപ്പോൾ ലാന്തനൈഡ് 6th പീരീഡിലാണ്. അപ്പോൾ 6 - 2 എന്ന് പറയുമ്പോൾ 4f ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഏറുക. ആക്ടിനൈഡ് ആണെങ്കിൽ 7 - 2 5f ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഏറുക. അപ്പോൾ അതും കറക്റ്റാണ്. റേഡിയോ ആക്ടിവിറ്റി ഇൻ ഓൾ എലിമെൻറ്റ്സ്. എല്ലാ ലാന്തനൈഡ്സും എല്ലാ ആക്ടിനൈഡ്സും ഒരേപോലെ റേഡിയോ ആക്റ്റീവ് അല്ല. ആക്ടിനൈഡ്സ് എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. ലാന്തനൈഡ്സിൽ പ്രോമിത്തിയം എന്ന് പറയുന്ന ലാന്തനോയിഡ് മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൂ. പ്രോമിത്തിയം മാത്രം, ബാക്കിയെല്ലാം നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. എന്നാൽ ആക്ടിനൈഡ്സ് എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ അതിൽ സിമിലാരിറ്റി ഇല്ല. രണ്ടുപേരുടെ ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് ബേസിക് ഒക്കെയാണ്, അത് കറക്റ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് തേർഡ് ഓപ്ഷനാണ്, ഓപ്ഷൻ C. ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. The correct order of oxidizing power is. ഓക്സിഡൈസിങ് പവർ എന്ന് പറഞ്ഞാൽ അവർ റിഡക്ഷന് വിധേയമാകണം.
അപ്പം ആരാണ് പെട്ടെന്ന് റിഡക്ഷൻ വിധേയമാകണേ എന്ന് നോക്കണ്ടേ. റെഡ്യൂസ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി നമ്മളിത് പറയണം. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഹൈലി സ്റ്റേബിൾ ആണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ MnO4 റിഡക്ഷൻ വിധേയമായിട്ട് Mn2+ ആയിട്ടാണ് മാറണേ. Cr2O7 മാറുന്നത് Cr3+ ആയിട്ടാണ്. VO2+ മാറുന്നത് വനേഡിയം 3+ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ മാംഗനീസ് +7 മാംഗനീസ് +2 ആയിട്ട് മാറുകയാണ്. +2 എന്ന് പറയുമ്പോഴേയും 3D5 ആയിട്ട് വരും. 3D5. ക്രോമിയം 3+ ആയിട്ടാണ് മാറുന്നത്. ക്രോമിയം ആരും 24 ആണ്. 4s1 3D5 എന്നാണ്. ക്രോമിയം 3+ വരുമ്പോഴേയും 3D3 എന്നായിട്ട് മാറും. വനേഡിയം 23 ആണ്. 4s2 3D3 എന്ന്. വനേഡിയം 3+ വരുമ്പോഴേയും 3D2 ആയിട്ട് മാറും. 3D5 3D3 3D2 ഈ 3 കോൺഫിഗറേഷൻ സ്റ്റേബിൾ 3D5 ആണ്. D5 എന്ന് പറയുമ്പോഴേ ഹാഫിൽഡ് D ആണ്. അവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അവിടെ ഏറ്റവും പെട്ടെന്ന് റിഡക്ഷൻ വിധേയമാകുന്നത് MnO4- അറിയും. അത് കഴിഞ്ഞ് 3D3 നമുക്ക് T2G3 EG0 എന്ന് എഴുതും. അപ്പോൾ T2G ഹാഫിൽഡാണ്. അതുകൊണ്ട് 3D3 സ്റ്റേബിളാണ്. 3D2 അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് MnO4- അറിയും ഏറ്റവും റെഡ്യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഡൈക്രോമേറ്റ് ഏറ്റവും വീക്ക് വനേഡിയത്തിൻ്റെ ഓക്സൈഡ് ആയിരിക്കും, ഓക്സോ കാറ്റോൺ ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇവർ റിഡക്ഷൻ വിധേയമായി ഉണ്ടാകുന്ന പ്രോഡക്റ്റിന് സ്റ്റെബിലിറ്റി നോക്കിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. Question number 14. In order to oxidize plutonium and remove it from spent nuclear fuel, we use പ്ലൂട്ടോണിയത്തിന് ഈ ന്യൂക്ലിയർ ഫ്യൂവലിൽ നിന്നൊക്കെ ഉപയോഗം കഴിഞ്ഞുള്ള പ്ലൂട്ടോണിയത്തിന് പ്ലൂട്ടോണിയം ഹെക്സാഫ്ലൂറൈഡാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ് O2F2 ആണ്. ഇവർ പ്ലൂട്ടോണിയം ഹെക്സാഫ്ലൂറൈഡാക്കി മാറ്റാറുണ്ട്. ഈ രീതിയിൽ മാറ്റും. അപ്പോൾ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവലിൽ നിന്നും പ്ലൂട്ടോണിയത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ് O2F2 ഒക്കെയാണ്. യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് Cl(F3) ആണ്. ഓപ്ഷൻ B തന്നെ. ഇവിടെ ആൻസർ O2F2 ആയിട്ട് വരും. Question number 15. Which blue liquid obtained on reacting accumulated amounts of 2 gases at 30 degrees? ബ്ലൂ ലിക്വിഡിനേക്കാൾ ഉപരി ബ്ലൂ കളേർഡ് സോളിഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ബ്ലൂ കളേർഡ് സോളിഡ് അത് N2O3 ആണ് കേട്ടോ. നൈട്രജൻ്റെ ഓക്സൈഡുകളിൽ 2 പേർക്ക് മാത്രമേ കളറുള്ളൂ. ഒന്ന് N2O3, മറ്റൊന്ന് NO2. N2O3 ഒരു ബ്ലൂ കളേർഡ് സോളിഡ് എന്ന് പറയുന്നുണ്ട്. NO2 റെഡിഷ് ബ്രൗൺ കളറുടെ ഗ്യാസാണ്. അപ്പോൾ NOയും NO2 കൂടി മിക്സ് ചെയ്ത് നമുക്ക് N2O3 പ്രിപ്പയർ ചെയ്യാൻ പറ്റും. NO 2 ഗ്യാസാണ്, NO2 ഗ്യാസ് കൂടി ചേർന്ന് നമുക്ക് N2O3 ബ്ലൂ കളേർഡ് ഗ്യാസ് കിട്ടുകയും ബ്ലൂ കളേർഡ് സോളിഡ് കിട്ടുകയും ചെയ്യും. 16. The sulfide or which is not concentrated by froth flotation method. സാധാരണ സൾഫൈഡ് ഓർക്ക് വേണ്ടിയാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്താറുള്ളത്. പക്ഷേ ആർജൻറ്റേറ്റ് മാത്രം ലീച്ചിങ് വഴിയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആർജൻറ്റേറ്റ് അതുപോലെ ബോക്സൈറ്റ് സൾഫൈഡ് ഓറല്ല. അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ ലീച്ചിങ് വഴി കുറച്ചും കൂടി നല്ല മെത്തേഡ് അവർക്ക് അതാണ്. എന്നാൽ ബാക്കി സൾഫൈഡ് ഓറുകളൊക്കെ ഇസഡൻ സിങ്ക് ബ്ലെൻഡ് സ്പാലറേറ്റ് എന്നൊക്കെ വിളിക്കും. ഇത് ഗലീന കോപ്പർ പൈറേറ്റ്സ് ബാക്കി എല്ലാ സൾഫൈഡ് ഓറുകളും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് വഴിയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. Question number 17. Cheese is an example for ജെല്ലാണ്. ജെല്ലെന്ന് പറയുമ്പോഴേക്കും സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് ആണ്. ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് എന്ന് വിളിക്കുന്ന പേരാണ് ജെൽ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുമ്പോഴേക്കും സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ലിക്വിഡാണ് നമ്മൾ എമൽഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോൾഡ് എന്ന് വിളിക്കുന്ന പേരാണ് ജെൽ എന്ന് പറയുന്നത്. ഫോം എന്ന് പറയുന്നത് ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് ഫോം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചീസ് എന്ന് പറയുന്നത് ജെല്ലിന് എക്സാമ്പിളാണ് കേട്ടോ. ജെൽ ഓപ്ഷൻ C. അടുത്ത് മാച്ച് ദി ഫോളോവിങ്. സെനോണിൻ്റെ കുറച്ച് കോമ്പൗണ്ട് എന്നിട്ടുണ്ട് അവരുടെ ഷേപ്പുമായിട്ട് മാച്ച് ചെയ്യണം. XeOF4 നമ്മൾ നോക്കുമ്പോൾ
സെൻട്രൽ ആറ്റം സിനോൺ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ എക്സ് എന്ന് എഴുതുവാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം സിനോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ 8 പ്ലസ് നമ്പർ ഓഫ് സറൗണ്ടിങ് മോണോ വാലൻ്റ് ആറ്റംസ്, വാലൻസി 1 ആയിട്ടുള്ളത് 4 ഫ്ലോറിൻ, ഓക്സിജൻ മോണോ വാലൻ്റ് അല്ല, ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് 6 കിട്ടും. ആകെയുള്ള ഇലക്ട്രോൺ പെയർ 6 ആണ്. ദെൻ നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. സിനോണും സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഓക്സിജനും 4 ഫ്ലോറിനും മൊത്തം 5 പേരുണ്ട്. അപ്പോൾ ലോൺ പെയറിൻ്റെ വാല്യൂ 6 - 5 1. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഷേപ്പ് സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ്, സ്ക്വയർ പിരമിഡൽ. അപ്പോൾ എയുടെ നേരെ 3 എന്ന് വരണം. എയുടെ നേരെ 3 എന്ന് വരുന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ആയിത്തരം ആൻസർ എഴുതാൻ പറ്റും. XeO2F2 സീസോ ഷേപ്പാണ്, 4 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ. XeOF2 T ഷേപ്പാണ്, 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ. XeF4 സ്ക്വയർ പ്ലെയിനാർ ഷേപ്പായിട്ട് വരും, 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ. അടുത്ത് given the following data for the reaction x plus y gives z, which one is the rate law equation? അപ്പോൾ നമുക്ക് ഈ ടേബിൾ നോക്കിയിട്ട് റേറ്റ് ലോ പറയണം. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വൈ റേസ് ടു വൈ എന്ന് എഴുതും. എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എ എന്ന് കൊടുത്ത് ഇത് ബി എന്ന് കൊടുത്ത് എയും ബിയും കണ്ടുപിടിക്കണം, എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ബി അല്ല വൈയുടെ, ഇവിടെ വൈ ആണ്, എയും ബി അല്ല വൈ ആണ്. അപ്പോൾ എക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ വൈയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വൈയുടെ കോൺസ്റ്റൻ്റ് ആയിരുന്ന 2 റീഡിങ്സ് ആണ് ഇത്, ഒന്നാമത്തെ രണ്ടാമത്തെ 1 മോളാർ 1 മോളാർ. ആ സമയത്ത് എക്സ് നോക്കി 1ൽ നിന്ന് 2 ആയിട്ട് മാറി, ഡബിളായി. അപ്പോൾ റേറ്റും ഡബിളായി. കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് ഡബിളായി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റിന് ഡയറക്റ്റ്ലി റേറ്റ് അത് ഫസ്റ്റ് ഓർഡറിനാണ്. അപ്പോൾ അത് ഈ എക്സിൻ്റെ ഓർഡർ 1 ആണെന്ന് മനസ്സിലാക്കാം, എക്സിൻ്റെ ഓർഡർ 1. ഇനി വൈയുടെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. എക്സ് കോൺസ്റ്റൻ്റ് വരുന്ന റീഡിങ്സ് 1 3 കോൺസ്റ്റൻ്റ് ആണ്. ഒന്നാമത്തെ 3 റീഡിങ് 1 മോളാർ 1 മോളാർ. ആ സമയത്ത് നോക്കി ഈ വൈ ഡബിളായിട്ട് മാറി. വൈ ഡബിളായിട്ട് മാറിയപ്പോഴേയും റേറ്റ് മാറിയിട്ടേ ഇല്ല, 0.25 റേറ്റ് മാറുന്നില്ല എങ്കിൽ ആ റേറ്റ് ആ കോൺസ്റ്റൻ്റ് ഡിപ്പെൻഡ് ചെയ്യില്ലെന്ന് അർത്ഥം, എന്ന് പറഞ്ഞാൽ 0 ഓർഡർ എന്നർത്ഥം. അപ്പോൾ അതെ വൈയുടെ ഓർഡർ 0. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ട് വരും. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വൈ റേസ് ടു 0 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നേരത്ത് വൈയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് വെച്ച് നോക്കണം. വൈയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ നേരത്ത് എക്സ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ചേഞ്ച് നോക്കിയാൽ മതി. റേറ്റ് മാറുന്ന പോലെ കോൺസെൻട്രേഷൻ മാറുന്ന പോലെയാണ് റേറ്റ് മാറുന്നെങ്കിൽ 0 അല്ല ഫസ്റ്റ് ഓർഡർ. റേറ്റ് മാറുന്നില്ല എങ്കിൽ 0 ഓർഡർ. കോൺസെൻട്രേഷൻ മാറുമ്പോൾ റേറ്റ് അതിൻ്റെ ഡബിൾ സ്ക്വയർ ആയിട്ട് മാറുന്നെങ്കിൽ സെക്കൻഡ് ഓർഡർ. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 20. Given that Fe2++ 2 ഇലക്ട്രോൺ കേസ് Fe, E0യുടെ വാല്യൂ -0.44 വോൾട്ട്. Fe3++ 3 ഇലക്ട്രോൺ കേസ് Fe, E0യുടെ വാല്യൂ -0.036 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫോർ ദ റിഡക്ഷൻ Fe3++ 1 ഇലക്ട്രോൺ കേസ് Fe2+. അപ്പോൾ ഇവിടെ 3 റിഡക്ഷൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ 2 പേരുടെ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. മൂന്നാമത്തേനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 2 റിയാക്ഷൻ എങ്ങനെയൊക്കെ റിയറേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടണമെന്ന് നോക്കുക. നമുക്ക് വേണ്ടത് Fe3+ ആണ് ആദ്യം വേണ്ടത്. Fe3+ ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ ഞാൻ ആദ്യം ഇങ്ങനെ ഇറക്കി എഴുതി. Fe3++ 3 ഇലക്ട്രോൺ കേസ് Fe, പൊട്ടൻഷ്യൽ വാല്യൂ -0.036 വോൾട്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റിൽ വേണ്ടത് Fe2+ ആണ്. Fe2+യുടെ ഫസ്റ്റ് റിയാക്ഷനില്ല, ഇത് റിയാക്ഷനിലാണ്. നമുക്ക് വേണ്ടത് പ്രോഡക്റ്റിലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ആ റിയാക്ഷനെ നമ്മൾ തിരിച്ചെഴുതണം. റിവേഴ്സ് എഴുതുമ്പോഴേക്കും പൊട്ടൻഷ്യലിൻ്റെ സൈൻ മാറും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് തിരിച്ചെഴുതുമ്പോഴേക്കും പ്ലസ് ആയിട്ട് മാറും. രണ്ടുപേരും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ഇത് Fe ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കിത് Fe3+ എന്ന് കിട്ടും. പ്ലസ് 3 ഇലക്ട്രോണും 2 ഇലക്ട്രോൺ ക്യാൻസൽ കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 ഇലക്ട്രോൺ വരും. നമുക്ക് Fe2+. നമുക്ക് കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ കിട്ടുകയും ചെയ്യും. പക്ഷേ പൊട്ടൻഷ്യൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അഡിറ്റീവ് ക്വാണ്ടിറ്റീസ് അല്ല,
അപ്പോൾ നമ്മളിത് ഇത്തരം കേസുകളിൽ നമുക്കിത് ഇങ്ങനെ ഇക്വേഷൻ എടുക്കാം. E1N1 പ്ലസ് E2N2 ഇസ് ഈക്വൽ ടു E3N3. E1 എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ എഴുതിയേക്കുന്ന റിയാക്ഷൻ, അതിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ -0.036. N1 എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ എണ്ണം 3. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത് നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ 0.44. N2 എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ എണ്ണം 2. E3 നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. N3 അവിടെ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ എണ്ണം 1. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 0.772 വോൾട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ സി. അപ്പോൾ ആ ഇക്വേഷൻ ΔG0 -NF=0 അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. ΔG0 ഇത് ΔG0 1 ആണ്, ഇത് 2 3 ആണെങ്കിൽ ΔG3 ΔG1 + ΔG2. അപ്പോൾ ΔG -NF=0 ആണ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് E1N1 + E2N2 = E3N3 എന്ന് പറയുന്നത്. Question number 21. The limiting molar conductance of KCl and NaCl are 150 Siemens cm² mole inverse and 135 Siemens cm² mole inverse respectively. Calculate the difference in the limiting molar conductance of KBr and NABr in Siemens cm² mole inverse. കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് മോളാർ കണ്ടൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിമിറ്റിംഗ് മോളാർ കണ്ടൻസ് KBr and NABr ആണ്. തന്നേക്കണത് KClൻ്റെയും NaClൻ്റെയാണ്. ഈ λm0 ഓഫ് KCl എന്ന് പറയണത് λm0 ഓഫ് K++ λm0 ഓഫ് Cl- ആണ്. λm0 ഓഫ് NaCl എന്ന് പറയണത് λm0 ഓഫ് Na++ λm0 ഓഫ് Cl- ആണ്. നമ്മൾ ഇവരുടെ ഡിഫറൻസ് λm0 ഓഫ് KCl മൈനസ് λm0 ഓഫ് NaCl എടുക്കുകയാണെങ്കിൽ ഇത് മൈനസ് ഇതാണ്. അപ്പോൾ Cl- വാല്യൂ ക്യാൻസൽ ചെയ്തു. അപ്പോൾ λm0 ഓഫ് K+ മൈനസ് λm0 ഓഫ് Na+ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ ഡിഫറൻസ് λm0 ഓഫ് KBr മൈനസ് λm0 ഓഫ് NABr എന്ന് എടുത്തു കഴിഞ്ഞാൽ λm0 ഓഫ് K+ മൈനസ് λm0 ഓഫ് Na+. കാരണം Br- കോമൺ ടേം ആണ്. Cl- ക്യാൻസൽ ചെയ്തതുപോലെ Br- ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ KClഉം NaCl തമ്മിൽ ഡിഫറൻസ് തന്നെയായിരിക്കും KBrഉം NABr തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. KClഉം NaCl തമ്മിൽ ഡിഫറൻസ് 150 മൈനസ് 135 150 മൈനസ് 135 15 ആണ്. അപ്പോൾ അതേ ഡിഫറൻസ് തന്നെയായിരിക്കും KBrഉം NABr തമ്മിൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. Question number 22. The density of a solution prepared by dissolving 120 gram of urea in 1000 gram water is 1.15 gram per ml. The molarity of this solution is. Molarity കണ്ടുപിടിക്കാനാണ്. Molarity equation molarity is equal to WB into 1000 divided by MB into WA എന്നാണ്. മൊളാരിറ്റി അല്ല, MB into V എന്നാണ്. മൊളാരിറ്റിയാണ്. അപ്പോൾ WB into 1000 divided by MB into V. അപ്പോൾ WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ വെയിറ്റ് 120 ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB യൂറിയയുടെ മോളിക്കുലർ മാസ് 60. V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂട്ട് പ്ലസ് വോളിയം ഓഫ് സോൾവെൻ്റ് അല്ലേ. ഇവിടെ 1000 ഗ്രാം വാട്ടർ എന്നിട്ടുണ്ട്, പിന്നെ ആ സൊല്യൂഷൻ ഡെൻസിറ്റി എന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. ആ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് ഇവിടെ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസ് പ്ലസ് സോൾവെൻ്റെ മാസാണ്. സൊല്യൂട്ടിൻ്റെ മാസ് 120 ഗ്രാം, സോൾവെൻ്റെ മാസ് 1000 ഗ്രാം. അപ്പോൾ മൊത്തത്തിലുള്ള മാസ് 1000 പ്ലസ് 120, 1000 പ്ലസ് 120 ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ആ സൊല്യൂഷൻ്റെ മൊത്തത്തിലുള്ള ഡെൻസിറ്റിയാണ് 1.15 എന്ന് പറയുന്നത്. അപ്പോൾ അതേ വോളിയത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1000 പ്ലസ് 120 1120 ഡിവൈഡ് ബൈ 1.15 അതേ മുകളിലേക്ക് എടുത്തു 1.15. 60ഉം 120 ക്യാൻസൽ ചെയ്യാം, ഇവിടെ 2 എന്ന് പറഞ്ഞു തരും.
സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും 2 × 100 × 1.15 115 ഡിവൈഡ് ബൈ 112 എന്ന് വരും. 115 പിന്നെ ഏത് ക്യാൻസൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് 112 ആയിരുന്നെങ്കിൽ കിട്ടുന്ന ആൻസർ 2 എന്നായിരുന്നു. 115 ആകുമ്പോൾ കിട്ടുന്ന 2-നേക്കാൾ അല്പം കൂടുതൽ, 2-നേക്കാൾ ഒരല്പം കൂടുതൽ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, 2.3. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ എന്ന് കിട്ടും. Question number 23. If alpha is the degree of dissociation of Na2SO4, the Van Hoff's factor I used for calculating the molecular mass is. Na2SO4 ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. അയാൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 Na പ്ലസും ഒരു SO4 2- ഉണ്ട്. ഇത് 1 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നത് 2 ആയിരിക്കും, ഇത് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പോയത് ഒരു ആൽഫ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ആൽഫ പോയി, ബാക്കി മിച്ചത്തിലുണ്ടെന്ന് കരുതുക 1 - ആൽഫ. ഇത് അറ്റ് ഇനീഷ്യൽ ഇത്ര ഉണ്ടായിരുന്നു, അറ്റ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേയും ആൽഫ പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത്, ഇവിടെ നിന്ന് 1 പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആൽഫ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ആൽഫ ഉണ്ടാവും. ഇത് ബാക്കി ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാവുന്നത് ഈ ഇവിടെ ഇത് 1 ആയിരുന്നെങ്കിൽ ഇത് 1, ഇവിടെ നിന്ന് ആൽഫ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആൽഫ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഈ സമയത്ത് therefore ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അതാണ് I എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് 1 - ആൽഫ പ്ലസ് 2 ആൽഫ പ്ലസ് ആൽഫ. മൈനസ് ആൽഫ പ്ലസ് ആൽഫ ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1 + 2 ആൽഫ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് അയോൺസിനെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. 100% ഡിസോസിറ്റി ആണെങ്കിൽ I ഉം N ഉം ഈക്വൽ ആണ്. സോ 1 + 2 ആൽഫ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ 3 ഇസ് ദി ആൻസർ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോവിങ്. കുറേ കോമ്പൗണ്ടുകളും അവരുടെ മാഗ്നറ്റിക് ക്യാരക്ടറും. CrO2 അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, CrO2 ഇത്രയും പേര് ഫെറോ മാഗ്നറ്റിക്കിന് എക്സണൽ പഠിക്കുന്നതാണ് സോളിഡ് സ്റ്റേറ്റിനകത്ത്. അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, CrO2. അപ്പോൾ CrO2 ഫെറോ മാഗ്നറ്റിക് ആണ്. അപ്പോൾ പിയുടെ നേരെ 3 എന്ന് വരും. O2 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ O2 പാരാമാഗ്നറ്റിക്. MnO2 ആൻറ്റി ഫെറോ മാഗ്നറ്റിക്. NaCl ഡയാമാഗ്നറ്റിക്. Fa3O4 ഫെറി മാഗ്നറ്റിക്. നമ്മൾ സോൾഡ് സ്റ്റേറ്റിൽ എക്സാമ്പിൾ അത് കാണാമെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അതേ പിയുടെ നേരെ 3, അതുപോലെ തന്നെ ക്യൂവിൻ്റെ നേരെ 2, അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ അതേ ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് അതുപോലെ ആൻസറായിട്ട് വരുന്നത്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Powder of kernel of tamarind seeds is used as a grain solution to clean turbid water. ഇത് ഗ്രെയിൻ കെമിസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി വാളൻ പുളിയുടെ സീഡ്, പുളിങ്കുരു എന്ന് പറയുന്നത് അതിൻ്റെ പൗഡറാണ് ഉപയോഗിക്കാറുണ്ട്. പണ്ട് ആലം ഉപയോഗിക്കുമായിരുന്നു. പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റൊക്കെ, പൊട്ടാഷാല K2SO4.Al2SO4 അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇത് ഈ പൗഡർ ഓഫ് കെർണൽ ഓഫ് ടാമറിൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാസ്റ്റിക് വേസ്റ്റ് കണ്ടെയ്ൻ നോ ലെഡ് ആൻഡ് ഈസ് കോൾഡ് ഗ്രീൻ ഫ്യൂവൽ. ലെഡ് ഇല്ലാത്ത പെട്രോളിനേക്ക് അല്ലെങ്കിൽ ഫ്യൂവലിനേക്കാണ് നമ്മൾ ഗ്രീൻ ഫ്യൂവൽ എന്നൊക്കെ വിളിക്കുന്നത്. അതും കറക്റ്റാണ്. നൗവേഡേയ്സ് H2O വിത്ത് എ suitable catalyst used for ബ്ലീച്ചിങ് പേപ്പർ എന്ന് നമ്മൾ പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലോറിനൊക്കെ മാറ്റിയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. Tetrachloroethene CCl is used as a solvent for dry cleaning and it does not cause any pollution. തെറ്റാണ്. ഇറ്റ് കോസ് പൊല്യൂഷൻ. ഇത് എന്താ അണ്ടർഗ്രൗണ്ട് വാട്ടറിനൊക്കെ എന്തെങ്കിലും പൊല്യൂട്ടറാക്കി മാറ്റും. അതിൽ കാർസിനോജനിക്കാണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വസ്തുവാണ്. ഇന്ന് ഇതിന് പകരമൊക്കെ വേറെ എന്താ ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആണ് ഉള്ളതിൽ ഇൻകറക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് 20x? എഗ്ഗ് എണ്ണം പറയുന്നതാണ്. എണ്ണം പറയുന്ന വസ്തുക്കളുടെയൊക്കെ ഈ സിഗ്നിഫിക്കൻ്റ് ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റിയാണ്. 20x, 20 ബോൾ അങ്ങനെയൊക്കെ എണ്ണുന്ന വസ്തുക്കളെ 20 സെൻറ്റിമീറ്റർ ഒന്നും വരില്ല.
അപ്പോൾ 20x എണ്ണം നമ്പറൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പറയണം ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് 1 mol ഓഫ് അമോണിയ. അമോണിയയുടെ ഓക്സിഡേഷൻ, അമോണിയ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് NO and H2. അപ്പോൾ നമ്മൾ ഇത് ഓക്സിഡേഷൻ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോഴേക്കും 4NH3 + 5O2 ഗീവ്സ് 4NO + 6H2 എന്ന് കിട്ടും. നമ്മളിത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 മോൾ അമോണിയയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടും റിയാക്ട് ചെയ്യണമെങ്കിൽ 5 മോൾ ഓക്സിജൻ വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ 1 മോൾ ഓഫ് അമോണിയ, 1 മോൾ അമോണിയയ്ക്ക് എത്ര മോൾ വേണ്ടി വരുന്നു. അപ്പോൾ അത് 4 മോൾ അമോണിയയ്ക്ക് 5 മോൾ വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ അമോണിയയ്ക്ക് എത്ര മോൾ വേണമെന്ന് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ x = 1 × 5, 5 / 4, 5/4 മോൾ O2 വേണം. ദാറ്റ് ഈസ് 5/4 ഇൻറ്റു O2 മാസ് 32 ഗ്രാം ആണ്. അപ്പോൾ വെട്ടിക്കറിക്കുമ്പോഴേയും 8 5 × 8 40 ഗ്രാം എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. Question number 28. The correct set of quantum numbers n, l, m and s respectively for the unpaired electron of chlorine atom is. Chlorine atomic number 17 ആണ്. അപ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5 എന്നാണ്. ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് പെയർഡ് ആണ്. ലാസ്റ്റ് 3p5 നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരിക. ഫസ്റ്റ് ഇലക്ട്രോൺ, സെക്കൻഡ് ഇലക്ട്രോൺ, തേർഡ് ഇലക്ട്രോൺ, ഫോർത്ത് ഇലക്ട്രോൺ, ഫിഫ്ത്ത് ഇലക്ട്രോൺ വന്നു. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ അവസാനം വരുന്ന ഈ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ എന്നിൻ്റെ വാല്യൂ, എല്ലിൻ്റെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ, എസിൻ്റെ വാല്യൂ. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. എൽ എന്ന് പറഞ്ഞാൽ പി സബ്ഷെല്ലാണ്. പി ആകുമ്പോൾ ആ എല്ലിൻ്റെ വാല്യൂ 1. എം പറയുമ്പോഴേക്കും നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ -1 മുതൽ +1 വരെയാണ്. ഇതിന് -1 എന്ന് കൊടുക്കാം, ഇത് 0 എന്ന് കൊടുക്കാം, ഇത് +1. ആ +1ലാണ്. ഇനി സ്പിന്ന് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആകാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, +or -1/2. അപ്പോൾ ഇവിടെ ഇത് 3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. 3 1 1 +1/2. ഇതും വരാം അല്ലേ. പിന്നെ തിയററ്റിക്കലി നമ്മൾ ആദ്യം എല്ലാവരും ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കാറുള്ളത്, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നത്. അതുകൊണ്ട് മോസ്റ്റ് കറക്റ്റ് ആൻസർ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ചെറിയ ഡൗട്ട് വരും അല്ലേ. പക്ഷേ തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ ആദ്യം ക്ലോക്ക് വൈസ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് +1/2 തന്നെ മോസ്റ്റ് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ 2 ഓപ്ഷൻ കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി C and D എന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇനി കുറച്ചും കൂടി കറക്റ്റ്. പക്ഷെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളതിൽ മോസ്റ്റ് കറക്റ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ C ആയിട്ട് എടുക്കാം. കാരണം തിയററ്റിക്കലി പറയുമ്പോൾ ആദ്യം ക്ലോക്ക് വൈസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ഓപ്ഷൻ C is the answer. What is the distance of separation between second and third orbit of hydrogen? ഹൈഡ്രജനിലെ രണ്ടാമത്തെ ഓർബിറ്റും മൂന്നാമത്തെ ഓർബിറ്റും തമ്മിൽ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം, മൈനസ് രണ്ടാമത്തെ റേഡിയസ് വെച്ചാൽ 3ൻ്റെ റേഡിയസ് മൈനസ് റേഡിയസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് കിട്ടും. ഈ റേഡിയസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഇതാണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു 0.529 ഇൻറ്റു n² ഡിവൈഡ് ബൈ z ആംസ്ട്രോങ്. അപ്പോൾ ഡിഫറൻസ് ആണ്. ആ തേർഡ് മൈനസ് സെക്കൻഡ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. 0.529 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇസഡ് വേണ്ട, n². അപ്പോൾ ആദ്യം 3 ആണ്. അപ്പോൾ 3² മൈനസ് 2² ആംസ്ട്രോങ് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതേ 0.529 ഇൻറ്റു 9 - 4 5 എന്ന് വരും. സോ 5 × 5 25. ഇപ്പോൾ 2 പോയിൻറ്റ് സംതിങ് വരും. സോ 2 പോയിൻറ്റ് ഒരു ഓപ്ഷൻ ഉള്ളൂ. 2.645 ആംസ്ട്രോങ് എന്ന് വരും. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതാണ്. 0.529 ഇൻറ്റു n² ഡിവൈഡ് ബൈ z ആംസ്ട്രോങ് എന്നാണ്.
ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. എൻ ഓർബിറ്റിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മൾ തേർഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക മൈനസ് സെക്കൻഡ് ഓർബിറ്റ് റേഡിയസ്. അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം 0.529 ഇൻറ്റു n1² മൈനസ് n2². n1 അല്ല n3² മൈനസ് n2² എന്ന് പറഞ്ഞാൽ. Question number 30. Identify the least stable ion among the following is Li minus, Be minus, B minus, C minus. Lithium atomic number 3 ആണ്. ഒരു ഇലക്ട്രോൺ വഴി 4 ഇലക്ട്രോൺസ് ആയി. 4 ഇലക്ട്രോൺ ആകുമ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ 1s2 2s2 ആയി. ബെറീലിയം ആ നമ്പർ 4 ആണ്. ഒരു ഇലക്ട്രോൺ വരുമ്പോഴേയും അയാൾക്ക് 5 ഇലക്ട്രോൺസ് ആയി. 5 ഇലക്ട്രോൺ വരുമ്പോഴേയും 1s2 2s2 2p1 എന്നായിട്ട് മാറും. ബോറോൺ 5 ആണ്. ഒരു ഇലക്ട്രോൺ വരുമ്പോഴേയും 6 ഇലക്ട്രോൺ ആയി. അപ്പോൾ കോൺഫിഗറേഷൻ 1s2 2s2 2p2 എന്നായിട്ട് മാറും. കാർബൺ 6 ആണ്. ഒരു മൈനസ് വരുമ്പോഴേയും 7 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ അയാളുടെ കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ഇത് s2 കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേബിളാണ്. p3 ഹാഫ് ഫിൽഡ് സ്റ്റേബിളാണ്. p1 p2 നോക്കിക്കഴിഞ്ഞാൽ p1 ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ s2 ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോണിനെ കളയാൻ ഏറ്റവും ടെൻഡൻസി ഉള്ളത് ബി മൈനസിനാണ്. എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതൽ ബി മൈനസ്, അപ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. p1 ആയതുകൊണ്ട് പെട്ടെന്ന് ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ട് അയാൾ s2 ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. The successive ionization energies in kilojoule per mole of a metal X are 740, 1500, 7000, 10500, 13600, 18000 and 21700. Which ion is the most likely to be formed when X reacts with chlorine? അപ്പോൾ സക്സസീവ് അയണൈസേഷൻ എന്തായാലും ഇവിടെ വാല്യൂ എന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അയണൈസേഷൻ താല്പര്യയുടെ വാല്യൂയിൽ നിന്നും അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കും. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഡിഫറൻസ് ഏതൊക്കെ തമ്മിലാന്ന് നോക്കിയാൽ മതി. IE1 അതിൻ്റെ വാല്യൂ ആണ് 740. IE2 അതിൻ്റെ വാല്യൂ 1500 ആണ്. അപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 760 ഒക്കെ അടുത്ത് വരും. ദെൻ IE3 7000 ആണ്. അപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 5500 ഒക്കെ വരും. IE4ൻ്റെ വാല്യൂ 10500 ആണ്. അപ്പോൾ ഡിഫറൻസ് ഒരു 3500 ഡിഫറൻസ് വരും. ഇത് 4 ആണ്. IE5ൻ്റെ വാല്യൂ 13600 ആണ്. അപ്പോൾ ഡിഫറൻസ് ഇതൊരു 10500, ഇത് 13600 ആണ്. അപ്പോൾ ഏകദേശം ഒരു 2000 സംതിങ് 2100 ഡിഫറൻസ് ഒക്കെ വരും. IE6 ആണെങ്കിൽ IE6ൻ്റെ വാല്യൂ 18000. 13ഉം 18ഉം തമ്മിൽ ഡിഫറൻസ് ഒരു 5400 ഒക്കെ ഡിഫറൻസ് വരും അല്ലേ. അടുത്ത 21700 ആണ്. ഡിഫറൻസ് ഒരു 18 ഒരു 3000 സംതിങ് വരും. 3000 സംതിങ്. അപ്പോൾ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡിഫറൻസ് പറഞ്ഞാൽ 5500 7000ഉം 1000 ഡിഫറൻസ് പറഞ്ഞാൽ 5500 ഡിഫറൻസ് വരും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ എലമെൻറ്റ് സ്റ്റേബിളായിട്ട് മാറി. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി വെരി ഹൈ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺ എണ്ണം 2 ആണ്. അപ്പോൾ 2 വാലൻസ് ഇലക്ട്രോൺ പോകുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ഒക്ടേറ്റായിട്ട് മാറുമായിരിക്കും. അപ്പോൾ 2 ഇലക്ട്രോണിനെ കളയണം. അപ്പോൾ X 2 ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ X 2+ ആയിട്ട് മാറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന് കിട്ടും. Question number 32. The species having bond order different from that of CO. CO എന്ന് പറയുമ്പോഴേക്കും കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 3 ആണ്. കാർബണിൽ 6 ഇലക്ട്രോൺ, ഓക്സിൽ 8 ഇലക്ട്രോൺ, 8 ആറും 14 ഇലക്ട്രോൺസ്. നമുക്കറിയാം 14 ഇലക്ട്രോൺ വരുന്ന ഏത് ഡയാറ്റോമിക് മോളിക്കൂളാണെങ്കിലും അവരുടെ ഇടയിലുണ്ടാകുന്ന ബോണ്ട് ഓർഡർ 3 ആണ്. ഏറ്റവും ഹയസ്റ്റ് ബോണ്ട് ഓർഡർ 3 ആണ്. അത് 14 ഇലക്ട്രോൺസ് ഉള്ള ഡയാറ്റോമിക് മോളിക്കൂൾ കേസിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ നോക്കി നോക്കും. NO മൈനസ് എന്ന് പറയുമ്പോഴേ നൈട്രൽ 7, ഓക്സിജൻ 8, ഒരു മൈനസ് ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോൾ 16 ഇലക്ട്രോൺസ് ആയി. 16 വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ കിട്ടും. ഇവിടെ ആണെങ്കിൽ 7ഉം 8ഉം ഒരു പ്ലസ് ഒരു ഇലക്ട്രോൺ കുറവാണ്. 14 ഇലക്ട്രോൺ. 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3. ഇവിടെ കാർബണിൽ 6 ഇലക്ട്രോൺ, നൈട്രൽ 7 ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോഴും 14 ഇലക്ട്രോൺ. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 3.
ഇവിടെയാണെങ്കിൽ 7 + 7 40 ഇലക്ട്രോൺ. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 3 ആണ്. സോ ഈ 3 കേസിലും ബോണ്ട് ഓർഡർ 3 ആണ്. ഇവിടെ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. Question number 33. The d orbital involved in sp3d hybridization is sp3dയിലെ d എന്ന് പറയുന്നത് dz² ആണ്. sp3d2 എന്ന് പറയുകയാണെങ്കിൽ dz² dx² - y² വരും. sp3d3 എന്ന് പറയുകയാണെങ്കിൽ ആ 3 d എന്ന് പറഞ്ഞാൽ dxy dxz dyz ആണ്. sp-യിലെ p എന്ന് പറയുകയാണെങ്കിൽ pz ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആയിട്ട് വരും. Question number 34. A gaseous mixture of 2 moles of A, 3 moles of B, 5 moles of C and 10 moles of D is contained in a vessel. Assuming that gases are ideal and partial pressure of C is 1.5 atm, total pressure is. Partial pressure equation. Partial pressure of a gas is equal to mole fraction of that gas into total pressure. Partial pressure 1.5. Mole fraction എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സി. നമ്പർ ഓഫ് മോൾസ് 5 ആണ്. 5 മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് ഈസ് 2 + 3 + 5 + 10 ഇൻറ്റു ടോട്ടൽ പ്രഷറാണ്. സോ 1.5 is equal to 5 divided by 20 into P total. 5 divided by 20 4i. So 4 into 1.5 6i. So P total is equal to 4 into 1.5 680. So last option is the answer. Question number 35. The reaction cyanamide with dioxygen was carried out in a bomb calorimeter and delta U was found to be -742.7 kJ per mole at 290 Kelvin. Calculate the enthalpy change for the reaction. Calculate the enthalpy change. Delta H കണ്ടുപിടിക്കണം. ഡെൽറ്റ യു എന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധമാണ് ഡെൽറ്റ എച്ച് is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് പറയും. ഡെൽറ്റ യുവിൻ്റെ വാല്യൂ -748.7 kJ per mole ആണ്. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. ഗേഷ്യസ് പ്രോഡക്റ്റ് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും, ഇത് ലിക്വിഡാണ്. അപ്പോൾ 1 + 1 2. ഇവിടെയാണെങ്കിൽ ഇത് സോൾഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. അപ്പോൾ 2 - 3/2 2 - 1.5 അല്ലേ. 1 + 2 - 0.5 എന്ന് കിട്ടും. അപ്പോൾ 0.5 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.314 kJ ആയതുകൊണ്ട് 10⁻³ 3. ടെമ്പറേച്ചർ 298 Kelvin എന്ന് പറയുന്നുണ്ട്. സോ -748.7 പ്ലസ് 0.5 ഇൻറ്റു 8.314. അപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് വരും. അപ്പോൾ 0.5 ഇൻറ്റു 8.3 പറഞ്ഞാൽ 4.157 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.298 എന്ന് പറയാം. 0.298 നമുക്ക് 0.3 എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 4 എന്ന് എടുക്കാം. 4 ഇൻറ്റു 0.3 നമുക്കിത് 1.2 എന്ന് എടുക്കാം. സോ -748.7 പ്ലസ് 1.2 വരും. അപ്പോൾ ഏകദേശം -742, അതിനേക്കാൾ അല്പം കുറവ്, മൈനസ് സൈൻ ഉൾപ്പെടെ. സോ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് നമുക്കറിയാം. മൈനസ് സൈൻ മാറത്തില്ല. അപ്പോൾ അങ്ങനെ ആൻസർ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. Question number 36. The solubility product of barium sulfate is 1.2 into 10⁻⁻10. Its solubility in 0.1 molar sodium sulfate is 0.1 molar sodium sulfate കണ്ടുപിടിക്കണം. നമുക്കറിയാം ബേറിയം സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് Ba2+ ആയിട്ടും SO4 2- ആയിട്ട് മാറും. അപ്പോൾ KSPയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KSP is equal to കോൺസെൻട്രേഷൻ ഓഫ് ബേറിയം 2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2-. KSPയുടെ വാല്യൂ 1.2 ഇൻറ്റു 10⁻⁻10. ഇതിൻ്റെ ബേറിയം സോൾവിൽ നമുക്ക് NaCl കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കോൺസെൻട്രേഷൻ ബേറിയം അയോണിൻ്റെ സോൾട്ട് കണ്ടുപിടിച്ചാൽ മതി. സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ NaClൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാം. Na2SO4 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 Na+ ഉണ്ടാവും, 1 SO4 2- ഉണ്ടാവും.
അതായത് നമ്മൾ എടുക്കുന്ന N/1 മോളാർ ആണെങ്കിൽ എടുക്കുന്ന S/2 മൈനസും ഉണ്ടാകുന്ന S/2 മൈനസും അതിൻ്റെ 1 മോളാർ ആയിരിക്കും, 1 മോളാർ ആയിരിക്കും. അപ്പോൾ ഇത് 0.1 മോളാർ ആണെങ്കിൽ സൾഫേറ്റും 0.1 മോളാർ ആയിരിക്കും. അപ്പോൾ സൾഫേറ്റിൻ്റെ സ്ഥാനത്ത് 0.1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ബേറിയം അയൺ കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും കോൺസെൻട്രേഷൻ ബെറിയം സൾഫേറ്റ് ഇൻ 0.1 മോളാർ എന്ന് പറയുന്നത്. സോ 1.2 × 10⁻⁻10 ഡിവൈഡ് ബൈ 0.1 ദാറ്റ് ഈസ് 10⁻⁻1. സോ 1.2 × 10⁻⁹ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Question number 37. The pH of a solution is 5. To this solution, sufficient acid is added to decrease the pH to 2. The increase in hydrogen ion concentration is. pHൻ്റെ വാല്യൂ 5 എന്ന് പറയുമ്പോഴേക്കും കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ വാല്യൂ 10⁻⁻5 ആണ്. നമുക്കതിനെ pHൻ്റെ വാല്യൂ 2 ആക്കി മാറ്റണം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ വാല്യൂ 10⁻⁻2 മാറ്റണം. അപ്പോൾ എത്ര ടൈംസ് കൂടുമെന്ന്. അപ്പോൾ നമ്മൾ 10⁻⁻5 ഡിവൈഡ് ബൈ 10⁻⁻6 കഴിഞ്ഞാൽ 10⁻⁻3 അല്ലെങ്കിൽ തിരിച്ചു നോക്കാം. 10⁻⁻2 വലുത്. 10⁻⁻2 ഡിവൈഡ് ബൈ 10⁻⁻5 നമുക്ക് 10⁻3 എന്ന് കിട്ടും. 1000 മടങ്ങായിട്ട് കൊടുക്കും. ഇതാണ് വലിയ വാല്യൂ, ഇത് ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ എത്ര ഇരട്ടിയ H+ കൂടിയെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ 1000 മടങ്ങാണ് ഇത്. 10⁻3 ടൈംസ് ആണിത്. സോ 1000 ടൈംസ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ എന്ന് വരും. Question number 38. Solubility product of salt of type AB, AB2, A3B at temperature T R വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോലിബിലിറ്റിയുടെ ഓർഡറിൽ എഴുതാനാണ് വെച്ചേക്കണം. അപ്പോൾ AB എന്ന് പറയുന്ന ടൈപ്പ് സോൾട്ട്, AB ആണെങ്കിൽ നമുക്കറിയാം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ A+ ആയിട്ടും B- ആയിട്ടും മാറും. സോലിബിലിറ്റി S ആണ്. അപ്പോൾ KSP = കോൺസെൻട്രേഷൻ ഓഫ് A+ ഇൻറ്റു കോൺസെൻട്രേഷൻ B- എന്ന് വരും, S × S എന്ന് വരും. അപ്പോൾ KSP = S² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ S √of KSP എന്ന് വരും. അപ്പോൾ റൂട്ട് ഓഫ് ABയുടെ വാല്യൂ എന്നിട്ടുണ്ട്. ABയുടെ വാല്യൂ 4 × 10⁻⁻10 -8. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 4ൻ്റെ റൂട്ട് 2 × 10⁻⁻4 എന്ന് വരും. രണ്ടാമത്തേത് AB2 ടൈപ്പാണ്. AB2 സ്പ്ലിറ്റ് ചെയ്യണ A 2+ ആയിട്ടും 2B- ആയിട്ടാണ്. അപ്പോൾ ഇത് എസ്സും ഇത് 2S ആയിട്ട് എടുക്കുകയാണെങ്കിൽ KSP = കോൺസെൻട്രേഷൻ ഓഫ് A2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B- ദ ഹോൾ സ്ക്വയർ എന്നാവും. S × 2S ദ ഹോൾ സ്ക്വയർ എന്നാവും. S × 4S² എന്നാവും. അപ്പോൾ KSP = 4S³ എന്നാവും. അപ്പോൾ S = √of KSP/4 എന്നാണ്. ഒരു AB2 ടൈപ്പ് സോൾട്ട് ആണെങ്കിൽ എസ്സും KSP തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോഴേക്കും S = √of KSP/4 എന്ന് വരും. √of KSPയുടെ വാല്യൂ 3.2 × 3 ഞാൻ 32 എന്ന് എഴുതി. അപ്പോൾ 32 എന്ന് എഴുതുവാണെങ്കിൽ 10⁻⁻15 എന്ന് വരും. ഡിവൈഡ് ബൈ 4. 32/4 8 ആണ്. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. 10⁻⁻15ൻ്റെ ക്യൂബ് റൂട്ട് 10⁻⁻5 ആണ്. സോ 2 × 10⁻⁻5 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ടൈപ്പ് A3B ടൈപ്പാണ്. A3B സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3A+ ഉണ്ടാവും. 3A+ഉം ഒരു B3- ഉണ്ടാവും. ഇത് 3S ആണെങ്കിൽ ഇത് S ആയിരിക്കും. അപ്പോൾ KSP = കോൺസെൻട്രേഷൻ ഓഫ് A+ ദ ഹോൾ ക്യൂബ് വരും ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B3-. അപ്പോൾ 3Sൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും 27S³ ഇൻറ്റു S 27S⁴. അങ്ങനെയാണെങ്കിൽ S = 4th √of KSP ഡിവൈഡ് ബൈ 27 എന്ന് വരും. ഡിറൈവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 4th √of KSPയുടെ വാല്യൂ 2.7. ഞാൻ 27 എന്ന് എഴുതി. 27 എന്ന് എഴുതുവാണെങ്കിൽ 10⁻⁻16 എന്ന് വരും. ഡിവൈഡ് ബൈ 27. 27 ക്യാൻസൽ ചെയ്തു. √16ൻ്റെ 4th റൂട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁻4 ആണ്. ദാറ്റ് ഈസ് 1 × 10⁻⁻4 എന്ന് പറയും. ഇത് 1 × 10⁻⁻4, ഇത് 2 × 10⁻⁵, ഇത് 2 × 10⁻⁴. അപ്പോൾ 10ൻ്റെ പവർ നോക്കണം. 10⁻⁴, 10⁻⁴. ഇത് അത് 1 × ആണ്, ഇത് 2 × ആണ്. അപ്പോൾ ഇതാണ് വലിയ വാല്യൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി AB-ക്കാണ്. AB കഴിഞ്ഞാൽ A3B-ക്കാണ്. ലാസ്റ്റാണ് AB2 വരിക. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ എന്ന് പറയും. Question number 39. White phosphorus reacts on reaction with
aqueous NaOH gives phosphane as one of the product. White phosphorus boiling NaOH സൊല്യൂഷനുമായി ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫോസ്ഫീനും കിട്ടും, സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റുമാണ് കിട്ടുക. ഇവിടെയാണെങ്കിൽ ഫോസ്ഫറസ് 0 സ്റ്റേറ്റ്, ഇവിടെ ഫോസ്ഫറസ് -3 സ്റ്റേറ്റ്, ഇവിടെ ഫോസ്ഫറസിൻ്റെ ഓക്സിജൻ നമ്പർ +1 സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു സബ്സ്റ്റൻസിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമാകുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് ഇതൊരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആയിരിക്കും. How many coordinated water molecules are present in CuSO4.5H2? CuSO4.4H2യുടെ കറക്റ്റ് ഫോർമുല എങ്ങനെയാണ്? CuH2O 4 times SO4.H2 എന്ന് വരും. 5 വാട്ടർ മോളിക്കുകളിൽ 4 വാട്ടർ മോളിക്കുകളാണ് കോർഡിനേറ്റ് വഴി ഫോം ചെയ്യുക. വെളിയിൽ കിടക്കുന്ന ഒരു വാട്ടർ മോളിക്കുൾ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നത് പറയുന്നത്. ഒരു വാട്ടർ മോളിക്കുൾ ഹൈഡ്രജൻ ബോണ്ട് വഴി. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരും. The compound of calcium used in the preparation of mortar is, mortar ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡും സാൻഡും ചേർന്നുണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ പേരാണ് മോർട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. 42. The following compounds have been arranged in the increasing order of solubilities. Identify the correct order. ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം. ബെറിയം കാർബണേറ്റുകളാണ്. കാർബണേറ്റുകളുടെയും സൾഫേറ്റുകളുടെയും സോലബിലിറ്റി താഴോട്ട് വരുന്നതോറും ഡിക്രീസ് ചെയ്യണം. താഴോട്ട് വരുന്നതോറും ലാറ്റിസ് എന്താൽപ്പി കൂടി വരുന്നു, ഹൈഡ്രജൻ എന്താൽപ്പി കുറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് സോലബിലിറ്റി കാർബണേറ്റുകളുടെയും ഹൈഡ്രോക്സൈഡുകളുടെയും ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ കാർബണേറ്റുകളുടെയും സൾഫേറ്റുകളുടെയും സോലബിലിറ്റി ഡിക്രീസ് ചെയ്യും. സ്റ്റെബിലിറ്റി ആണെങ്കിൽ ഇൻക്രീസ് വരും. ഹൈഡ്രോക്സൈഡുകളെ ആയിരുന്നെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി ആയാലും സോലബിലിറ്റി ആയാലും ബേസിക് ക്യാരക്ടർ ആയാലും എല്ലാം ഹൈഡ്രോക്സൈഡുകളുടെ കൂടി വരും. കാർബണേറ്റുകളുടെയും സൾഫേറ്റുകളുടെയും സ്റ്റെബിലിറ്റി കൂടി വരും, പക്ഷേ സോലബിലിറ്റി കുറയാണ്. അതുകൊണ്ട് ബെറീലിയം കാർബണേറ്റ് ആണ് കൂടുതൽ സോലബിൾ. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വരും. 43. Total number of structural isomers represented by the molecular formula C4H10O is. C4H10O ഇത് CnH2n+2O എന്ന് പറയുന്ന രീതിയിലാണ്. ഇത് ഒരു ആൽക്കഹോളിൻ്റെ ഈതറിൻ്റെ ഫോർമുലയാണ്. ആൽക്കെയിൻ്റെ ഫോർമുല കൂടെ ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അതൊരു ആൽക്കഹോളോ ഈതറോ ആയിരിക്കും. അപ്പോൾ 4 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അപ്പോൾ നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഉണ്ട്, ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ ഉണ്ട്, സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഉണ്ട്, ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഉണ്ട്. 4 ആൽക്കഹോൾ വരയ്ക്കാൻ പറ്റും. സോ നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതാണ് നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അടുത്ത ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതാണ് ഐസോ ഗ്രൂപ്പ്. ഇത് ഐസോ പ്രൊപ്പൈലാണ്, വീണ്ടും സിലിണ്ടർ ഐസോ ബ്യൂട്ടൈലാണ്, ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി സെക്കൻഡറി കാർബണിൽ OH വരികയാണെങ്കിൽ അതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ടെർഷ്യറി കാർബണിൽ OH വന്നാൽ അതാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അങ്ങനെ 4 ആൽക്കഹോൾ വരയ്ക്കാൻ പറ്റും. ഇനി ഈതർ വരയ്ക്കാം. CH3 CH2 CH2 OCH3 മെത്തോക്സി പ്രൊപ്പൈൻ വരയ്ക്കാം. വേറെ ഒന്ന് എത്തോക്സി ഈതൈൻ വരയ്ക്കാം. പിന്നെ വേറെ ഒന്ന് ഒരു മീതയിൽ ഇങ്ങനെ ബ്രാഞ്ചൊക്കെ കൊടുത്തിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. മെത്തോക്സി പ്രൊപ്പൈൻ 2 മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയും. ഇത് 1 മെത്തോക്സി പ്രൊപ്പൈൻ, ഇത് 2 മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയും. അപ്പോൾ അതേ 4 ആൽക്കഹോളും വരയ്ക്കാം, 3 ഈതറും വരയ്ക്കാം. സോ ടോട്ടൽ 7 സ്ട്രക്ചറൽ ഐസോമർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 44. Complete combustion of a sample of hydrocarbon gives 0.66 gram of carbon dioxide and 0.36 gram of water. The empirical formula of the compound is. അപ്പോൾ ഹൈഡ്രോകാർബണിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ അത് ബേൺ ചെയ്യുമ്പോഴേയും ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും വെയിറ്റ് എന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കാർബണിൻ്റെ മാസ് ഡിവൈഡ് ബൈ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ്, ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അത് എക്സ് എടുത്തു, അത് തന്നിട്ടില്ല, ഇൻറ്റു 100. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു 0.66 ഇൻറ്റു 100 66 ഡിവൈഡ് ബൈ എക്സ് എടുക്കാം.
ഈ 44ഉം 64ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. 2ഉം 12ഉം ക്യാൻസൽ ആണെങ്കിൽ 6 എന്ന് വരും. 6 × 3 18 ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. അടുത്താണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു ഹൈഡ്രജൻ്റെ മാസ് വാട്ടറായിട്ട് പറഞ്ഞത്. അപ്പോൾ വാട്ടറിൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ്റെ മാസ് 2 ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ഇൻറ്റു മാസ് ഓഫ് വാട്ടർ ഫോംഡ് 0.36 ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എക്സ് ഇൻറ്റു 100. അപ്പോൾ സോൾവ് ചെയ്യുമ്പോഴേക്കും 2 × 36 ഡിവൈഡ് ബൈ 18 ഇൻറ്റു എക്സ്. അപ്പോൾ ഈ 36ഉം 18ഉം ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടും. നമുക്ക് 4 ഡിവൈഡ് ബൈ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് വേണമെങ്കിൽ രണ്ടിടത്തേയും മാസ് സെയിം ആണ്. അപ്പോൾ എന്തായാലും ഇത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും ക്യാൻസൽ ചെയ്തൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് എടുത്തിരിക്കുന്ന കുറവാനും മാസം 1 ഗ്രാമായിട്ട് സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് 18 തന്നെ എടുക്കാം. 18%. ഇതിൻ്റെ മാസ് 4% എന്ന് എടുക്കാം. ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു 1 gram. രണ്ടും ഈക്വലാണ്, രണ്ടും സെയിം ഓർഗാനിക് കോമ്പൗണ്ട് ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കിട്ടുന്ന വാട്ടറിൻ്റെയും വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് എക്സ് ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാലും ക്യാൻസൽ ചെയ്തു. എക്സിന് വാല്യൂ ഏത് എടുത്താൽ കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എക്സിന് വാല്യൂ 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് മൊത്തം 100% വരത്തില്ല. അല്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കാണിക്കാം. 18 ഡിവൈഡ് ബൈ x%, 4 ഡിവൈഡ് ബൈ x%. എക്സിൻ്റെ വാല്യൂ ആയിക്കട്ടെ. എലമെൻറ്റ്സ് കാർബണും ഹൈഡ്രജനും. പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയായിരുന്നു 18 ഡിവൈഡ് ബൈ എക്സ്. ഇതാണെങ്കിൽ 4 ഡിവൈഡ് ബൈ എക്സ്. നമ്മളിവിടുന്ന് ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ ആറ്റോമിക് മാസ് ആണ്. അപ്പോൾ 18 ഡിവൈഡ് ബൈ എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ 12. 4 ഡിവൈഡ് ബൈ എക്സ് ഡിവൈഡ് ബൈ 1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളിനി റേഷ്യോ എടുക്കുന്നു. ഇവിടെ രണ്ടിടത്തും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 18/12 3/2 3/2 1.5 എന്നായി. ഇത് 4 ഡിവൈഡ് ബൈ 1 4 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഹോൾ നമ്പർ റേഷ്യോയ്ക്ക് മാറണം. ഹോൾ നമ്പർ റേഷ്യോ വരുമ്പോൾ നമ്മൾ രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.5 × 2 3 എന്ന് കിട്ടും. 4 × 2 8 എന്ന് കിട്ടും. അപ്പോൾ കാർബണിൻ്റെ എണ്ണം 3, ഹൈഡ്രജൻ എണ്ണം 8. സോ എംപിരിക്കൽ ഫോർമുല വിൽ ബി C3H8 എന്ന് കിട്ടും. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. ഓസോണോളിസിസ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഗേവ് മെത്തനാൽ, പ്രൊപ്പനോൺ, ഈഥെയ്ൻ 1,2 ഡയാൽ. ദ IUPAC നെയിം ഓഫ് ദി ഹൈഡ്രോകാർബൺ ഈസ് മെത്തനാൽ എന്ന് പറയുമ്പോഴേയും HCHO. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോഴേയും അസറ്റോൺ CH3C ഡബിൾ ബോണ്ട് OH3. ഈഥെയ്ൻ 1,2 ഡയാൽ എന്ന് പറയുമ്പോഴേയും ഗ്ലയോക്സാൽ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്, ഇത് ഏത് ആൽക്കീൻ ഓസോണോടെയും ഇത് കിട്ടുന്ന ആലോചിച്ച് നോക്കണം. ഇതിവിടെ ഗ്ലയോക്സാൽ, ഈ ഗ്രൂപ്പ് നടുക്ക് വരുന്ന ഗ്രൂപ്പുകളായിരിക്കണം. കാരണം അപ്പുറം ഇപ്പുറം ഓക്സിജൻ ഉണ്ട്. അത് രണ്ടുപേരും എൻഡിലായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഫോർമാൽഡിഹൈഡ് കൊടുത്തു, HCHO ഡബിൾ ബോണ്ട്. പിന്നെ ഒരു എൻഡിലായിട്ട് അസറ്റോൺ C ഡബിൾ ബോണ്ട് O CH3. നടുക്കായിട്ട് ഗ്ലയോക്സാൽ CHO ഡബിൾ ബോണ്ട്. ഇതാണ് ഗ്ലയോക്സാൽ. നമുക്കറിയാം ഓസോണോൾസിൻ്റെ അത് ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന കാർബണിൽ അപ്പുറം ഇപ്പുറം നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ ഈ 2 ഓക്സിജൻ കളഞ്ഞിട്ട് ഈ ഡബിൾ ബോണ്ട് അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് CH2 എന്നായിട്ട് മാറി. C2H ഡബിൾ ബോണ്ട്. ഇത് ചേർത്ത് എഴുതുവാണെങ്കിൽ CH സിംഗിൾ ബോണ്ട് CH. ഈ 2 ഓക്സിജൻ കളയും. അപ്പോൾ ഡബിൾ ബോണ്ട് അങ്ങ് ചേർത്ത് എഴുതി CH3 എന്ന് കിട്ടും. ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ആണെങ്കിൽ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാർബൺ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 എന്ന് വരും. 4 മീഥൈൽ എന്ന് കൊടുത്തുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. 4 മീഥൈൽ പെൻഡ. കാരണം ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. പെൻഡ 1,3 ഒന്നാമത്തേലും ഡബിൾ ബോണ്ട്. പെൻഡ 1,3 ഡൈൻ കിട്ടും. 4 മീഥൈൽ പെൻഡ 1,3 ഡൈൻ. ഡബിൾ ബോണ്ടിനെ പ്രയോറിറ്റി. അപ്പോൾ ഡബിൾ ബോണ്ട് മിനിമം നമ്പർ ഓഫ് സൈഡ് ഇതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് 2 ആയിട്ട് മാറിപ്പോകും. അപ്പോൾ മിനിമം നമ്പർ വരേണ്ടത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഇവിടുന്ന് നമ്പർ എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. 46. ദ എൻ പ്രോഡക്റ്റ് ഇൻ ദി ഫോളോവിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ ഈസ്. എൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം.
കാൽഷ്യം ഓക്സൈഡ് കാർബണുമായിട്ട് ചൂടാക്കുമ്പോൾ നമുക്ക് കാൽഷ്യം കാർബൈഡ് എന്ന് കിട്ടും. കാൽഷ്യം കാർബൈഡ് ഓൺ ഹൈഡ്രോളിസ് ഗീസ് അസറ്റിലീൻ കിട്ടും. C2H2 എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് CH. സൾഫ്യൂരിക് ആസിഡ് മെർക്കുറി സൾഫേറ്റുമായി ട്രീറ്റ് ചെയ്യുന്നു. ഈ സൾഫ്യൂരിക് ആസിഡും മെർക്കുറി സൾഫേറ്റും ഉപയോഗിക്കുന്നത് ആൽക്കൈൻ്റെ ഹൈഡ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആൽക്കൈൻ്റെ ഹൈഡ്രേഷനാണ്. ആൽക്കൈനിലോട്ട് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ട്രിപ്പിൾ ബോണ്ട് പറ്റിയിട്ട് ഒരു കാർബണിൽ H വരെയും ഒരു കാർബണിൽ OH വരും. നമുക്ക് വിനൈൽ ആൽക്കഹോൾ കിട്ടും. ഇത് ഈനോൾ ഫോമാണ്. ഡബിൾ ബോണ്ടും ഉണ്ട് OH ഉണ്ട്. ഈനോൾ ഫോം. അത് സ്റ്റേബിൾ ആയാലും കീറ്റോ ഫോം ആയിട്ട് മാറും. ഈ നിൽക്കുന്ന H ഇത് ഇങ്ങോട്ട് ചാടും, ഈ നിൽക്കുന്ന ഡബിൾ ഇങ്ങോട്ട് ചാടും. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ടും അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറും. അപ്പോൾ C എന്ന് പറയുന്ന കോമ്പൗണ്ട് അസറ്റാൽഡിഹൈഡാണ്. ഈ ദൈനിലോട്ട് വാട്ടർ സൾഫ്യൂരിക് ആസിഡും മെർക്കുറി ഓർത്തിരിക്കണം, ഇത് വെള്ളമാടിയെന്ന റിയാക്ഷനാണ്. അങ്ങനെ വെള്ളമാടിയുമ്പോഴേക്കും നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. ഈ ഈതൈൻ മാത്രമേ ആൽഡിഹൈഡിനെ തരത്തുള്ളൂ. വേറെ ഏത് ആൽക്കൈനിലോട്ടും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു കീറ്റോൺ ആയിരിക്കും. ഇനി അസറ്റാൽഡിഹൈഡ്, ഇത് ഹൈഡ്രസീനാണ്, ഒരു ബേസുമായി ട്രീറ്റ് ചെയ്യുന്നു. അസറ്റാൽഡിഹൈഡിനെ ഹൈഡ്രസീൻ പിന്നീട് എത്തിലീൻ ഗ്ലൈക്കോൾ KOHുമായി ട്രീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ വോൾഫ് കിഷ്ണർ റിഡക്ഷനാണ്. എടുത്തിരിക്കുന്ന ആൽഡിഹൈഡിനെ നമുക്ക് ആൽക്കനേക്ക് മാറ്റാൻ പറ്റും. CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH. CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് OH ഇങ്ങനെയാണ്. അപ്പോൾ CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2. CH3 ആയിട്ട് മാറും. സോ ആൽഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ടു ഈതൈൻ ആയിട്ട് മാറും. സോ D എന്ന് പറയുന്നത് ഈതൈനാണ്. വോൾഫ് കിഷ്ണർ റിഡക്ഷനാണ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും എല്ലാം പേരൻ്റ് ആൽക്കൈനാക്കി മാറ്റുന്ന റിയാക്ഷനാണ് വോൾഫ് കിഷ്ണറും അതുപോലെ ക്ലമൻസൺ റിഡക്ഷനൊക്കെ. ഹൈഡ്രസീനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വോൾഫ് കിഷ്ണർ റിയാക്ഷനാണ്. So last option is the answer. Question number 47. The element that does not form monoxide. കാർബൺ ഫാമിലിയിൽ സിലിക്കൺ ആണ് മോണോക്സൈഡ് ഫോം ചെയ്യാത്ത. SiO എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇല്ല. വെരി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ SiO എക്സിസ്റ്റ് ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ മോണോക്സൈഡ് ഫോം ചെയ്യാറുണ്ട്. 48. If pKw is equal to 13.36 at 50 degrees Celsius, the pH of pure water at the same temperatures. pKw നമുക്കറിയാം pH പ്ലസ് POHനെയാണ് pKw എന്ന് പറയുന്നത്. ഒരു പ്യുവർ വാട്ടർ ആണെങ്കിൽ, പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള H+ൻ്റെയും OH- ൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ PHൻ്റെയും POHൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് pH ആയതുകൊണ്ട് ഞാൻ ഈ POHൻ്റെ സ്ഥാനത്തും കൂടി നമ്മൾ pH എന്ന് കൊടുത്തു. കാരണം pHും POHും ഈക്വലാണ്. അപ്പോൾ pH പ്ലസ് pH is equal to pKw. 2pH is equal to pKw. or pH is equal to pKw divided by 2. pKwൻ്റെ പകുതി 13.36 divided by 2. അപ്പോൾ നമുക്കത് 6.63 എന്ന് കിട്ടും. 6.68 അല്ലേ, 6.68 എന്ന് കിട്ടും. So option B, second option is the answer. Question number 49. The decreasing order of reactivity towards electrophilic substitution reaction of the following compound. ഇത് ബെൻസീനാണ്, ഇത് അനിലീനാണ്, ഇത് ക്ലോറോബെൻസീൻ ആണ്, ഇത് ടൊളുവീൻ ആണ്. നമ്മളെല്ലാ ഓർഗാനിക് ചാപ്റ്ററിലും പഠിക്കുന്ന റിയാക്ഷൻസ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഇലക്ട്രോഫിലിക് ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനും എല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഈ റിയാക്ഷനിൽ ഏറ്റവും റിയാക്റ്റീവ് ആയുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് അനിലീനാണ്. ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയുള്ള +R ഗ്രൂപ്പുള്ളത്, ഏറ്റവും കൂടുതൽ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾ NH2 ഗ്രൂപ്പാണ്. അവിടെ മോസ്റ്റ് റിയാക്റ്റീവ് അനിലീനാണ്. അനിലീൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ റിയാക്റ്റീവ് ഫിനോളാണ്. ഫിനോൾ കഴിഞ്ഞാൽ അനിസോളാണ്, ദെൻ ടൊളുവീൻ, ദെൻ ബെൻസീൻ, ദെൻ ക്ലോറോബെൻസീൻ, ദെൻ നൈട്രോബെൻസീൻ. ഇതാണ് റിയാക്റ്റീവുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഏറ്റവും റിയാക്റ്റീവ് അനിലീൻ, രണ്ടാമത് ഫിനോൾ, മൂന്നാമത് അനിസോൾ, നാലാമത് ടൊളുവീന്, പിന്നെ ബെൻസീന്, പിന്നെ ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ ബെൻസീനേക്കാൾ ലെസ് റിയാക്റ്റീവാണ്. അപ്പോൾ ഇവിടെ ബെൻസീൻ ഉണ്ട്, അനിലീൻ ഉണ്ട്, ക്ലോറോബെൻസീൻ ഉണ്ട്, മീഥൈൻ ഉണ്ട്. അപ്പോൾ 2 ആണ് ഏറ്റവും റിയാക്റ്റീവ്. 2 ആദ്യം വരും. 2 ആദ്യം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇത് ആദ്യം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇതാണ് ടൊളുവീനാണ്. ടൊളുവീനിൽ മീഥൈൽ ഹൈപ്പർ ക്വാണ്ടിഫിക്കേഷൻ വഴി റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യും. അവ രണ്ടാം സ്ഥാനത്ത് ഇത് വരും. പിന്നെ മൂന്നാമത് ബെൻസീൻ വരും. നാലാമത് ലാസ്റ്റാണ് ഈ ക്ലോറോബെൻസീൻ വരത്തുള്ളൂ, ലാസ്റ്റ് വരും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട്. ക്ലോറോബെൻസിലെ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു വിഡ്രോവിങ് ഗ്രൂപ്പാണ്. ക്ലോറിൻ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. ക്ലോറിൻ ഓർത്തോപാരഡൈറ്റിംഗ് ഗ്രൂപ്പൊക്കെ ആണെങ്കിലും പക്ഷേ റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടുള്ള ആളാണ്
ക്ലോറിൻ എന്നൊക്കെ പറയുന്നത്. സോ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following statements are true with respect to electronic displacement in a covalent bond? ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പറേറ്റ്സ് ത്രൂ പൈ ബോണ്ട്. തെറ്റാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇലക്ട്രോൺസ് പങ്കെടുക്കുന്ന ഇഫക്റ്റാണ്. അപ്പോൾ സിഗ്മ എന്നാണ് വേണ്ടത്. മൂവ്മെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് വെൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു. റെസൊണൻസ് ഇഫക്റ്റ് ഓപ്പറേറ്റ്സ് ത്രൂ സിഗ്മ ബോണ്ട്. തെറ്റാണ്. റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പറേറ്റ് സിഗ്മ ബോണ്ട്, ഇത് കറക്റ്റാണ്. റെസൊണൻസ് എഫക്റ്റ് ഓപ്പറേറ്റ്സ് ത്രൂ പൈ ബോണ്ട്, കറക്റ്റാണ്. റെസൊണൻസ് ആൻഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പറേറ്റ് സിഗ്മ ബോണ്ട്, തെറ്റാണ്. സോ 3ഉം 4ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ എക്സാമിന് വന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. Yes, we can start today's discussion, whole topic questions. The first question, see, prokaryotic DNA is, ഇപ്പോൾ നമുക്കറിയാം organisms, cells, organized cell ഉള്ള ജീവികൾ, nothing less than a cell is not a perfect life. അത് നമ്മൾ ഓർത്തിരിക്കും. ഒരു പെർഫെക്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ ആയിരിക്കണം. മൾട്ടി സെല്ലുലാർ ഓഫ് കോഴ്സ്. ഇപ്പോൾ സെൽ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ലൈഫ് അല്ല. അതുകൊണ്ടാണ് വൈറസുകൾ പെർഫെക്റ്റ് ലൈഫ് അല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അവർക്ക് ലൈഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ദേ ആർ ഓൾസോ ഓർഗാനിസംസ് ലിവിങ്. അതാണ് എസ് സെല്ലുലാർ ഓർഗാനിസം. വൈറസസ്, വൈറോയിഡ്സ് ഒക്കെ എസ് സെല്ലുലാർ, നോ സെൽ സ്ട്രക്ചർ. നോൺ സെല്ലുലാർ, എസ് സെല്ലുലാർ എന്ന് പറയുന്നത്. ഇപ്പോൾ സെല്ലുലാർ ഓർഗാനിസം അതാണ് പെർഫെക്റ്റ് ഓർഗാനിസം. സെൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓർഗാനിസത്തെ. പ്രൊകാരിയോട്ടിക് സെൽ സ്ട്രക്ചറുള്ള ജീവികൾ, യുക്കാരിയോട്ടിക് സെൽ സ്ട്രക്ചറുള്ള ജീവികൾ. ഇപ്പോൾ പ്രൊകാരിയോട്ടിക് സെൽ സ്ട്രക്ചറിൽ സെൽ ഓർഗനൈസ്ഡ് ആണ്, പക്ഷേ അവിടെ ന്യൂക്ലിയസ്, കാരിയോൺ വെൽ ഓർഗനൈസ്ഡ് അല്ല. കാരണം ജനറ്റിക് മെറ്റീരിയൽ സെല്ലിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഓർഗനൈസ്ഡ് ഓർഗനിലാണ് ന്യൂക്ലിയസ്. അതിന് ന്യൂക്ലിയർ എൻവലപ്പ് വേണം. ജനറ്റിക് മെറ്റീരിയൽ പാക്ഡ് വിത്തിൻ ന്യൂക്ലിയർ എൻവലപ്പ്. അപ്പോൾ അത് ട്രൂ ന്യൂക്ലിയസ്, യുക്കാരിയോൺ. എന്നാൽ ജനറ്റിക് മെറ്റീരിയൽ simply placed somewhere in the cell or cytoplasm without a nuclear membrane envelope. അതാണ് പ്രിമിറ്റീവ് ന്യൂക്ലിയസ്, പ്രൊകാരിയോൺ. അപ്പോൾ പ്രൊകാരിയോൺ ഉള്ള സെല്ലുകൾ, അതാണ് പ്രൊകാരിയോട്ടിക് സെല്ലുകൾ. ബാക്ടീരിയകൾ എക്സാമ്പിൾസ്. എല്ലാ സെല്ലുലാർ ഓർഗാനിസത്തിലും, പ്രൊകാരിയോട്ടായാലും യുക്കാരിയോട്ടായാലും, ജനറ്റിക് മെറ്റീരിയൽ ഓർ ജീനോമീസ് DNA. ചില വൈറസുകളിൽ മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ RNA ആയിട്ടുള്ളൂ. ഓൾ സെല്ലുലാർ ഫോംസ് ഹാവ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ, വെദർ ഇറ്റ് ഈസ് പ്രൊകാരിയോട്ടിക് സെൽ ഓർ യുക്കാരിയോട്ടിക് സെൽ. പക്ഷേ ഈ പ്രൊകാരിയോട്ടിക് സെല്ലിലെ DNA നേക്കഡ് ആയിരിക്കും. DNA നേക്കഡ് മീൻസ് DNA ഡബിൾ ഹെലിക്സ് ആസ് സച്ച്, നോ പ്രോട്ടീൻ കോൺജുഗേറ്റഡ്. DNAയുടെ പാക്കേജിങ്ങിൽ വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസ് യുക്കാരിയോട്സിലുണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് കോൺജുഗേറ്റ് ചെയ്താണ് DNA വെച്ചേക്കുന്നത്. അപ്പോൾ നെയ്ക്കഡ് അല്ല, എപ്പോഴും ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് ഒട്ടിച്ചേർന്നാണ് DNA ഇരിക്കുന്നത് നമ്മളുടെ സെല്ലിൽ. അതാണ് നെയ്ക്കഡ് അല്ല. എന്നാൽ പ്രൊകാരിയോട്ടിക് സെല്ലിൽ DNA ആസ് സച്ച്, നോ പ്രോട്ടീൻ കോൺജുഗേറ്റഡ്, ഹിസ്റ്റോൺസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നെയ്ക്കഡ് ആയിരിക്കും പ്രൊകാരിയോട്ടിക് DNA എന്നെപ്പോഴും പറയുന്നത്. മറ്റൊരു പ്രധാന വിശേഷം, ദ DNA ഓഫ് പ്രൊകാരിയോട്ടിക് സെൽ വിൽ ബി സർക്കുലാർ. ലീനിയർ DNA ആണ് നമുക്കുള്ളത്, ബട്ട് പ്രൊകാരിയോട്ടിക് DNA വിൽ ബി സർക്കുലാർ. അങ്ങനെയാണ് രണ്ട് എൻഡും കൂട്ടി യോജിക്കുന്ന ഒരു സ്ട്രക്ചർ. പക്ഷേ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, ഡബിൾ ഹെലിക്സ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNA ജീനോമുള്ള ഒരു സെൽ പോലും ഇല്ല.
അപ്പോൾ prokaryotic DNA will be double stranded and circular and naked. അങ്ങനെ ഒരു വിശേഷവും വരാം. So option 2 the answer. Next question is from fungi. Fungi നമുക്കറിയാം രണ്ട് തരം ഹൈഫകൾ ഉള്ള ഫംഗസുകളുണ്ട്. സിനോസിറ്റിക് ഹൈഫ, ക്രോസ് വാൾസ് ഇല്ലാത്ത, ബ്രാഞ്ച്ഡ് സിനോസിറ്റിക് ഹൈഫ ചേർന്ന മൈസീലിയം വെജിറ്റേറ്റീവ് ബോഡിയുള്ള ഫംഗസുകൾ, അത് ഫൈക്കോമൈസിറ്റ്സ് ക്ലാസ് മാത്രം. ആസ്കോ ബെസിഡിയോ ഡിറ്റ്യൂറോമൈസിറ്റ്സിനൊക്കെ സെല്ലുലാർ ഹൈഫയാണ്, ക്രോസ് വാളുണ്ട്, ഹൈഫ സെൽ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ്, ചിലപ്പോൾ ഡൈകാരിയോട്ടിക് ആയിട്ട് 2 ന്യൂക്ലിയസ് വരാം. എന്നാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സിനോസൈറ്റിക് അല്ല. റീപ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർ വെജിറ്റേറ്റീവ് ഫ്രാഗ്മെൻറ്റേഷൻ എല്ലാ ഫംഗസുകളിലുമുണ്ട്. ഇനി എസെക്ഷലായിട്ട് സ്പോർ ഉണ്ടാകാറുണ്ട്. അതിൽ കൊണീഡിയോസ്പോഴ്സ് കാണുന്നത് ആസ്കോമൈസിറ്റ്സിലും ഡ്യൂറ്ററോമൈസിറ്റ്സിലും. ബെസിഡിയോമൈസിറ്റ്സിൽ എസെക്ഷൽ സ്പോർ ഉണ്ടാകുന്ന പ്രക്രിയ ഇല്ല. എന്നാൽ ഫൈക്കോമൈസിറ്റ്സിൽ സൂസ്പോഴ്സ്, മോട്ടൈൽ എസെക്ഷൽ സ്പോഴ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. സെക്ഷുവാലിറ്റി അത് സിംഗമി ഫൈക്കോമൈസിറ്റ്സിലുണ്ട്. ബാക്കി ആസ്കോ ബെസിഡിയോമൈസിറ്റ്സിൽ കാരിയോഗമി ഫോളോഡ് ബൈ പ്ലാസ്മോഗമി, എന്നിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട്, അങ്ങനെ സ്റ്റേജ് ആയിട്ട് വരും. ഡൈകാരിയോട്ടൈസേഷൻ പ്രോസസ്സിലൂടെ സെക്ഷുവാലിറ്റി. ഡിറ്റോറോമൈസിറ്റ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നിൽ, എസെക്ഷൽ റീപ്രൊഡക്ഷനേ ഉള്ളൂ ഡിറ്റോറോമൈസിറ്റ്സ്. അപ്പോൾ സെക്ഷുവാലിറ്റിക്ക് ശേഷം ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകും, വലിയ മാസീവ് സ്ട്രക്ചർ. സെക്ഷുവാലിറ്റിയിൽ സൈഗോട്ട് ഉണ്ടായിട്ട് പിന്നീട് ഫഞ്ചി ആർ ഓൾ ഹാപ്ലോയിഡ്. അപ്പോൾ സൈഗോട്ട് ഉണ്ടായാൽ അടുത്ത ജനറേഷൻ ഉണ്ടാകാനായിട്ട് റിഡക്ഷൻ ഡിവിഷൻ മസ്റ്റാണ്. അതിനെ തുടർന്ന് ഹാപ്ലോയിഡ് സ്പോർട്സ് സെക്ഷുവാലിറ്റിക്ക് ശേഷം ഉണ്ടാകും. അത് ആസ്കോസ്പോർട്സ്, ആസ്കോകാർപ്പ് എന്ന വലിയ ഫ്രൂട്ടിംഗ് ബോഡിക്കകത്തുണ്ടാകും. അതാണ് ആസ്കോമൈസിറ്റ്സ്. ബെസിഡിയോകാർപ്പ് എന്ന വലിയ ഫ്രൂട്ടിംഗ് ബോഡി, അതിലുണ്ടാകും ബെസിഡിയോസ്പോർട്സ്, സെക്ഷുവാലിറ്റിക്ക് ശേഷമുള്ള സ്പോർട്സ്. അതാണ് ബെസിഡിയോമൈസിറ്റ്സ്. ഇപ്പോൾ നമ്മുടെ കൂണ് അഗാറിക്കസ്, അത് എഡിബിൾ മഷ്റൂം അഗാറിക്കസ്. അപ്പോൾ അതിൽ നമ്മൾ ആഹാരമായിട്ട് എടുക്കുന്ന അംബ്രല ഷേപ്ഡ് കൂണാണ്, അത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പോൾ ഫ്രൂട്ടിംഗ് ബോഡി ബെസിഡിയോകാർപ്പ് എന്നറിയപ്പെടും അഗാറിക്കസ് അഥവാ എഡിബിൾ മഷ്റൂമിലൊക്കെ. സോ ബെസിഡിയോകാർപ്പാണ് എഡിബിൾ പാർട്ട്. ചൂസ് ദ ബ്ലാക്ക് മോൾഡ്. ബ്ലാക്ക് മോൾഡ് ഫൈക്കോമൈസിറ്റ്സിൽ വരുന്ന മ്യൂക്കോർ, അതാണ് പോപ്പുലർലി ബ്ലാക്ക് മോൾഡ് എന്നറിയപ്പെടും, ബ്ലാക്ക് ഫംഗസ് എന്നൊക്കെ അറിയപ്പെടും. ഇത് സാധാരണ സാപ്രോഫൈറ്റിക് ആണ്, എക്സ്ക്ലൂസീവ്ലി സാപ്രോഫൈറ്റിക് ആണ്. അപ്പോൾ ഓർഗാനിക് ഡെഡ് മാറ്റർ, വെജിറ്റബിൾസ് അതിലൊക്കെയാണ് വളരുക. അത് എസെക്ഷലായിട്ട് സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ സ്പോർ ബെയറിങ് സ്പൊറാഞ്ചികളെല്ലാം ബ്ലാക്കിഷ് കളറാണ്. അങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഈ പൂപ്പ് കാണപ്പെടും. ഷുഗറി ബ്ലഡുള്ള കേസിൽ ചിലപ്പോൾ നമ്മളിൽ അപൂർവമായിട്ട് ഈ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്ത് വളരാറുണ്ട്. അത്തരം ഡിസീസുകളൊക്കെ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കേൾക്കുകയും ചെയ്യും. സാധാരണ രീതിയിൽ ഹ്യൂമനിലൊന്നും വളരില്ല ഈ മ്യൂക്കോറും ഫൈക്കോമൈസിറ്റ്സും. അതെല്ലാം സാപ്രോഫൈറ്റിക്കാണ്, ഓർഗാനിക് ഡെഡ് സബ്സ്റ്റൻസുകളിലാണ് വളരുക. ആസ്പെർജില്ലസ് ആസ്കോമൈസിറ്റൻ ഫംഗസാണ് ആസ്പെർജില്ലസ്. അതും സാപ്രോഫൈറ്റാണ്. ഷുഗറി സൊല്യൂഷൻസിലും ഫ്രൂട്ട്സിലും ഒക്കെയാണ് ആസ്പെർജില്ലസ് വളരുക. പക്ഷേ പക്സീനിയ ഒസ്റ്റിലോഗയും ബെസിഡിയോമൈസിറ്റിൽ വരും. അതിൽ പക്സീനിയ പാരസൈറ്റ്, സാപ്രോഫൈറ്റ് അല്ല, പാരസൈറ്റ്, ബട്ട് ഹ്യൂമനിലൊന്നുമല്ല, വീറ്റിൽ ഗോതമ്പിൻ്റെ ഒരു പ്രധാന പാരസൈറ്റാണ് അസ്റ്റിലാഗോ. റസ്റ്റ് രോഗം ഉണ്ടാക്കും. പക്സീനിയ റസ്റ്റ് രോഗം, വീറ്റ്. അസ്റ്റിലാഗോ മെയ്സ്, ചോളം പോലുള്ള ചെടികളുടെ ഇൻഫ്ലോറസൻസിൽ ഇൻഫെക്റ്റ് ചെയ്യും, അതും പാരസൈറ്റാണ്. എന്നിട്ട് സ്മട്ട്, അഴുകിപ്പോകും ഇൻഫ്ലോറസൻസ്, സ്മട്ട് രോഗം അസ്റ്റിലാഗോ ഉണ്ടാക്കും.
Next question, the intestine of pollen grain is made up of. You remember it? Pollen grain, ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുമ്പോൾ പോളൻ ഗ്രെയിൻസ് ഒരു 25 തൊട്ട് 50 മൈക്രോമീറ്റർ സൈസുള്ള ഒരു ലാർജ് സെല്ലിൻ്റെ സൈസുള്ള മെയിൽ ഗ്യാമറ്റോഫൈറ്റാണ് പോളൻ ഗ്രെയിൻ. അതിനകത്താണ് മെയിൽ ഗ്യാമേറ്റ് സ്പേം ഉണ്ടാക്കാനുള്ള ജനറേറ്റീവ് സെൽ ഇരിക്കുന്നത്. പിന്നെ ഒരു വെജിറ്റേറ്റീവ് സെൽ. 2 വാൾ ലെയേഴ്സ് ഉണ്ട് പോളൻ ഗ്രെയിൻ. അതിൻ്റെ ഇന്നർ വാൾ ലെയർ സാധാരണ സെൽ വോൾ സെല്ലുലോസ് മെയ്ഡാണ്. അപ്പോൾ ഇൻറ്റൈൻ സെല്ലുലോസ് മെയ്ഡാണ്. അതിന് ഔട്ടറായിട്ടുള്ളത് ആന്തറിൻ്റെ ഭിത്തിയിലെ ഇന്നർമോസ്റ്റ് ലെയറായ ടെപ്പീറ്റം സെക്രീറ്റ് ചെയ്ത് കൊടുത്ത ഒരു വെരി ഹാർഡ് ആൻഡ് മോസ്റ്റ്ലി ഡ്യൂറബിൾ സബ്സ്റ്റൻസ് ആണ് എക്സൈൻ. പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ ലെയർ എക്സൈൻ. അതാണ് സ്പോറോപൊളിനിൻ. യുബിഷ് ബോഡി എന്നറിയപ്പെടും, പോളൻ യെല്ലോ എന്നും അറിയപ്പെടും. സ്പോറോപൊളിനിൻ ദ മോസ്റ്റ്ലി ഡ്യൂറബിൾ സബ്സ്റ്റൻസ്. അത് പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ വോൾ എക്സൈൻ. അതിനകത്ത് ഇൻറ്റൈൻ, അത് സാധാരണ സെൽ വോൾ പ്ലാന്റ് സെൽ വോൾ സെല്ലുലോസ് മെയ്ഡാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ്. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമുക്ക് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ചിലപ്പോൾ സീഡ് ഡെവലപ്പ് ചെയ്യുമെന്നറിയാം. അപ്പോമിക്സിസ് സാധാരണ മിയോസിലൂടെ ഗ്യാമേറ്റ് ഉണ്ടാകും, എഗ്ഗും സ്പേമും, ഹാപ്ലോയിഡ് സ്പേമും എഗ്ഗും ഉണ്ടാകും. അത് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട്, എന്നിട്ട് അത് എംബ്രിയോയും സീഡും ആകും. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നാലേ ഓവ്യൂൾ സീഡാവും. അത് നോർമൽ കേസ് അതാണ്. അതിലുണ്ടാകുന്ന എംബ്രിയോ ഡിപ്ലോയിഡ് ആയിരിക്കും. അത് 2 പേരൻറ്റിൻ്റെ ഗ്യാമേറ്റ് ചേർന്നുണ്ടായ സൈഗോട്ട് വളർന്നുണ്ടായ ഡിപ്ലോയിഡ് എംബ്രിയോ. എന്നാൽ അബ്നോർമലി ചില പ്ലാന്റിൽ, ഗ്രാസുകളിലും മറ്റുമൊക്കെ അപ്പോമിക്സിസ് എന്നൊരു ഫിനോമിന. അവിടെ ഈ മെഗാസ്പോർ ഉണ്ടാകുമ്പോൾ മിയോസിസ് ഇല്ല. മൈറ്റോട്ടിക് സെല്ലുകൾ തന്നെ മെഗാസ്പോറായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് ആ മെഗാസ്പോറിൽ നിന്ന് സാധാരണ 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്ന പോലെ 8 ന്യൂക്ലിയേ, പക്ഷേ ആ ന്യൂക്ലിയസ് എല്ലാം ഡിപ്ലോയിഡ് ആയിരിക്കും. പക്ഷേ മോർഫോളജിക്കലി എംബ്രിയോസാക്കാണ്. അതിലെ ന്യൂക്ലിയസൊക്കെ ഹാപ്ലോയിഡിന് പകരം ഡിപ്ലോയിഡാണ്. അങ്ങനെ ഒരു സെല്ല്, ഡിപ്ലോയിഡ് സെല്ല്, എംബ്രിയോസാക്ക്, സോക്കോൾഡ് എംബ്രിയോസാക്കിലെ ഒരു സെല്ല് എഗ്ഗായിട്ട് ഫങ്ഷൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്പേമായിട്ട് ഫ്യൂസ് ചെയ്യാൻ തയ്യാറാകും. അതാണ് ഡിപ്ലോയിഡ് എഗ് ഫോർമേഷൻ. അത് സ്പേമായിട്ട് ഫ്യൂസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് ഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ഡിപ്ലോയിഡാണ്. ഹാപ്ലോയിഡ് എഗ്ഗിൻ്റെ കൂടെ സ്പേം ഫ്യൂസ് ചെയ്യും ടിപ്പിക്കലി. അപ്പോൾ ഡിപ്ലോയിഡായിട്ട് ഒരു എഗ്ഗ് എംബ്രിയോസാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ കാണുന്നുവെങ്കിൽ അത് പിന്നെ എഗ്ഗല്ല, ദാറ്റ് ഇസ് എ ഡിപ്ലോയിഡ് സെൽ. അത് സൈഗോട്ടായിട്ട് ഫങ്ഷൻ ചെയ്യും വിതൗട്ട് ഫ്യൂഷൻ. എന്നിട്ടത് തുടർന്ന് വളർന്ന് എംബ്രിയോ ഉണ്ടാകും. ബൈ ദ ടൈം ഓവ്യൂൾ സീഡാകും. അപ്പോൾ ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ടും അതിനകത്ത് സീഡും വരിക. സീഡിൽ ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ട്, പക്ഷേ അത് മിയോസിസിന് ശേഷം ഹാപ്ലോയിഡ് ഉണ്ടായി ഫെർട്ടിലൈസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ടുണ്ടായി എംബ്രിയോ ഉണ്ടാകുന്നതിന് പകരം മദർ പേരൻറ്റിൻ്റെ ഡിപ്ലോയിഡ് സെൽ, ഡിപ്ലോയിഡ് എഗ്ഗും അത് തുടർന്ന് എംബ്രിയോയുമായി. അപ്പോൾ യൂണിപേരൻ്റൽ എംബ്രിയോ ആണ്. മെയിൽ സെൽ ഫ്യൂസ് ചെയ്യാത്ത എംബ്രിയോ ആണ്. അതാണ് എസെക്ഷലി ഫോംഡ് എംബ്രിയോ. അതാണ് അപ്പോമിക്റ്റിക് എംബ്രിയോ. അങ്ങനെ അപ്പോമിക്റ്റിക് എംബ്രിയോയും സീഡും ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഫ്രൂട്ടും ഡെവലപ്പ് ചെയ്യും. സീഡിന് പുറത്ത് ഓവറിവോൾ ഫ്രൂട്ടാകും. whenever ovule grow into seeds, naturally overevolved fruit ആകും. എന്നാൽ സീഡ് ഉണ്ടാകാതെ ഫ്രൂട്ട് ഉണ്ടാകുക, അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് വരിക, അങ്ങനെയും വരാം. പക്ഷെ അവിടെ സീഡ് ഉണ്ടായില്ല, അപ്പോൾ അവിടെ അപ്പോമിക്സിസ് ഒന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ മോർ ഫോക്കസ് കൊടുക്കുന്നത് സീഡ്ലെസ് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഈസ് സീഡ്ലെസ് ഫ്രൂട്ട്. ഇപ്പോൾ അപ്പോമിക്റ്റിക്കായിട്ട് സീഡ് ഉണ്ടായ ഒരു ഫ്രൂട്ട് ഉണ്ടായാൽ അത് ഫെർട്ടിലൈസേഷൻ ഇല്ലാത്ത ഫ്രൂട്ടാണ്, പക്ഷേ നമുക്കത് അറിയാൻ ഒക്കില്ല, സീഡുണ്ട്. ഫെർട്ടിലൈസേഷനിലൂടെ സീഡ് ഉണ്ടായി ഫ്രൂട്ട് വരും, അതിലും സീഡുണ്ട്. അപ്പോൾ അപ്പോമിക്റ്റിക്കായിട്ട് സീഡ് ഉണ്ടായപ്പോൾ വരുന്ന ഫ്രൂട്ടിനെ നമുക്ക് സെക്ഷുവാലിറ്റിയുടെ ഫലമായിട്ട് സീഡ് ഉണ്ടായപ്പോൾ വന്ന ഫ്രൂട്ടുമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. മോർഫോളജിക്കലി ഫ്രൂട്ട് കണ്ടാൽ അറിയാൻ പറ്റില്ല. പക്ഷേ സപ്പോസ് എ ഫ്രൂട്ട് ഈസ് ദെയർ ഫോമിങ്
ഇപ്പോൾ ബനാനയിലെ പോലെ അവിടെ ഫ്രൂട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഒരിക്കലും സീഡില്ല. സീഡില്ലെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഏതായാലും നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ സീഡില്ല. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇൻവേരിയബിളി സീഡ് വരുമല്ലോ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ അപ്പോമിറ്റിക്കായിട്ടും സീഡ് വരാം. ഏതായാലും ഫെർട്ടിലൈസേഷൻ നടന്നാൽ നോ പ്രോബ്ലം, സീഡ് ഷുവറായിട്ടും വരും. അപ്പോൾ സീഡുള്ള ഫ്രൂട്ടുകളെ നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് വരിക എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി നോ സീഡ് അറ്റ് ഓൾ. ഇപ്പോൾ സീഡ്ലെസ് ഫ്രൂട്ടുകളെയാണ് നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയാൻ കഴിയും. സീഡ്ലെസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ, പാർത്തനോകാർപ്പി. ഇപ്പോൾ ബനാന ഫ്രൂട്ട് അങ്ങനെയാണ്, അതിനകത്ത് സീഡില്ല. ഇപ്പോൾ സീഡുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുക ഫ്രൂട്ടിനകത്ത്. സീഡില്ലാത്ത ഫ്രൂട്ടുകൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്നാൽ അപ്പോമിക്റ്റിക്കായിട്ട് സീഡുണ്ടായി സീഡുള്ള ഫ്രൂട്ട് വരും, അതും ഫെർട്ടിലൈസേഷൻ ഇല്ലാത്ത ഫ്രൂട്ടാണ്. പക്ഷേ അത് നമുക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടായി സീഡ് വന്ന ഫ്രൂട്ടുമായിട്ട് തിരിച്ചറിയാൻ മാർഗ്ഗങ്ങളൊന്നുമില്ല മോർഫോളജിക്കലി. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സീഡ്ലെസ് ഫ്രൂട്ട് വിൽ ബി ഇൻവേരിയബിളി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുക. ബനാന നാച്ചുറലി പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗുകൾ ഹാപ്ലോയിഡ് എംബ്രിയോ ആയിട്ട് വളരുക, അതാണ് പാർത്തനോജനസിസ്. അതും ഒരു തരം അപ്പോമിക്സിസാണ്. പക്ഷേ പ്ലാന്റ്സിൽ പാർത്തനോജനസിസ് അത്ര കോമൺ അല്ല. ടിപ്പിക്കൽ അപ്പോമിക്സിസിൽ മിയോസ് ഇല്ലാതെ ഡിപ്ലോയിഡ് എഗ് ഉണ്ടായിട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് വളരുക. അതാണ് ചില ഗ്രാസുകൾ, പിന്നെ അസ്റ്ററേസി, സൺഫ്ലവർ പോലുള്ള പ്ലാന്റ്സിലൊക്കെ കാണും. സ്യൂഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ കാർപ്പ് ഫ്രൂട്ട്, സ്യൂഡോ ആയിട്ടുള്ള കാർപ്പ്, അത് ഓവറിയോൾ വളർന്നതല്ല. കാർപ്പൽ അഥവാ പിസ്റ്റിലിൻ്റെ ഓവറി വളർന്നതാണ് ടിപ്പിക്കൽ ട്രൂ കാർപ്പ് ഓർ ഫ്രൂട്ട്. എന്നാൽ ചിലപ്പോൾ തലാമസ് പോർഷനൊക്കെ ഓവറിയുടെ ചുറ്റും ഇങ്ങനെ ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചറായിട്ട് വളരും, അതാണ് സ്യൂഡോ ഫ്രൂട്ട്. ആപ്പിൾ തലാമസാണ് ഫ്രൂട്ടായിട്ടുള്ളത്, ഓവറി വേൾഡ്. സ്ട്രോബെറി അവിടെയും തലാമസാണ് ദ എഡിബിൾ ഫ്ലഷി ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ. അതൊക്കെ സ്യൂഡോ കാർപ്പുകളാണ്. സ്ക്യൂട്ടല്ലം ഈസ് എല്ലാവർക്കും അറിയാം, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മൊണോക്കോട്ടിലെ പ്രത്യേകിച്ചും ഗ്രാസ് ഫാമിലിയിലെ റൈസ്, വീറ്റ്, മെയ്സ് പോലുള്ള ഗ്രാസുകളുടെ സീഡുകളിൽ സിംഗിൾ കോട്ടിൽഡനേ ഉള്ളൂ, ബീയിങ് മൊണോക്കോട്ട്. ആ ഒരു കോട്ടിൽഡൻ ഫുഡൊന്നും റിസർവ് ചെയ്യാതെ ലാർജ് മെംബ്രേനിയസ് ഷീൽഡ് ലൈക്ക് കോട്ടിൽഡനായിരിക്കും ഗ്രാസുകളിൽ. അതാണ് സ്ക്യൂട്ടല്ലം എന്നറിയപ്പെടുന്നത്. ലാർജ് ആൻഡ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിൽഡൻ സീൻ ഇൻ ഗ്രാസസ്. അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗമി. ക്ലിസ്റ്റോഗമി അൺഓപ്പൺഡ് ഫ്ലവറിൽ, ഇപ്പോൾ വയോള, ഓക്സാലിസ്, കോമലീനൊക്കെ പോലുള്ള പ്ലാന്റുകളിൽ ഫ്ലവർ ഒരിക്കലും ഓപ്പൺ ചെയ്തില്ല, മെച്ചുറായാലും ബഡായിട്ടിരിക്കും. അതാണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. അത്തരം ഫ്ലവറുകളിൽ പക്ഷേ മെച്ചുറായി ആന്ത്രൊക്കെ ഡഹിസ് ചെയ്ത് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യും, പക്ഷേ പൂവിന് പുറത്തേക്ക് പോവില്ല. കൊറോള ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അതിലെ പൂമ്പൊടി അതിലെ സ്റ്റിഗ്മയിൽ വീഴും ആ ഫ്ലവറിൻ്റെ. 100% ഓട്ടോഗമിയാണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവറിൽ വരിക. അപ്പോൾ അവിടെ പിന്നെ പോളൻ ഗ്രെയിൻ ക്യാരി ചെയ്യുന്ന ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നോ ഡിപ്പെൻഡൻസ് ഓൺ പോളിനേറ്റേഴ്സ് വിൽ ബി ദ ആൻസർ. ഇൻകോമ്പാറ്റബിലിറ്റി ഒന്നും അവിടെ ഇല്ല. ഒരു പൂവിൻ്റെ പൂമ്പൊടി അതിൻ്റെ സ്റ്റിഗ്മയിൽ കോമ്പാറ്റബിൾ ആകാതിരിക്കുന്നതാണ് ഇൻകോമ്പാറ്റബിലിറ്റി. അതൊന്നും അവിടെ ഇല്ല. വിവിപാരി എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ വിവിപാരി ഒന്നുമില്ല. അപ്പോമിക്സിസ് ഒന്നുമല്ല അവിടെ ഉള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗമി എന്ന് പറയുന്നത് പോളിനേറ്റേഴ്സ് ഇല്ലാതെ തന്നെ 100% ഷുവർ ഓട്ടോഗമിയിലൂടെ വിത്തുണ്ടാകും എന്നുള്ളത്. എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സൈനർജിഡ്സ്. സൈനർജിഡ്സ് embryo sac, female gametophyte developing inside the ovule, and here the egg cell, female gametophyte accompanied by 2 synergid cells having filiform process and polar nuclei, antipodals, everything is there.
ദിസ് ഈസ് മൈക്രോപ്പയൽ. സോ മൈക്രോപ്പൈലാർ എൻഡിലാണ് ഈ ഫിലിഫോം പ്രോസസ് ഓഫ് സൈനർജിഡ് സെൽസ്. ഇപ്പോൾ പോളൻ ട്യൂബ് ഇങ്ങനെ വന്നു. പോളൻ ട്യൂബ് മൈക്രോപ്പൈൽ വഴി എൻറ്റേഴ്സ് ദി ഓവ്യൂൾ. ഓവ്യൂളിനകത്തേക്ക് മൈക്രോപ്പൈൽ വഴി കയറും. അപ്പോൾ ഈ പോളൻ ട്യൂബിൻ്റെ ഏറ്റവും ടിപ്പിൽ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട് ഗൈഡിങ് ദ പോളൻ ട്യൂബ്. ജസ്റ്റ് ലാഗിങ് ആയിട്ട് 2 സ്പേം സെൽസ് മെയിൽ ഗ്യാമേറ്റ്സ് കാണും. പോളൻ ട്യൂബിലേക്ക് എൻട്രി ചെയ്താൽ, മൈക്രോപ്പൈലിലേക്ക് പോളൻ ട്യൂബ് എൻട്രി ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ദ ഫിലിഫോം പ്രോസസ് ഓഫ് സൈനർജിഡ്സ് വിൽ attract the pollen tube, guide the pollen tube, so that ഈ ഫിലിഫോം പ്രോസസ്സിൻ്റെ ഒരു അട്രാക്ഷൻ ഗൈഡൻസിലൂടെ ഈ പോളൻ ട്യൂബ് വൺ ഓഫ് ദ സൈനർജിഡ്സിലേക്ക് പ്രവേശിക്കും. സോ സൈനർജിഡ്സിൻ്റെ ഫിലിഫോം പ്രോസസ് ഗൈഡ് ദ പോളൻ ട്യൂബ് സച്ച് ദാറ്റ് പോളൻ ട്യൂബ് എമർജസ് or enters through one of the synergy, ഏതെങ്കിലും ഒരു സൈനർജിഡ് സെല്ലിലേക്ക് കയറും എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്യുന്നതോടുകൂടി ഈ ട്യൂബ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്യും. ദെൻ ദ 2 sperms ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ സൈനർജിഡ്. ആ സൈനർജിഡിനകത്തേക്ക് സ്പേംസ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ദെൻ 1 sperm fuses with zygote, the other sperm go and fuses with polar nuclei. ഒരു സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, സിംഗമി. ദ അതർ സ്പേം ഫ്യൂസസ് വിത്ത് പോളാർ ന്യൂക്ലിയൈ, ട്രിപ്പിൾ ഫ്യൂഷൻ. അതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ ഫിലിഫോം പ്രോസസ്സിന് പോളൻ ട്യൂബിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ 2 സ്പേമുകളെ ഇങ്ങനെ സക്ക് ചെയ്ത് എടുത്ത് ഫെർട്ടിലൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് നിർണായകമായ റോളാണ് സൈനർജിഡും അതിൻ്റെ ഫിലിഫോം പ്രോസസ്സിനും. ട്രാൻസ്മിഷൻ ടിഷ്യൂ. എന്താണ് ഈ ട്രാൻസ്മിഷൻ ടിഷ്യൂ? ട്രാൻസ്മിഷൻ ടിഷ്യൂ എന്ന് പറയുന്നത് ഈ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇവിടെയാണ് ഓവ്യൂൾ, embryo sac, ovule and embryo sac, egg is here. അപ്പോൾ പോളൻ ഗ്രെയിൻ ഇവിടെ വരുന്നു. പോളൻ ഗ്രെയിൻ്റെ കണ്ടൻറ്റ് പോളൻ ട്യൂബായിട്ട് സ്റ്റിഗ്മ, സ്റ്റൈൽ വഴി ഇങ്ങനെ വരണം. അപ്പോൾ ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴി ഓവറിയിലേക്ക് വരികയാണ്. ഓവ്യൂളിൻ്റെ മൈക്രോപ്പയിലാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് പിസ്റ്റിൽ അഥവാ ഗൈനീഷ്യത്തിൻ്റെ സ്റ്റൈൽ വഴി താഴോട്ടാണ്. അപ്പോൾ ആ പോളൻ ട്യൂബിന് വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം പാരൻകൈമ മോഡിഫൈഡ് ടിഷ്യൂ ഈ സ്റ്റൈലിനകത്തുണ്ട്. മെജോറിറ്റി സ്റ്റൈലും സോളിഡായിരിക്കും, സോളിഡ് ടിഷ്യൂ ആയിരിക്കും. ആ സ്റ്റൈലിനകത്തെ സോളിഡ് പാരൻകൈമ ടിഷ്യൂ ആണ് ട്രാൻസ്മിഷൻ ടിഷ്യൂ, ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത്, ട്രാൻസ്മിഷൻ ഓർ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ത്രൂ ഇറ്റ്. എന്നാൽ ഹോളോ സ്റ്റൈലുണ്ട്, സ്റ്റൈലിനകം ഹോളോ സ്പേസ് ഉള്ള സ്റ്റൈൽ. അവിടെയാണെങ്കിൽ ഒരു മ്യൂസിലേജ് സെക്രീഷൻ കാണും ആ ഹോളോ സ്റ്റൈലിൽ. ആ മ്യൂസിലേജ് ഫ്ലൂയിഡിലൂടെ പോളൻ ട്യൂബ് താഴേക്ക് വളരും. സോളിഡ് സ്റ്റൈലിലെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ട്രാൻസ്മിഷൻ ടിഷ്യൂ. പോളൻ പ്രിപ്പൊട്ടൻസി എന്ന് പറയുന്നത് ചില പോളൻ ഗ്രെയിൻ ഓൾറെഡി പൊട്ടൻഷ്യൽ ടു ഗ്രോ ഓൺ എ പർട്ടിക്കുലർ സ്റ്റിഗ്മ ആണ് പോളൻ പ്രീപൊട്ടൻസി. ഔട്ട് ബ്രീഡിങ് ഡിവൈസിൽ വരുന്നതാണ്. ഔട്ട് ബ്രീഡിങ്, ഇൻബ്രീഡിങ്, സെൽഫിങ്ങിനെ തടഞ്ഞ് ക്രോസിങ് അഥവാ ഔട്ട് ബ്രീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ചില ഡിവൈസുകളൊക്കെ, കൺട്രൈവൻസുകളൊക്കെ ഫ്ലവേഴ്സിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ഒരു പൂവിലെ പൂമ്പൊടി ആ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ ചേരാതിരിക്കുക, ഇൻകോമ്പാറ്റബിൾ ആകുക. അപ്പോൾ പിന്നെ സെൽഫിങ് തടയപ്പെട്ടു. അതേസമയം ആ സ്പീഷീസിലെ വേറൊരു പ്ലാന്റിലെ പൂമ്പൊടി
ഓൾറെഡി പൊട്ടൻഷ്യലാണ് ഈ സ്റ്റിഗ്മയിൽ വളരാൻ. അപ്പോൾ ക്രോസ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസിന് ഒരു പൊട്ടൻഷ്യലുണ്ട് വളരാനായിട്ട്. സെൽഫ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് നോട്ട് കോമ്പാറ്റബിൾ, ചേരുകയില്ല. അപ്പോൾ പോളൻ പ്രീപൊട്ടൻസി മീൻസ് ദ പോളൻ ഗ്രെയിൻ ഓഫ് അനദർ plant is potential and mature and active to fertilize flower of another plant. അതാണ് pollen prepotency. That is opposite to self-sterility. Self is sterile, but വേറൊരു പ്ലാന്റിൽ വരുന്ന പോളൻ ഗ്രെയിൻ പൊട്ടൻഷ്യലാണ് എന്നുള്ള അവസ്ഥ. Now next question, which is wrong match. ഇത് സൈറ്റോളജി, സെൽ ബയോളജി, സെൽ സ്ട്രക്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഗോൾജി കോംപ്ലക്സ് എല്ലാവർക്കും അറിയാം. കാമിലോ ഗോൾജി കണ്ടുപിടിച്ച ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. ന്യൂക്ലിയസിനോട് ചേർന്ന് സൈറ്റോപ്ലാസത്തിൽ കുറേ ഡെൻസ്ലി പാക്ഡ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കോംപ്ലക്സ് കാണാമെന്ന് കാമിലോ ഗോൾജി ആദ്യം മനസ്സിലാക്കുകയാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ വരുന്നതിന് മുമ്പ്. അതാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ സഹായത്താൽ ഈ ഗോൾജി കോംപ്ലക്സിലെ ഘടകങ്ങൾ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ കുറേ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതാണ് സിസ്റ്റേർനെ എന്നറിയപ്പെടുക. പിന്നെ കുറേ വെസിക്കിൾസ്, ഇതിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുക. ഇതാണ് സിസ്റ്റേർനെ. സാക്ക് ലൈക്ക് single membrane bound sac-like structures arranged in a concentric fashion, കുറേ vesicles, Golgi complex. So wrong match ആണ് ചോദിച്ചേക്കുന്നത്. സിസ്റ്ററിനെ ഈ സാക്ക്-ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഗോൾജി കോംപ്ലക്സിലെ സിസ്റ്ററിനെ, അത് മാച്ചാണ്. മിഡില്ലാമല്ല കാൽഷ്യം പെക്റ്റേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കും, അത് മാച്ചാണ്. ക്രൊമാറ്റിൻ കണ്ടൻസ്ഡ് ക്രോമസോം, അതാണ് മിസ് മാച്ച്. ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീകണ്ടൻസ്ഡ് ക്രോമസോമാണ്. അതായത് ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ. ക്രൊമാറ്റിൻ ഡീകണ്ടൻസ്ഡ് ആണ്. DNA ഡബിൾ ഹെലിക്സും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടെ ഓർഗനൈസ് ചെയ്ത അൾട്രാ മൈക്രോസ്കോപ്പിക് ത്രെഡ്സ്, ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ, അതാണ് അറ്റ്മോസ്റ്റ് ഡീകണ്ടൻസ്ഡ് ക്രോമസോം. ഇതിങ്ങനെ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്യും, സൂപ്പർ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്യും. അപ്പോഴാണ് തിക്ക് റോഡ് ഷേപ്ഡ് ക്രോമസോം ആകും സെൽ ഡിവിഷൻ സമയത്ത്. അപ്പോൾ ക്രൊമാറ്റിൻ മെറ്റീരിയൽ, ക്രൊമാറ്റിൻ കണ്ടൻസ്ഡ് ക്രോമസോമാണ് ടിപ്പിക്കൽ ക്രോമസോം. എന്നാൽ ക്രൊമാറ്റിൻ എന്താ? ഡീകണ്ടൻസ്ഡ് ക്രോമസോം. സെൽ ഡിവിഷൻ കഴിയുമ്പോൾ ക്രോമസോം ഡീകണ്ടൻസ് ചെയ്ത് വെരി ലോങ് ആൻഡ് തിൻ ക്രൊമാറ്റിൻ ഫൈബർ ആകും. അപ്പോൾ ക്രൊമാറ്റിൻ മാച്ച് ചെയ്യണമെങ്കിൽ ഡീകണ്ടൻസ്ഡ് ക്രോമസോം അത് മാച്ച് ചെയ്യണം. കണ്ടൻസ്ഡ് ക്രോമസോം മീൻസ് ക്രോമസോം, നോട്ട് ക്രൊമാറ്റിൻ. വെൻ ക്രൊമാറ്റിൻ മെറ്റീരിയൽ ഈസ് കണ്ടൻസ്ഡ്, ദറ്റ് ഈസ് കോൾഡ് ആസ് ക്രോമസോം, നോ മോർ ക്രൊമാറ്റിൻ ഫൈബർ, ആ വാക്ക് ഉപയോഗിക്കില്ല. അപ്പോൾ ക്രോമസോം സെൽ ഡിവിഷൻ സമയത്ത് ഉണ്ടാകുന്നത് ക്രൊമാറ്റിൻ്റെ കണ്ടൻസേഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ക്രൊമാറ്റിൻ കണ്ടൻസ്ഡ് ക്രോമസോം അല്ല, കണ്ടൻസ്ഡ് ക്രോമസോം ഈസ് ക്രോമസോം, അതുകൊണ്ടാണ് മാച്ച് അല്ലാത്തത്. ലൈസോസോം ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, ലൈസോസോമിനകത്ത് ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ട്. ലൈസോസോമിൻ്റെ ആ എൻസൈമുകൾക്ക് സെല്ലിനകത്ത് വെച്ച് ഫോറിൻ ബോഡികളെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, ദറ്റ് ഈസ് മാച്ചിങ്. സോ ക്രൊമാറ്റിൻ ഈസ് ഡീകണ്ടൻസ്ഡ് ക്രോമസോം, എങ്കിലേ മാച്ച് ആകും. Which of the following pair is mismatched? Again, cytoskeleton, microtubules. അതായത് എല്ലാ യുക്കാരിയോട്ടിക് സെല്ലുകളിലും, പ്രോകാരിയോട്ടിക് സെല്ലിൽ സൈറ്റോസ്കെൽറ്റൻ ഇല്ല. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ പ്രോട്ടീനേഷ്യസ് ത്രെഡുകൾ, ഫൈബറുകൾ അഥവാ ഫിലമെൻറ്റുകൾ സ്കാറ്റേഡായിട്ട് സൈറ്റോപ്ലാസിൽ കിടപ്പുണ്ട്. അത് ഓർഗനൈസ്ഡ് ഓർഗനിലല്ല ഈ സൈറ്റോസ്കെൽറ്റൽ പ്രോട്ടീനേഷ്യസ് ഫൈബേഴ്സ്. പക്ഷേ അത് സൈറ്റോപ്ലാസത്തിനൊരു ബലം നൽകും, സെല്ലിന് ഷേപ്പ് നൽകും, സെൽ ഡിവിഷനെ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള റോളുകളുള്ള ഫൈബേഴ്സാണ് ഈ സൈറ്റോസ്കെലിറ്റൻ. അപ്പോൾ സൈറ്റോസ്കെലിറ്റന് തന്നെ 3 രീതിയിലുള്ള ത്രെഡുകളുണ്ട്.
മൈക്രോഫിലമെൻറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്, മൈക്രോട്യൂബ്യൂൾസ്. സൈറ്റോസ്കെൽറ്റനിലെ പ്രധാന കമ്പോണൻസ് മൈക്രോട്യൂബ്യൂൾസാണ്. ട്യൂബുലിൻ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ ത്രെഡുകൾ, മൈക്രോട്യൂബ്യൂൾസ്. സൈറ്റോസ്കെൽറ്റൽ കമ്പോണൻസായ മൈക്രോട്യൂബ്യൂൾസ് ചില ഓർഗനൈസ്ഡ് ഓർഗനലുകളിലും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രിയോളിൽ മൈക്രോട്യൂബ്യൂളുണ്ട്. മൈക്രോട്യൂബ്യൂൾ ഓർഗനൈസ് ചെയ്തുണ്ടാക്കിയതാണ് സെൻട്രിയോൾ. 9+0 arrayൽ സെൻട്രിയോൾ. സീലിയയുടെ ആക്സൈൽ ഫിലമെൻറ്റും മൈക്രോട്യൂബ്യൂൾ ഓർഗനൈസ് ചെയ്തതാണ്. 9+2 array. അപ്പോൾ അല്ലാതെ ഫ്രീ ആയിട്ട് സൈറ്റോസ്കെൽറ്റനായിട്ട് വെറുതെ സ്കെലിറ്റനായിട്ട് സൈറ്റോപ്ലാസിൽ മൈക്രോട്യൂബ്യൂൾസ് കാണും. സോ സൈറ്റോസ്കെൽറ്റനിലെ പ്രധാന കമ്പോണൻറ്റ് മൈക്രോട്യൂബ്യൂൾസാണ്. ദാറ്റ് ഈസ് മാച്ചിങ്. ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. ഇപ്പോൾ ഗോൾജി അതിൻ്റെയൊക്കെ സിസ്റ്റർനെയിൻ ട്യൂബ്സും അതൊക്കെ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. വാക്വോൾ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. പിന്നെ മൈക്രോബോഡീസ്, പെറോക്സിസോം ഒക്കെ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. മൈറ്റോകോൺട്രിയയും പ്ലാസ്റ്റിഡുകളും ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസാണ്. റിബോസോംസ് മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനലാണ്. പിന്നെ ന്യൂക്ലിയസ് എന്ന ഓർഗനലിന് ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് ഉണ്ട്. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസ് ഒരു ഓർഗനൽ അല്ല. ദാറ്റ് ഈസ് ഓൺലി എ റീജിയൻ ഓഫ് ദ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. ഓർഗനൽ സ്റ്റാറ്റസ് ന്യൂക്ലിയോലസിനില്ല. അപ്പോൾ സൈറ്റോസ്കെൽറ്റനിൻ്റെ പ്രധാന ഘടകങ്ങൾ മൈക്രോട്യൂബ്യൂൾസ് മാച്ചിങ്, ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ മാച്ചിങ്, പെറോക്സിസോം പ്രോകാരിയോട്സിൽ. പെറോക്സിസോം മൈക്രോബോഡി എന്ന ഓർഗനിലാണ്, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. അതിനകത്ത് പെറോക്സിഡൈസ് എൻസൈം ഉള്ള ഓർഗനിലാണ്. നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഇൻ പ്രോകാരിയോട്സ്. അപ്പോൾ മൈക്രോബോഡിയാണ് പെറോക്സിസോം, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. അത്തരം ഓർഗനലൊന്നും പ്രോകാരിയോട്സിലില്ല. സോ പെറോക്സിസോം പ്രോകാരിയോട്സ് മിസ് മാച്ചിങ്. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസുമായി ബന്ധപ്പെട്ടാണ് RNA നിർമ്മാണം നടക്കുക. അതൊക്കെ മാച്ചിങ്. വിച്ച് ഇസ് എ റോങ് മാച്ച് അഗെയിൻ? അഗാർ ചില റെഡ് ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഓർ പോളിസാക്രൈഡ് ടൈപ്പ് സ്റ്റോർഡ് ഫുഡാണ് അഗാർ. ഗ്രാസിലേറിയ, ജെലിഡിയം പോലുള്ള റെഡ് ആൽഗയാണ് ബെസ്റ്റ് സോഴ്സ് ഓഫ് അഗാർ എക്സ്ട്രാക്ഷൻ. അപ്പോൾ അത് മാച്ചിങ് ആണ്. കയറ്റിൻ ഹെറ്ററോ പോളിസാക്രൈഡ്, ദറ്റ് ഈസ് ദ മിസ് മാച്ച്. കയറ്റിൻ ഈസ് ഹോമോ പോളിസാക്രൈഡ്, കാരണം അതിൻ്റെ മോണോമേഴ്സ് ഒരു ഇനമാണ്. കയറ്റിൻ ഈസ് പോളിമർ ഓഫ് N-acetyl glucose amine only. മോഡിഫൈഡ് ഗ്ലൂക്കോസായ N-acetyl glucose amine ധാരാളം ചേർന്നിട്ടുണ്ട്. പക്ഷേ N-acetyl glucose amine എന്ന മോണോമർ, ആ ഒരിനം മോണോമർ മാത്രമേ ഉള്ളൂ. വേറെ ടൈപ്പ് മോളിക്യൂളുകൾ അതിൽ പോളിമറൈസ് ചെയ്തിട്ടില്ല. only one type of monomer, N-acetyl glucose amine only in chitin. So chitin should be a homopolysaccharide. അത് ഹെറ്ററോപോളിസാക്രൈഡ് എന്നുള്ളതാണ് മിസ്മാച്ച്. ഫോസ്ഫോലിപ്പിഡ്സ് സെൽ മെംബ്രെയിൻ്റെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൻ്റെ ഘടകം, അത് മാച്ച്. മാൾട്ടോസ് ഈസ് എ ഡൈസാക്രൈഡ്, 2 ഗ്ലൂക്കോസ് കണ്ടൻസ് ചെയ്ത ഡൈസാക്രൈഡ് ഷുഗറാണ് മാൾട്ടോസ്. സിനാപ്സിസ് ഒക്കർ ബിറ്റ്വീൻ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സിനാപ്സിസ് ഒക്കർ ബിറ്റ്വീൻ, എന്താണ് സിനാപ്സിസ്? ഇപ്പോൾ മിയോസിസിലാണ് സിനാപ്സിസ് വരിക. മിയോസിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ്റെ പ്രോഫേസ് 1, അതിൽ ക്രോമസോം ബിഹേവിയർ 5 സബ്സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. ലിപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഫാച്ചിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാഖൈനസിസ്. അതിൽ ലിപ്റ്റോട്ടീനിൽ ക്രോമസോംസ് കണ്ടൻസ് ചെയ്ത്, ക്രൊമാറ്റിൻ ഫൈബർ കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് അപ്പിയർ ചെയ്ത് തുടങ്ങും ലിപ്റ്റോട്ടീൻ. സൈഗോട്ടീൻ സിനാപ്സിസ്. അപ്പോഴാണ് ഡിപ്ലോയിഡ് സെല്ലിൽ ഏതൊരു ക്രോമസോമിൻ്റെയും ഹോമലോഗസ് പാർട്ട്ണറുണ്ട്. ഹോമലോഗസ് ക്രോമസോംസ് ആർ സിമിലർ ക്രോമസോംസ് ഹാവിങ് സിമിലർ ലോസൈ ആൻഡ് പെറ്റേണൽ മെറ്റേണൽ ഒറിജിൻ. ഫാദറിൽ നിന്ന് വന്നതാണ് ഒരെണ്ണം, മറ്റത് മദറിൽ നിന്ന് വന്നതാണ്. 2 ക്രോമസോമും സിമിലർ ലെങ്താണ്. ലെങ്ത് സിമിലർ എന്നുള്ളതിനപ്പുറം സിമിലർ ലോസൈ. ഈ ക്രോമസോമിൽ A ലോക്കസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോമലോഗസ് ക്രോമസോമിലും അവിടെ A ലോക്കസ് ഉണ്ട്.
ആ ലോക്കസിൽ ക്യാപിറ്റൽ എ ഓർ സ്മോൾ എ അലിൽ രൂപത്തിനിരിക്കാം, പക്ഷേ എ ലോക്കസ് രണ്ടിലും. അടുത്ത ലോക്കസ് ജി എന്ന ലോക്കസ് ആണെങ്കിൽ ഹോമലോഗിലും ജി ലോക്കസ് ഉണ്ട്. അങ്ങനെ സിമിലർ ലോസായി ഉള്ള സിമിലർ ക്രോമസോംസ് പെറ്റേണൽ മെറ്റേണൽ ഒറിജിനിൽ വരുന്നതാണ് ഹോമലോഗസ് ക്രോമസോംസ്. ഈ സൈഗോട്ടീനിൽ അങ്ങനെയുള്ള ഹോമലോഗസ് ക്രോമസോംസ് അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് പെയറപ്പ് ചെയ്ത് ബൈവാലൻറ്റുകളാകും. അപ്പോൾ സിനാപ്സിസ് ഓർ പെയറിംഗ് ഒക്കർ ബിറ്റ്വീൻ ടു ഹോമലോഗസ് ക്രോമസോംസ്. രണ്ട് ഹോമലോഗസ് ക്രോമസോമുകളാണ് സിനാപ്സ് ചെയ്യുന്നത്, ബൈവാലൻ്റായി മാറുന്നത്. സെക്സ് ലിങ്കേജ് ഡിസ്കവേർഡ് ബൈ, അതായത് മോർഗൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത്, ഡ്രോസോഫിലയിലെ പരീക്ഷണങ്ങളിൽ നിന്ന് ചില ക്യാരക്ടറിൻ്റെ ജീനുകൾ സെക്സ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട എക്സ് ക്രോമസോമിലാണ് ഇരിക്കുന്നത്. പക്ഷേ സെക്സുമായി ബന്ധമില്ലാത്ത ക്യാരക്ടറുകളാണ്. പെൺ വ്യത്യാസത്തിന് ആവശ്യമില്ലാത്ത ക്യാരക്ടർ, ഇപ്പോൾ കണ്ണിൻ്റെ നിറം, അത് സെക്സുമായി ബന്ധപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് ഡ്രോസോഫിലയിൽ. റെഡ് ഐ കളർ, വൈറ്റ് ഐ കളർ, രണ്ട് ട്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി കളർ, ഗ്രേ ബോഡി കളർ, യെല്ലോ ബോഡി കളർ. അപ്പോൾ ഐ കളർ, ബോഡി കളർ പോലുള്ള ക്യാരക്ടറുകൾ ഡ്രോസോഫിലയിൽ അത് സെക്സുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ആ ക്യാരക്ടറുകളുടെ ജീനുകളുടെ ലോക്കസ്, ജീൻ സ്ഥാനങ്ങൾ എക്സ് ക്രോമസോമിലാണെന്ന് മോർഗൻ കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ നോൺ സെക്സ് ക്യാരക്ടേഴ്സ് ലൊക്കേറ്റഡ് ഓൺ സെക്സ് ക്രോമസോം, ഓട്ടോസോമിലല്ല സെക്സ് ക്രോമസോമിലാണ് ആ ക്യാരക്ടറിൻ്റെ ജീൻ ഇരിക്കുന്നത്. അതാണ് സെക്സ് ലിങ്കേജ്. മോർഗനാണ് ആദ്യം സെക്സ് ലിങ്കേജ് കണ്ടുപിടിച്ചത്, പക്ഷേ ഹ്യൂമനിലല്ല, ഡ്രോസോഫിലയിൽ. പിന്നീടുള്ള പരീക്ഷണങ്ങളാണ് ഹ്യൂമനിലും എക്സ് ക്രോമസോം ഓർ സെക്സ് ക്രോമസോമിൽ ചില നോൺ സെക്സ് ക്യാരക്ടേഴ്സ് ഉണ്ട്. കളർ ബ്ലൈൻഡ്നെസ് ജീൻ എക്സിലാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ജീൻ എക്സിലാണ്. അതൊക്കെ സെക്സ് ലിങ്ക്ഡ് ജീൻസ് ഇൻ ഹ്യൂമൻ. അപ്പോൾ സെക്സ് ലിങ്കേജ് എന്ന ഫിനോമിനൻ ആദ്യം കണ്ടുപിടിച്ചത് ടി.എസ്. മോർഗനാണ്. മോർഗൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ബോഡി കളർ, ഐ കളർ, വിങ് സൈസ് ഇങ്ങനെയുള്ള ക്യാരക്ടർ ജീനുകളൊക്കെ ഡ്രോസോഫിലയുടെ എക്സ് ക്രോമസോമിലാണെന്ന് റെസിപ്രോക്കൽ ക്രോസിൻ്റെ റിസൾട്ടിൻ്റെ വ്യത്യാസം വെച്ചാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ഐ കളറിൻ്റെ രണ്ട് ട്രൈറ്റ്, അതിൽ റെഡ് ഡോമിനൻ്റാണ്. പക്ഷേ റെഡ് കളേർഡ് ഫീമെയിൽ ഫ്ലൈ മേറ്റഡ് വിത്ത് വൈറ്റ് കളേർഡ് മെയിൽ ഫ്ലൈ. അപ്പോൾ എല്ലാ F1 പ്രോജനി ഫ്ലൈസും ആൺപെൺ മക്കളെല്ലാം റെഡ് ഐഡ്, റെഡ് ഈസ് ഡോമിനൻറ്റ് വൈറ്റ്. റെസിപ്രോക്കൽ ചെയ്തു, റെഡ് ഐഡ് മെയിൽ മേറ്റഡ് വിത്ത് വൈറ്റ് ഐഡ് ഫീമെയിൽ. അപ്പോൾ F1 തലമുറയിലെ ഫീമെയിൽ ഫ്ലൈകൾക്ക് മാത്രം റെഡ് ഐ കളർ കിട്ടി. മെയിൽ ഫ്ലൈ ഡസ് നോട്ട് ഗെറ്റ് റെഡ് കളർ. അപ്പോൾ ഫാദർ റെഡായിട്ട് ഉപയോഗിച്ചപ്പോൾ ആൺമക്കൾക്ക് റെഡ് കളർ വന്നില്ല. മോർഗൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫാദറിൻ്റെ എക്സ് ക്രോമസോം ആൺമക്കൾക്ക് വരില്ല, പെൺമക്കൾക്കാണ് പോകും. ഫാദറിൽ നിന്നുള്ള വൈ ക്രോമസോമേ ആൺമക്കൾക്ക് വരും. അപ്പോൾ ഫാദറിൽ നിന്ന് ആൺമക്കൾക്ക് കിട്ടാത്തത് ഫാദറിൻ്റെ എക്സ് ക്രോമസോമാണ്. ഫാദർ റെഡ് ഐ കളറായിട്ട് ഉപയോഗിച്ചപ്പോൾ റെഡ് ഐ കളറും ആൺമക്കൾക്ക് വന്നില്ല. അപ്പോൾ എക്സ് ക്രോമസോം വരുന്നില്ല, അതുകൊണ്ട് റെഡ് ഐ കളറും വന്നില്ല. അപ്പോൾ റെഡ് ഐ കളർ ജീൻ, ഐ കളർ ജീൻ ഈസ് ലൊക്കേറ്റഡ് ഓൺ എക്സ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതാണ് റെസിപ്രോക്കൽ ക്രോസിലെ വ്യത്യസ്ത റിസൾട്ടിൽ നിന്നാണ് മോർഗൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഡ്രോസോഫിലയിൽ ഐ കളർ പോലുള്ള ജീനുകൾ ഇരിക്കുന്നത് ഓട്ടോസോമിലല്ല എക്സ് ക്രോമസോമിലാണ്. അതാണ് എക്സ് ലിങ്കേജ് ഓർ സെക്സ് ലിങ്കേജ് എന്ന ഫിനോമിനൻ. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ് ലിങ്ക്ഡ് ട്രൈറ്റ് ഇൻ മാൻ. ഹ്യൂമനിൽ എക്സ് ക്രോമസോമിലിരിക്കുന്ന ട്രൈറ്റിന് ഈ പറയുന്നതിൽ ഏതാണ് എക്സാമ്പിൾ? റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഓർ പോപ്പുലർലി കളർ ബ്ലൈൻഡ്നെസ്. ബിയേർഡ് ഇൻ മാൻ, മെയിലിൽ ബിയേർഡ് ഉണ്ടാകും. ബിയേർഡ് മെയിലിലാണ് ഉണ്ടാകുന്നത്, പക്ഷേ ബിയേർഡിന് കാരണമായ ജീൻ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലല്ല ഓട്ടോസോമിലാണ്. അപ്പോൾ ഫീമെയിലിലും ആ ജീനുണ്ട്. പക്ഷേ ഈ ബിയേർഡ്നെസ്, അതുപോലെ മെയിലിൽ ചെയ്യുന്ന ബിയേർഡ്നെസ്, അത് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ്. അതുപോലെ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഫീമെയിൽ, അത് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ്. ഇത്തരം ക്യാരക്ടറുകളെ സെക്സ് ലിങ്ക്ഡ് അല്ല, കാരണം അത് എക്സ് ലിങ്ക്ഡ് അല്ല, എക്സ് ക്രോമസോമിലല്ല ജീനിരിക്കുന്നത്, ഓട്ടോസോമിലാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്സിലെ എക്സ്പ്രസ് ചെയ്യും. അതാണ് സെക്സ് ലിമിറ്റഡ് ട്രൈറ്റ്സ്. ബിയേർഡ് ഇൻ മാൻ മെയിൽ
ഈസ് എ മെയിൽ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്. ആ ജീൻ ഫീമെയിലുണ്ടെങ്കിലും ഫീമെയിൽ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല, കാരണം ഹോർമോണൽ റോൾ അവിടെ വരും എക്സ്പ്രഷൻ. അപ്പോൾ സെക്സ് ലിമിറ്റഡ് ഓർ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രേറ്റ്സ് ഉണ്ട്. സെക്സ് ലിങ്ക്ഡ് ട്രേറ്റുകളെ പോലെ വേറൊരു കാറ്റഗറിയാണ് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്, സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രേറ്റ്. സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നോൺ സെക്സ് ക്യാരക്ടറാണ്, പക്ഷേ അതിൻ്റെ ജീൻ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. എന്നാൽ സെക്സ് ലിമിറ്റഡ് ഓർ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രേറ്റുകളുടെ ജീൻ ഇരിക്കുന്നത് ഓട്ടോസോമിലാണ്. ബട്ട് ദാറ്റ് എക്സ്പ്രസ് ഓൺലി അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ സെക്സ് ഹോർമോൺ. ഇപ്പോൾ ബിയർഡ്നെസ്സിന് ജീൻ ഓട്ടോസോമിലാണ്, ആ ജീൻ്റെ എക്സ്പ്രഷൻ മെയിൽ ഹോർമോൺ ഉണ്ടെങ്കിലേ നടക്കും. അതുകൊണ്ടാണ് മെയിലിൽ മാത്രം ബിയർഡ് ഡെവലപ്പ് ചെയ്യും. അതേ ജീൻ ഫീമെയിലുണ്ടെങ്കിലും ഫീമെയിൽ ഹോർമോൺ അതിനെ ഫേവർ ചെയ്യുന്നില്ല അതിൻ്റെ എക്സ്പ്രഷൻ, അതുകൊണ്ട് ബിയർഡ് ഡെവലപ്പ് ചെയ്യും. മാമറി ഗ്ലാൻഡ്, അതിൻ്റെ ജീൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഫീമെയിൽ ഹോർമോൺ വേണം, അപ്പോൾ ഫീമെയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ, മെയിലിൽ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അങ്ങനെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ക്യാരക്ടേഴ്സ്, അതാണ് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. ആ ട്രേറ്റിൻ്റെ എക്സ്പ്രഷൻ ഒരു പർട്ടിക്കുലർ സെക്സുമായി ബന്ധപ്പെട്ട് മാത്രമേ നടക്കൂ. എന്നാൽ കളർ ബ്ലൈൻഡ്നെസ് ഒരു പർട്ടിക്കുലർ സെക്സിൽ മാത്രം കാണുന്നതല്ല, അതൊരു സെക്ഷൽ ക്യാരക്ടറല്ല, പക്ഷേ അതിൻ്റെ ജീനിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ നോൺ സെക്സ് ക്യാരക്ടർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം ഈസ് സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ്. എന്നാൽ സെക്സ് ലിമിറ്റഡ് ഓർ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രേറ്റ്സ്, ദ ജീൻ ലൊക്കേറ്റഡ് ഇൻ ഓട്ടോസോം ബട്ട് ദ ക്യാരക്ടർ എക്സ്പ്രസ് ഓൺലി പെർറ്റൈനിങ് ടു ഓർ ലിമിറ്റഡ് ടു സെക്സ് ഹോർമോൺ. അപ്പോൾ മെയിൽ ഹോർമോൺ മെയിലിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ക്യാരക്ടർ, അതുപോലെ ഫീമെയിലിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ക്യാരക്ടർ, അതാണ് സെക്സ് ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്. ബിയർഡ്നെസ് ഇൻ ഹ്യൂമൻ മെയിൽ ഈസ് സെക്സ് ലിമിറ്റഡ്. മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഈസ് ഫീമെയിൽ സെക്സ് ലിമിറ്റഡ് ക്യാരക്ടർ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഈ ഗൈനക്കോമാസ്റ്റിയ, അത് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം മെയിലുകളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് പെർസിസ്റ്റ്, മെയിലാണ്, പക്ഷേ മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് കൂടെ ഉണ്ട്, ആണ് ഗൈനക്കോമാസ്റ്റിയ, ക്ലിൻഫെൽറ്റർ ഡെഫിഷ്യൻറ്റ്. ആണ് XXY ക്രോമസോം. എക്സ് ക്രോമസോമിൻ്റെ 2 ഡോസ് വരുമ്പോൾ ഫീമെയിൽ ഹോർമോൺ കൂടെ കുറച്ചുണ്ടാകും, അതുകൊണ്ടാണ് മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് പെർസിസ്റ്റ് ചെയ്യുന്നത് ഈ ക്ലിൻഫെൽറ്റർ സിൻഡ്രോംകാർ. XXY ക്ലിൻഫെൽറ്റേഴ്സ്, Y ഉള്ളതുകൊണ്ട് ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യും, മെയിൽ ഹോർമോണും ഉണ്ട്, ബട്ട് 2 ഡോസ് എക്സ് ഉള്ളതുകൊണ്ട് ഫീമെയിൽ ഹോർമോൺ ഡെവലപ്മെൻറ്റും അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച്, അതുകൊണ്ട് മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് അവിടെ പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. Which is wrong statement. Gynecomastia is seen in Klinefelter syndrome, correct? Congenital heart disease is a symptom of Down syndrome. Down syndrome, 21st trisomy, autosomal trisomy ആണ് ഡൗൺ സിൻഡ്രോം എന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കാരണം. അവിടെ നിരവധി കുഴപ്പങ്ങളുണ്ട്. ജന്മനാ തന്നെ ഹാർട്ട് ഡിസീസുകൾ കാണും, മെൻ്റൽ റിട്ടാർഡേഷൻ, ADHD, ന്യൂറോ മോട്ടോർ മസ്കുലാർ ഡിഫക്ട്സ് എല്ലാം കാണും. ഇപ്പോൾ കോൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഒരു പ്രധാന സിംറ്റം തന്നെയാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ. ജീൻ കോസിങ് ബീറ്റാ തലസേമിയ ഈസ് ലൊക്കേറ്റഡ് ഓൺ, ബീറ്റാ തലസേമിയ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം 11, ക്രോമസോം 9-ലല്ല. ആൽഫ തലസേമിയ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം 16, ബീറ്റാ തലസേമിയ ക്രോമസോം 11. അപ്പോൾ അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അനിപ്ലോയിഡ്സ് ആർ ഫോംഡ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ. അനാഫേസ് 1 ക്രോമസോം ജോഡി സെപ്പറേറ്റ് ചെയ്യാതിരിക്കുകയോ അനാഫേസ് 2 ഒരു ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ 2n+1 ഗ്യാമേറ്റൊക്കെ ഉണ്ടാകാം, അതല്ലെങ്കിൽ 2n-1 ഗ്യാമേറ്റ് ഉണ്ടാകാം. അത് നോർമൽ n ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ 2n+1 അല്ലെങ്കിൽ 2n-1 സൈഗോട്ടൊക്കെ വരാം, അനിപ്ലോയിഡ് വരാം. അപ്പം നോൺ ഡിസ്ജങ്ഷനാണ്, ക്രോമസോം ജോഡികൾ അകന്നു പോകാത്തതാണ് അനിപ്ലോയിഡിക്ക് കാരണം. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ പോയിൻ്റ് മ്യൂട്ടേഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ പോയിൻ്റ് മ്യൂട്ടേഷൻ വളരെ ഈസിയാണ് ആൻസർ. സിക്കിൾ സെൽ അനീമിയ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പോയിൻ്റ് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായത്. അത് റിസസീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ട്രൈറ്റാണ്. അവിടെ റിസസീവ് അലിലുണ്ടായത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലുള്ള പോയിൻ്റ് മ്യൂട്ടേഷനാണ്.
ഒരു ബേസിന് പകരം വേറൊരു ബേസ് വന്നു. അപ്പോൾ സിക്കിൾ സെൽ അലിലിൻ്റെ mRNA-യുടെ 6th കോഡോൺ GAG-ക്ക് പകരം GUG, നോർമൽ ജീനിൻ്റെ mRNA-യുടെ 6th കോഡോൺ GAG ഗ്ലൂട്ടാമിക് ആസിഡ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ GAG-ക്ക് പകരം GUG, അവിടെ ഒരു ബേസിന് പകരം വേറൊരു ബേസ് വന്നപ്പോൾ കോഡ് മാറി, അർത്ഥം മാറി, അമിനോ ആസിഡ് മാറി, ട്രൈറ്റ് മാറും. തലസേമിയയും അത് റിസസീവാണ്. അത് ഡെലീഷൻ ഫ്രെയിം ഷിഫ്റ്റിലൂടെയാണ് റിസസീവ് അലിൽ ഉണ്ടായത്. മയോട്ടോണിക് ഡിസ്ട്രോഫി രോഗത്തിന് കാരണം ഡോമിനൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അലിലാണ്. എൻ്റെ റിസസീവ് അലിലാണ് ഗുഡ് ഹെൽത്ത്. മയോട്ടോണിക് ഡിസ്ട്രോഫി മസിൽ പ്രവർത്തിക്കാനുള്ള ഡിസ്ട്രോഫിൻ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വേറൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ഡോമിനൻ്റ് അലിൽ, അതും ഡെലീഷൻ ഫ്രെയിം ഷിഫ്റ്റിലൂടെയാണ് ആ ദോഷം ഉണ്ടാക്കുന്ന ഡോമിനൻ്റ് അലിൽ രൂപപ്പെട്ടത്. ഹിമോഫീലിയയിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഉണ്ടാകുന്നില്ല, അതാണ് രോഗമുണ്ടാക്കുന്ന റിസസീവ് അലിൽ. അത് പ്രിമച്വർ ടെർമിനേഷൻ, അതായത് പ്രോട്ടീൻ സിന്തസിസ് പൂർണ്ണമാകാതെ പ്രോട്ടീൻ ഉണ്ടാകാതെ പോകുന്നു, ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഉണ്ടാകുന്നില്ല, അതാണ് ഹിമോഫീലിയയ്ക്ക് കാരണം. ദ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്സ് ഓഫ് യുക്കാരിയോട്സ് ആർ, അത് വളരെ ഫണ്ടമെൻ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മളത് ഇതിൻ്റെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. അതായത് പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയ്ക്കുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഭാഗം, അവിടെ യുക്കാരിയോട്സിലാകുമ്പോൾ ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് ഒരു സ്ട്രക്ചറൽ ജീൻ പോർഷൻ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന പോർഷൻ ഒരു സിംഗിൾ സിസ്ട്രോൺ ആയിരിക്കും, മോണോസിസ്ട്രോണിക്. പക്ഷേ ആ സിസ്ട്രോൺ സ്പ്ലിറ്റാണ്, എക്സോൺ ഇൻട്രോൺ മിക്സ് ചെയ്ത് വരും. കോഡിങ് മീനിങ് ഫുൾ എക്സോൺ ഭാഗങ്ങളും നോൺ കോഡിങ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പ്രോട്ടീനിൽ പ്രതിഫലിക്കേണ്ടാത്ത ഭാഗങ്ങൾ ഇൻട്രോൺസ് ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എക്സോൺ ഇൻട്രോൺ ഭാഗങ്ങളുടെ കോപ്പിയായിട്ട് mRNA ഉണ്ടായി വരും. അതുകൊണ്ട് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഹോമോജിനസ് അല്ല, ഹെറ്ററോജിനസ് ന്യൂക്ലിയർ RNA ആയിട്ടാണ് ഉണ്ടാകുക. പിന്നീട് അത് സ്പ്ലൈസ് ചെയ്ത് വേണം എക്സോൺ മാത്രമുള്ള മെച്യൂർ mRNA ഉണ്ടാകാൻ. സോ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് യൂക്കാരിയോട്സ് ആർ ഹെറ്ററോജിനസ് ന്യൂക്ലിയർ RNA, എക്സോണും ഇൻട്രോണും ഉള്ള RNA, ഹെറ്ററോജിനസ് HNRNA. RNA പോളിമറൈസ് 1 അല്ല, യൂക്കാരിയോട്സിൽ mRNA ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്, സിസ്ട്രോൺ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് RNA പോളിമറൈസ് 2 എന്ന എൻസൈമാണ്. കോംപ്ലിമെൻ്ററി ടു കോഡിംഗ് സ്ട്രാൻഡ് അല്ല, ജീനിൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും ട്രാൻസ്ക്രിപ്റ്റ് അഥവാ mRNA. mRNA will be having sequence same as coding strand of gene except that T is replaced by U. അല്ലാതെ കോഡിംഗ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി അല്ല mRNA, കോഡിംഗ് സ്ട്രാൻഡ് അതേ സീക്വൻസ് ആണ്, സെയിം ആണ്. എന്നാൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് വരാൻ പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ, choose the direction of reading of the template strand during transcription. ജീനിൻ്റെ DNA പോർഷൻ്റെ 2 സ്ട്രാൻഡ്, അതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ടാണല്ലോ mRNA ഉണ്ടാകേണ്ടത്. അപ്പോൾ RNA പോളിമറൈസ് എൻസൈമാണ് ഈ ട്രാൻസ്ക്രിപ്ഷനെ പോളിമറൈസ് ചെയ്യേണ്ടത്. RNA പോളിമറൈസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് സീക്വൻസ് 3 to 5 ഡയറക്ഷനിൽ റീഡ് ചെയ്യും. എന്നിട്ട് mRNA നിർമ്മിക്കുന്നത് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് റൂൾ അനുസരിച്ച് 5' to 3'ലേക്കാണ്. So the enzyme read the template strand 3 to 5 and write the mRNA 5 to 3. അപ്പോൾ choose the direction of reading of the template strand during transcription 3 to 5. DNA replication കാരണമായ DNA polymerase enzyme old strand or template strandനെ 3-5ലേക്ക് വായിച്ച് പുതിയ DNA സ്ട്രാൻഡിനെ 5 to 3 ഡയറക്ഷനിൽ പോളിമറൈസ് ചെയ്യും. അതുപോലെ ട്രാൻസ്ക്രിപ്ഷനിൽ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈം DNAയുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ 3 to 5 റീഡ് ചെയ്തിട്ട് റൈറ്റ് ഓർ മേക്ക് RNA in 5 to 3 ഡയറക്ഷൻ. സോ റീഡിങ് 3 to 5 ഡയറക്ഷൻ, റൈറ്റിംഗ് ഓർ മേക്കിംഗ് ദ സ്ട്രാൻഡ് 5 to 3 ഡയറക്ഷൻ. In a eukaryotic gene, the coding sequences are intervened by non-coding introns. That is very clear. കോഡിംഗ് സീക്വൻസുകൾ എക്സോൺസ്, അതിനിടയ്ക്കിടയ്ക്ക് നോൺ കോഡിംഗ് സ്ട്രക്ചറുകൾ കാണും, അതാണ് ഇൻട്രോൺസ്. ഈ എക്സോണിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നോൺസെൻസ് സീക്വൻസ് അല്ല. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ UAA, UAG, UGA ഈ രീതിയിൽ ട്രിപ്ലറ്റായിട്ട് വരുമ്പോഴാണ് നോൺസെൻസ് ആകുന്നത്.
അങ്ങനെയുള്ള സീക്വൻസ് ഒന്നും അല്ല ഈ ഇൻട്രോൺ ഭാഗത്തിരിക്കുന്നത്. അത് അർത്ഥമുള്ള ട്രിപ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സീക്വൻസാണ്, പക്ഷേ അത് ആ ജീവി ഉണ്ടാക്കുന്ന പ്രോട്ടീനിൽ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഭാഗം mRNA മെച്ചുവർ ആകുമ്പോൾ ഒഴിവാക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നോൺസെൻസ് സീക്വൻസ് അല്ല. നോൺ കോഡിങ് സീക്വൻസും നോൺസെൻസ് സീക്വൻസും ഒരേ അർത്ഥമല്ല. നോൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത സീക്വൻസ് എന്നല്ല അർത്ഥം, പക്ഷേ അത് ആവശ്യമില്ല, ഉപയോഗിക്കുന്നില്ല. എന്നാൽ നോൺസെൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ട്രിപ്ലറ്റായിട്ട് എടുക്കുമ്പോൾ സ്റ്റോപ്പ് കോഡ് തന്നെ വരണം. അപ്പോഴാണ് നോൺസെൻസ് കോഡ് വരുന്ന ഭാഗങ്ങളാണ് നോൺസെൻസ് സീക്വൻസ്. അങ്ങനെ ഒരു സീക്വൻസ് അല്ല ഇൻട്രോൺസ്, പക്ഷേ അത് നോൺ കോഡിംഗ് ആണ് ഇൻട്രോൺസ്. ജങ്ക് സീക്വൻസ് എന്ന് പറയുന്നത് 2 ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുകൾക്കിടയ്ക്ക് ലോങ് സ്ട്രെച്ചസ് ഓഫ് റിപ്പറ്റേറ്റീവ് DNA ഒക്കെ കാണും. അതിനെയാണ് ജങ്ക് സീക്വൻസ് എന്ന് പറയുക. Given below is a sample of portion of DNA sequence. What is so special about it? ഇപ്പോൾ 5' to 3' GTC GAC and opposite strand GTC GAC GTC GAC. ഇപ്പോൾ ഈ സീക്വൻസിൻ്റെ ഒരു വിശേഷം 5' 3' വായിച്ചാൽ ഒരേപോലെ വായിക്കാം, ആണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇത് ഹിൻഡ് 2 എന്ന എൻസൈം കട്ട് ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസാണ്. ഇപ്പോൾ ഇക്കോർ 1 കട്ട് ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് അതും ഇതേ ഗുണം കാണിക്കുന്നു, പാലിൻഡ്രോമിക്. ബാം H1 കട്ട് ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് അതും പാലിൻഡ്രോമിക് ആണെന്ന് കാണാം. അപ്പോൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ പർട്ടിക്കുലർ DNA പോർഷൻ സീക്വൻസ് wherein both strands read the same if the reading direction is kept the same. എന്ന് പറഞ്ഞാൽ 5'3' വായിച്ചാൽ 2 സ്ട്രാൻഡുകളും ഒരുപോലെ വായിക്കാം. അതിനാണ് പാലിൻഡ്രോമിക് സീക്വൻസുകൾ എന്ന് പറയുക. ഇൻട്രസ്റ്റിംഗ്ലി ഓരോരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമും കട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടല്ലോ, അത് പാലിൻഡ്രോമിക് ആയിരിക്കും. എല്ലാ എൻസൈമിൻ്റെയും കട്ടിംഗ് സീക്വൻസ് സിമിലർ സീക്വൻസ് അല്ല, പക്ഷേ ആ സീക്വൻസുകൾക്കെല്ലാം ഒരു പൊതു ഗുണമുണ്ട്, അതെല്ലാം പാലിൻഡ്രോമിക് സീക്വൻസുകളായിരിക്കും. ഡിസാമിങ് ഈസ് നെസസറി. ഇപ്പോൾ RDNA ഉണ്ടാക്കുക, ഡിസൈഡ് ജീൻ എഫിഷ്യൻ്റോറിയും ക്ലോണിങ് സൈറ്റും ഒക്കെയുള്ള ഒരു ഏജൻറ്റ് DNA കൂടെ ഡിസൈഡ് ജീൻ കൂട്ടിച്ചേർക്കുക ഇൻവിട്രോയിൽ വെച്ച്. ആ ഏജൻറ്റ് DNA നമ്മൾ വെക്റ്റർ DNA എന്ന് പറയും. ഡിസൈഡ് DNA കഷ്ണം ജീനും വളരെ വിശേഷങ്ങൾ എഫിഷ്യൻ്റോറിയും മറ്റുമൊക്കെയുള്ള വേറൊരു DNAയുമായിട്ട് കൂട്ടിച്ചേർക്കുക, വെക്ടറുമായിട്ട് കൂട്ടിച്ചേർക്കുക, RDNA ഉണ്ടാക്കുക. എന്നിട്ട് ആ RDNA നമ്മളൊരു സ്യൂട്ടബിൾ ഹോസ്റ്റ് സെല്ലിൽ കയറ്റുക. RDNA ടെക്നോളജിയുടെ പ്രധാന സ്റ്റെപ്പാണല്ലോ. അപ്പോൾ ഈ വെക്ടറായിട്ട് തിരഞ്ഞെടുക്കുന്ന അത് ബാക്ടീരിയൽ പ്ലാസ്മിഡുകളെ ഉപയോഗിക്കാറുണ്ട്. ബാക്ടീരിയൽ സെല്ലിലേക്ക് ജീൻ കയറ്റാൻ ബാക്ടീരിയൽ പ്ലാസ്മിഡുകൾ എക്സലൻറ്റ് വെക്ടർ. എന്നാൽ നമ്മുടെയൊക്കെ സെല്ലിലേക്കോ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലേക്കോ ഫോറിൻ ഡിസൈഡ് ജീൻ കയറ്റാൻ ഉപയോഗിക്കുന്ന വെക്ടറുകൾ പ്ലാന്റിലും ആനിമലിലും ഒക്കെ പെട്ടെന്ന് കയറാൻ കഴിവുള്ള ചില വെക്ടറുകളെയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ അഗ്രോബാക്ടീരിയം എന്ന ബാക്ടീരിയയുടെ ട്യൂമർ ജീനുള്ള പ്ലാസ്മിഡ് പ്ലാന്റ് സെല്ലിലേക്ക് പെട്ടെന്ന് കയറി ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അത് ബെസ്റ്റ് വെക്ടർ ഫോർ പ്ലാന്റ് സെൽസ്. അവിടെ ആ ട്യൂമർ ജീൻ കട്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് അഗ്രോബാക്ടീരിയത്തിൻ്റെ പ്ലാസ്മിഡ് വെക്ടറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ദോഷമുള്ള ജീൻ മാറ്റണം വെക്ടറിൽ നിന്ന്, അതാണ് ഡിസാമിങ്. അപ്പോൾ പാത്തോജനുകളെ രോഗാണുക്കളായിട്ട് പ്രവർത്തിക്കുന്ന പാരസൈറ്റുകൾ, അതാണ് പാത്തോജൻസ്. വൈറസുകളും ബാക്ടീരിയകളും പ്ലാന്റ്സിലും ഹ്യൂമനിലും ഒക്കെ കയറുന്ന വൈറസുകൾ ബാക്ടീരിയകൾ പാത്തോജനിക് ബാക്ടീരിയകളും വൈറസുകളും അവർ കയറുമെന്നുള്ള ഒരു ഉറപ്പാണ്. ആ പാത്തോജനിസിറ്റി സ്പെസിഫിസിറ്റി ടു ഇൻഫെക്റ്റ് ഹോസ്റ്റ്
അതുകൊണ്ട് ഷുവറായിട്ട് കയറും. ആ എൻഷുവർ ചെയ്യുന്ന ഇൻഫെക്ഷൻ അത് നമ്മളൊരു ഗുണമായിട്ട് എടുക്കണം. അപ്പോൾ ഫോറിൻ DNA അതുമായിട്ട് ചേർത്താൽ ഷുവറായിട്ട് കയറുമല്ലോ. പക്ഷേ അതോടൊപ്പം രോഗവും വരുന്നു. അപ്പോൾ രോഗം വരുത്താനുള്ള ജീൻ അഥവാ ഭാഗം ഈ പാതോജനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ദാറ്റ് വിൽ ബി എൻ എക്സലൻറ്റ് വെക്ടർ. ഹോസ്റ്റിന് ദോഷം വരാത്ത രീതിയിൽ ആ വെക്ടറിനെ ഉപയോഗിക്കാം. അപ്പോൾ ഡിസാമിങ് ഈസ് നെസസറി. ഡ്രോപ്പിംഗ് ദ harmful portion, അതാണ് ഡിസാമിങ്, ഈസ് നെസസറി വെൻ വി യൂസ് പാത്തോജൻ വെക്ടർ ടു ഇൻട്രൊഡ്യൂസ് ഓർ ഇൻസർട്ട് ഫോറിൻ ജീൻ ഇൻ ടു പ്ലാന്റ് സെൽ ഓർ ഹ്യൂമൻ സെൽ. ഇപ്പോൾ നമ്മുടെ ലിംഫോസൈറ്റ്സ് ബ്ലഡ് സെല്ലുകളിലേക്ക് ഫോറിൻ ജീൻ കയറ്റാനായിട്ട് നമ്മൾ റിട്രോ വൈറസിനെയാണ് ഉപയോഗിക്കുക. അതാവട്ടെ പാതോജനാണ്, പക്ഷേ അതിനെ ഡിസാം ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. വെൻ ജീൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു എനി ഹോസ്റ്റ്, ഏത് ഹോസ്റ്റിൽ കയറ്റുമ്പോഴും നമ്മൾ ഡിസാമിങ് വേണമെന്നില്ല. അപ്പോൾ ഒരു ഹോസ്റ്റിൻ്റെ ഷുവർ പാതോജനെ നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ പാതോജൻ ഡിസാം ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഷുഗർ കെയിൻ വെറൈറ്റീസ് ഡെവലപ്പ് ടു ഇൻക്രീസ് ഷുഗർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ന് കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഷുഗർ കെയിൻ, സക്കാറമാണ് ജീനസ് ഷുഗർ കെയിൻ. പണ്ടേ വടക്കേ ഇന്ത്യയിൽ വളരുന്ന ഒരു കരിമ്പിനമാണ് സക്കാറം ബാർബേറി. അത്ര ഷുഗർ കണ്ടൻ്റ് ഉള്ളതല്ല, പക്ഷേ അഡാപ്റ്റഡാണ്. തെക്കേ ഇന്ത്യക്ക് അഡാപ്റ്റഡും ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളതുമായ സക്കാറം ഒഫിഷ്യനാറും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, രണ്ട് സ്പീഷീസ് അല്ലേ സെയിം ജീനസ് ആണ്. അപ്പോൾ ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാക്കിയപ്പോൾ വടക്കേ ഇന്ത്യക്ക് അഡാപ്റ്റഡും ഹൈ ഷുഗർ കണ്ടൻറ്റുമുള്ള ഇനങ്ങളുണ്ടായി. അതാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലൊക്കെ കൂടുതൽ കൃഷി ചെയ്യുന്നത്, തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടും. അപ്പോൾ ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡുകൾ പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ ക്രോസ് ബിറ്റ്വീൻ സക്കാറം ബാർബറി നോർത്ത് ഇന്ത്യൻ സ്പീഷീസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ സ്പീഷീസ് ഓഫ് സക്കാറം ഒഫിഷ്യനാറം. ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡുകളാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ വളർത്തുന്നത്. റിയറിംഗ് ഓർ ഗ്രോയിങ് ഓഫ് ഫിഷസ് ഇൻ വാട്ടർ ബോഡീസ്, മത്സ്യം വളർത്തൽ, പിസിക്കൾച്ചർ, സെറിക്കൾച്ചർ, പട്ടുനൂൽപ്പുഴു വളർത്തൽ, സിൽക്ക് വേം കൾച്ചറിങ്, എപ്പിക്കൾച്ചർ, ഹണി ബീ കൾച്ചറിങ്, തേനീച്ച വളർത്തൽ, അക്വാകൾച്ചർ, കൾച്ചറിങ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് എഡിബിൾ അക്വാട്ടിക് ആനിമൽസ്, ഫിഷ് മാത്രമല്ല ക്രസ്റ്റേഷ്യൻസ്, പ്രോൺസ്, ഇതിനെയൊക്കെ വളർത്തുന്നതും അക്വാകൾച്ചറിൽ വരും. പിസിക്കൾച്ചർ പറഞ്ഞാൽ മത്സ്യങ്ങളെ മാത്രം വളർത്തും. ടൊമാറ്റോ ഈസ് സൊമാറ്റിക് ഹൈബ്രിഡ് ബിറ്റ്വീൻ പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ. അതായത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ഇലയിലെയും മറ്റും സൊമാറ്റിക് ഓർ പെർമനൻ്റ് സെല്ലുകൾ, മെരിസ്റ്റമാറ്റിക് സെല്ലുകളല്ല, അത് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ് മെരിസ്റ്റം. എപ്പിക്കൽ ബഡുകൾ, സ്റ്റെമ്മിൻ്റെ എപ്പിക്കൽ ബഡ്, റൂട്ടിൻ്റെ എപ്പിക്കൽ ബഡൊക്കെ ഡിവൈഡിങ് ടിഷ്യൂ ആണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എന്നാൽ മെച്ചുവർ ഭാഗത്ത് ഇലയിലും സ്റ്റെമ്മിലും മെച്ചുവർ റൂട്ടിലുമൊക്കെയുള്ള സെല്ലുകൾ അത് പെർമനൻറ്റ് സെല്ലുകളാണ്. ഇപ്പോൾ പാരൻകൈമ സെല്ലുകളൊക്കെ പെർമനൻറ്റ് സെല്ലുകളാണ്, ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ്. അതാണ് സൊമാറ്റിക് സെല്ലുകൾ. സൊമാറ്റിക് സെൽസ്, ഗാമറ്റിക് സെൽസ്, ഹാപ്ലോയിഡ് സെല്ലുകൾ എന്ന് പറയും ഗാമേറ്റ്സിനെ. എന്നാൽ ഡിപ്ലോയിഡ് സെല്ലുകൾ സൊമാറ്റിക് സെൽസ്. സൊമാറ്റിക് സെല്ലുകളിൽ തന്നെ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്, പെർമനൻറ്റ് സെല്ലുകളുണ്ട്. ഇപ്പോൾ ടിഷ്യൂ കൾച്ചറിന് സൊമാറ്റിക് സെല്ലാണ് എടുക്കുക, ഗാമേറ്റ് അല്ല. അത് സൊമാറ്റിക് സെല്ലിലെ മെരിസ്റ്റമാറ്റിക് സെൽ എടുക്കാം, പെർമനൻറ്റ് സെൽ എടുക്കാം. മെരിസ്റ്റം കൾച്ചറും ഉണ്ട്, പെർമനൻറ്റ് സൊമാറ്റിക് സെൽ കൾച്ചറും ഉണ്ട്. ഇലയിലെ സെല്ലെടുത്ത് കൾച്ചർ ചെയ്യുമ്പോൾ പെർമനൻറ്റ് സൊമാറ്റിക് സെൽ കൾച്ചറാണ്. എന്നാൽ ബഡിൽ നിന്ന് സെല്ലെടുക്കുമ്പോൾ മെരിസ്റ്റമാറ്റിക് പെർമനൻറ്റ് സെൽ, മെരിസ്റ്റമാറ്റിക് ഡിപ്ലോയിഡ് സെല്ലുകളുടെ കൾച്ചറാണ്. അതാണ് മെരിസ്റ്റം കൾച്ചർ. രണ്ടും ചെയ്യാം. എനിവേ ഡിപ്ലോയിഡ് സെല്ലാണ് ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്നത് സാധാരണ. അത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെ ഇൻഡ്യൂസ് ടു ഡിവൈഡ്. അപ്പോൾ പെർമനൻ്റായിട്ടുള്ള ആ സെല്ലുകൾ ഇലയിലെ സെല്ലെടുത്താൽ ഹോർമോൺ സ്വാധീനത്താൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് ആകും. സെക്കൻഡറി മെരിസ്റ്റത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ വിഭജിക്കാൻ തുടങ്ങും. കാലസ് ആകും, അതിൽ ബഡുകൾ വളർത്തി പ്ലാന്റ്ലെറ്റുകൾ ഉണ്ടാക്കാം.
ആണ് സൊമാറ്റിക് ക്ലോൺ പ്രൊഡക്ഷൻ. ഐഡൻറ്റിക്കൽ ധാരാളം ഇൻഡിവിജ്വൽസ് സൊമാറ്റിക് സെല്ലിൽ നിന്ന് വളർത്തിയെടുക്കാം. സൊമാറ്റിക് ക്ലോൺ പ്രൊഡക്ഷൻ. ആ സൊമാറ്റിക് ക്ലോണൽ സെല്ലുകൾ, ക്ലോണൽ പ്ലാന്റ്ലെറ്റുകൾ, തൈകൾ ഒരേപോലെ ഇരിക്കും. അതിൽ ചില അപൂർവ വേരിയേഷൻ ഉണ്ടായാൽ അത് മ്യൂട്ടേഷനാണ്. അതാണ് സോമാക്ലോണൽ വേരിയേഷൻ. റീസൺ ഈസ് മ്യൂട്ടേഷൻ ഇൻ സൊമാറ്റിക് കൾച്ചർ ഡെവലപ്പ്. എന്നാൽ സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ക്വയറ്റ് ഡിഫറൻറ്റ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികളെ ഒന്നിപ്പിക്കുക എന്നാണ് അർത്ഥം. രണ്ട് ചെടികളുടെ ഗ്യാമേറ്റുകൾ ക്രോസ് ചെയ്ത് ഹൈബ്രിഡ് ഉണ്ടാക്കാം, രണ്ട് വ്യത്യസ്ത വെറൈറ്റിയുടെയോ സ്പീഷീസിൻ്റെയോ. എന്നാൽ രണ്ട് ചെടികളുടെ സൊമാറ്റിക് സെല്ലുകൾ ഫ്യൂസ് ചെയ്യത്തില്ല, ഹൈബ്രിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ പോളിയെഥിലിൻ ഗ്ലൈക്കോൾ എന്ന സ്റ്റിമുലൻറ്റിൻ്റെ സഹായത്താൽ രണ്ട് വ്യത്യസ്ത സ്പീഷീസോ രണ്ട് വ്യത്യസ്ത ജീനസോ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ചെടികളുടെ സൊമാറ്റിക് സെല്ലുകൾ, ഇലകളിലെ സെല്ലുകൾ എടുത്താൽ മതി. അതിൻ്റെ സെല്ലുകൾ ലയിപ്പിച്ച് കളഞ്ഞിട്ട് നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകളെ അടുത്തടുത്ത് കൾച്ചർ ചെയ്യുക, പോളിയെഥിലിൻ ഗ്ലൈക്കോൾ കൊടുത്താൽ ആ പ്രോട്ടോപ്ലാസങ്ങൾ ഫ്യൂസ് ചെയ്യും. അതാണ് സൊമാറ്റിക് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ പ്രോഡക്റ്റ്, സൊമാറ്റിക് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സൊമാറ്റിക് ഹൈബ്രിഡ്. ആ തത്വപ്രകാരമാണ് പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും രണ്ട് സൊമാറ്റിക് സെല്ലുകളെ ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡാണ് പൊട്ടറ്റോ. ക്യാരറ്റിൻ്റെയും റൈസിൻ്റെയും സൊമാറ്റിക് സെല്ലുകളെ ഫ്യൂസ് ചെയ്ത് ക്യാരറ്റ് റൈസ് എന്ന സൊമാറ്റിക് ഹൈബ്രിഡും അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. Chemical to stimulate somatic protoplast fusion is polyethylene glycol, third option, PEG. PEG, polyacrylamide gel, PEG. അത് ഇലക്ട്രോഫോറസിന് അഗാർ ജെല്ലിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ജെല്ലാണ്, പോളിഅക്രിലാമൈഡ് ജെൽ. PEG, പോളിയെഥിലിൻ ഗ്ലൈക്കോളാണ് സൊമാറ്റിക് ഹൈബ്രിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. Agar gel electrophoresis is used for separation of DNA fragments according to their size. Agar gel കോട്ട് ചെയ്ത ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ DNA കഷ്ണങ്ങൾ ഇലക്ട്രോഫോറസിന് വിധേയമാക്കുമ്പോൾ DNA കഷ്ണങ്ങൾ ആനോഡിലേക്ക്, DNA കഷ്ണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ്, അതപ്പോൾ ഓപ്പോസിറ്റ് ചാർജ്, പോസിറ്റീവ് ചാർജുള്ള എൻഡ് ആനോഡിലേക്കാണ് നീങ്ങുന്നത്. ആനോഡിലേക്ക്, പോസിറ്റീവ് എൻഡിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുന്നത് നീളം കുറഞ്ഞ കഷ്ണങ്ങളായിരിക്കും. അപ്പോൾ സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. ഫാസ്റ്റ് മൂവിങ് വിൽ ബി അഗാർ ജെല്ലിൽ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിരിക്കും, സൈസ് അനുസരിച്ച് വേർതിരിക്കും. അനാറ്റമിയിൽ ബാസ്റ്റ്, വുഡെന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈലം. സെക്കൻഡറി സൈലം അഥവാ വുഡിൻ്റെ ഏറ്റവും സെൻട്രലിലുള്ള ഡാർക്കിഷ് ഭാഗമാണ് ഹാർട്ട് വുഡ്, അതിന് പുറത്തുള്ള വുഡ് ഭാഗമാണ് സാപ്പ് വുഡ്. വുഡിന് ഔട്ട്സൈഡായിട്ട് സെക്കൻഡറി മെരിസ്റ്റം അഥവാ കേമ്പിയം ഒരു നേർത്ത ലെയറായിട്ടുണ്ട്. കേമ്പിയത്തിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് സെക്കൻഡറി ഫ്ലോയം ആഡ് ചെയ്യും. ആ സെക്കൻഡറി ഫ്ലോയം, അപ്പോൾ വുഡിൻ്റെ ഔട്ട്സൈഡിൽ കാണുന്ന ടിഷ്യൂ ആണ് ബാസ്റ്റ്. അത് സെക്കൻഡറി ഫ്ലോയമാണ്. ബാസ്റ്റ് സെക്കൻഡറി ഫ്ലോയം. ഇൻ ഡൈക്കോട്ട് ലീഫ് ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുക. ലീഫും സ്റ്റെമ്മിൻ്റെ അതേ അനാറ്റമിയാണ്, അതായത് സൈലം എൻഡാർച്ച് ആയിരിക്കും. റൂട്ടിലാണ് സൈലം എക്സാർച്ച്, പ്രോട്ടോസൈലം ടുവേഴ്സ് ഔട്ട്സൈഡ് എക്സാർച്ച് റൂട്ടിൽ. എന്നാൽ സ്റ്റെമ്മിൽ വരുമ്പം പ്രോട്ടോസൈലം, ചെറിയ പ്രോട്ടോസൈലം അകത്തോട്ട് ഓറിയൻറ്റ് ചെയ്യും, എൻഡാർച്ച്. അതേ ഘടനയാണ് ലീഫിനും. അപ്പോൾ ലീഫിൽ പ്രോട്ടോസൈലം അകത്തോട്ട്, എൻഡാർച്ച് എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ഉൾവശം അഡാക്സിയൽ സൈഡാണ്. അഡാക്സിയൽ സൈഡിലേക്കായിരിക്കണം പ്രോട്ടോസൈലം. അപ്പോൾ പ്രോട്ടോസൈലം ടുവേഴ്സ് അബാക്സിയൽ സർഫസ് ലീഫിന് സ്യൂട്ടബിൾ അല്ല. എന്നാൽ ഡൈക്കോട്ട് ലീഫിൽ മീസോഫിൽ ഹാവ് 2 റീജിയൻസ്, അതിവിടെ സ്യൂട്ടബിൾ ഡിസ്ക്രിപ്ഷനാണ്. ഡൈക്കോട്ട് ലീഫിൽ എപ്പിഡെർമിസിനിടയ്ക്കുള്ള മീസോഫിൽ ഗ്രീൻ ടിഷ്യൂ 2 റീജിയനായിട്ട്, അപ്പർ പാലിസേഡ് റീജിയൻ, ലോവർ സ്പോഞ്ചി റീജിയൻ, 2 റീജിയൻ ഉണ്ട് ഡൈക്കോട്ട് ലീഫിൽ. അത് ശരിയാണ്. വെയിൻസ് ആർ ഓഫ് സിമിലർ സൈസ്. മോണോക്കോട്ട് ലീഫിലാണ് വെയിൻസിന് ഒരേ വലിപ്പം, പാരലൽ വെയിനേഷൻ. ബ്രാഞ്ച് ചെയ്ത് പോകുമ്പം വ്യത്യസ്ത വലിപ്പമുള്ള വെയിൻ വരും ഡൈക്കോട്ട് ലീഫിൽ. സബ്സിഡിയറി സെൽസ് ഏത് ലീഫിൻ്റെയും ഗാർഡ് സെല്ലിനോട് ചേർന്ന്, ടൊമാറ്റോയുടെ ഗാർഡ് സെല്ലിനോട് ചേർന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡൈക്കോട്ട് ലീഫിന് മാത്രം സവിശേഷമായ ക്യാരക്ടറായിട്ട് വരുന്നത് മീസോഫിൽ ഹാവ് 2 റീജിയൻസ്, പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി റീജിയൻസ്. മോണോക്കോട്ട് ലീഫിലാണെങ്കിൽ മീസോഫിൽ കംപ്ലീറ്റ്ലി സ്പോഞ്ചി ടൈപ്പാണ്.
എ പ്ലാന്റ് സെൽ ഷ്രിങ്സ് അവേ ഫ്രം ഇറ്റ്സ് സെൽ വോൾ. ഇങ്ങനെ സെൽ വോളിനോട് ത്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോട്ടോപ്ലാസം, സെൽ മെംബ്രെയിൻ, സെല്ലിനകത്ത് നിന്ന് വെള്ളം നഷ്ടപ്പെടുമ്പോൾ എക്സോസ്മോസിസ് നടക്കുമ്പോഴാണ് ആ ടർഗർ നഷ്ടപ്പെട്ട് സെൽ വോളിനോട് ചേർന്ന് നിൽക്കുന്ന ടർഗർ നഷ്ടപ്പെട്ട് അകത്തോട്ട് ചുരുങ്ങിപ്പോകുന്നു. അതാണ് പ്ലാസ്മോളിസിസ്. അപ്പോൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെൽ കിടക്കുമ്പോഴാണ്, പുറത്തെ സൊല്യൂഷൻ ഹൈപ്പർടോണിക് ആകുമ്പോഴാണ് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ വളരെ കുറവായതുകൊണ്ട്, ടോണിസിറ്റി കൂടുതലായതുകൊണ്ട് അവിടേക്ക് വെള്ളം സെല്ലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സെല്ലിനകത്ത് വെള്ളം കുറയുമ്പോൾ ടർഗർ ലോസ്റ്റ് ആൻഡ് ഷ്രിങ്ക്. When plant cell is placed in hypertonic solution, exosmosis and consequently plasmolysis, that is shrinking of protoplasm away from cell wall. എന്നാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്ത് ടെർജിഡ് ആകും. ഐസോട്ടോണിക് സൊല്യൂഷനിലാണെങ്കിൽ നോ നെറ്റ് ഓസ്മോസിസ്. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് ഓപ്ഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദാറ്റ്. ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ്, വാട്ടർ ലവിങ് സബ്സ്റ്റൻസുകൾ, അതാണ് ഹൈഡ്രോഫിലിക്. ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസുകൾക്ക് ഈ സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ് ലെയറിലൂടെ ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെൽ മെംബ്രെയിനിലെ കാരിയർ പ്രോട്ടീനുകൾ വഴി, ഹെൽപ്ഡ് ബൈ കാരിയർ പ്രോട്ടീൻസ് ഓർ ചാനൽ പ്രോട്ടീൻസ്, ഫെസിലിറ്റേറ്റഡ് ബൈ ചാനൽ പ്രോട്ടീൻസ്, അവയ്ക്ക് ഡിഫ്യൂസ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസുകൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന മെക്കാനിസത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഓക്കെ, വെയിറ്റ്. Okay, next question, see, plant cells submerged or immersed in pure water will become. അപ്പോൾ ഒരു സെല്ല്, പ്ലാന്റ് സെല്ല് പ്യുവർ വാട്ടറിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കിടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എൻഡോസ്മോസിസ്, സെല്ലിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്ത് കയറും, പ്രോട്ടോപ്ലാസം സ്വെല്ല് ചെയ്യും, ടെർജിഡ് ആകും. ഫ്ലാസിഡ് എന്ന് പറഞ്ഞാൽ ഐസോട്ടോണിക് സൊല്യൂഷനിൽ കിടക്കുമ്പോൾ നോ നെറ്റ് ഓസ്മോസിസ് ആണെങ്കിൽ ആ മിനിമം ടർഗറുള്ള ഒരവസ്ഥയിൽ നിൽക്കും, കൂടുതൽ സ്വെല്ല് ചെയ്യത്തില്ല. അതാണ് ഫ്ലാസിഡ് സെൽ. വീണ്ടും ജലം നഷ്ടപ്പെട്ടാൽ പ്ലാസ്മോളൈസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ ആ ഓപ്റ്റിമം നോ നെറ്റ് ഓസ്മോസിസ്, ഐസോട്ടോണിക് സൊല്യൂഷൻ കിടക്കുമ്പോഴാണ് ഫ്ലാസിഡിറ്റി. എന്നാൽ ഹൈപ്പോട്ടോണിക്കിൽ കിടക്കുമ്പോൾ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്ത് ടെർജിഡ് ആയിത്തീരും. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിന്തസിൽ PS2 റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിലയുടെ അഫിനിറ്റി 680 നാനോമീറ്റർ, PS1 700 ഇത് ആ PS2 ചേർന്നാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എൻസൈമാറ്റിക് കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അതറിയാം. വിച്ച് എലമെൻറ്റ്സ് ഹെൽപ്പ് ദ റിലീസ് ഓഫ് ഓക്സിജൻ ഫ്രം വാട്ടർ ഇൻ ഫോട്ടോസിന്തസിസ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് PS2 ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തനത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിലെ എൻസൈമുകളുടെ ആക്ടിവേറ്റേഴ്സായിട്ട് 2 എലമെൻറ്റുകൾ വേണം, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. അപ്പോൾ മാംഗനീസ് ക്ലോറിൻ ഡെഫിഷ്യൻസി വന്നാൽ വാട്ടർ സ്പ്ലിറ്റിംഗ് മേ ബി അഫക്റ്റഡ് ആൻഡ് ഫോട്ടോസിന്തസിസ് മേ ബി അഫക്റ്റഡ്. മാംഗനീസിൻ്റെയും ക്ലോറിൻ്റെയും പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫങ്ഷനാണ്. ദേ ഹെൽപ്പ് വാട്ടർ സ്പ്ലിറ്റിംഗ് ആൻഡ് consequently oxygen release from leaves during photosynthesis. In non-cyclic photophosphorylation, non-cyclic electron transport നടക്കുമ്പോൾ PS2 PS1 ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി PS2 ഇലക്ട്രോണാണ് PS1 ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ PS2 ഇലക്ട്രോൺ എമിറ്റഡ് ഹോളിലേക്ക് ഇലക്ട്രോൺ അൾട്ടിമേറ്റ്ലി ഡൊണേറ്റ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെയുള്ള ഇലക്ട്രോണാണ്. So, the ultimate source of electron is water. In C4 plants, number of carbon atoms in the primary acceptor, mesophyll cells carboxylating enzyme PP carboxylase. ആ സെല്ലിലേക്കാണ് എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കയറി വരുന്നത്. അപ്പോൾ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് PEP കാർബൺ ഡയോക്സൈഡ് ചേർന്ന് 4 കാർബൺ ഓക്സൽ അസറ്റിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ C4 പ്ലാന്റ്സ് ഈസ് 3 കാർബൺ PEP, 3 കാർബൺ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 36 വരാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ട്രൈപ്പാമിറ്റിൻ മോളിക്യൂൾ വിൽ ബി.
ഈ ട്രൈപാമിറ്റിൻ എന്ന് പറയുന്നത് ഒരു ട്രൈഗ്ലിസറൈഡാണ്. പാമിറ്റിക് ആസിഡ് 16 കാർബൺ ആറ്റമാണ്. പാമിറ്റിക് ആസിഡ് 16 കാർബണുള്ള ഒരു ഫാറ്റി ആസിഡാണ്. അങ്ങനെ 16 കാർബൺ ആറ്റമുള്ള പാമിറ്റിക് ആസിഡ് 3 എണ്ണം. എപ്പോഴും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് 3 ഫാറ്റി ആസിഡ് കണ്ടൻസ്ഡ് വിത്ത് 1 ഗ്ലിസറോൾ. ഗ്ലിസറോൾ ഈസ് CH2OH, CHOH, CH2OH, 3 കാർബൺ ഗ്ലിസറോൾ, 3 കാർബൺ ഗ്ലിസറോൾ. അതിൻ്റെ കൂടെ 16 കാർബൺ ആറ്റമുള്ള 3 പാമിറ്റിക് ആസിഡ് ചേർന്നേക്കുക. ആ ട്രൈഗ്ലിസറൈഡ്, അതാണ് ട്രൈപാമിറ്റിൻ. അപ്പോൾ പാമിറ്റിക് ആസിഡിൽ 16 കാർബൺ, 16 ഗുണം 3 48 കാർബൺ, 3 പാമിറ്റിക് ആസിഡുണ്ട്. പിന്നെ ഗ്ലിസറോൾ 3, അപ്പോൾ 48 3 51 കാർബൺ, 51 കാർബൺ. ട്രൈപാമിറ്റിൻ എന്ന ട്രൈഗ്ലിസറൈഡ്. നൈട്രോജൻ ഫിക്സേഷൻ ഇൻവോൾവ്, നൈട്രോജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് എലിമെൻ്ററി നൈട്രോജൻ N2 ഹൈഡ്രോജൻ ആഡ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് NH3 ആകുക. ഒരു N2 2 NH3 മോളിക്യൂളായിട്ട് മാറാൻ 6 ഹൈഡ്രോജൻ ചേരണം. അപ്പോൾ നൈട്രോജൻ റെഡ്യൂസ് ടു അമോണിയ, അതാണ് ആ റിയാക്ഷൻ. നൈട്രോജൻ റെഡ്യൂസ് ടു അമോണിയ. Non-cyclic photophosphorylation is different from cyclic photophosphorylation because cyclical PS2 ഉം PS1 ഉം പങ്കെടുക്കും. അപ്പോൾ ഇലക്ട്രോൺ പാത്ത് നോൺ സൈക്ലിക്കിൽ PS2 ഉം PS1 ഉം പങ്കെടുക്കും. ആണ് ഇസഡ് സ്കീം ടിപ്പിക്കൽ. അവിടെ ഇലക്ട്രോൺ പാത്ത് നോൺ സൈക്ലിക്കാണ്. സ്റ്റാർട്ട് ചെയ്തിടത്തേക്ക് ആ ഇലക്ട്രോൺ തിരിച്ചു വരത്തില്ല. എന്നാൽ സൈക്ലിക്കിൽ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ ആ പേരൻറ്റ് മോളിക്യൂളിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ആ നോൺ സൈക്ലിക്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമേ എക്സൈറ്റ് ചെയ്യൂ. സൈക്ലിക്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമേ എക്സൈറ്റ് ചെയ്യൂ. നോൺ സൈക്ലിക്കിൽ PS2 ഉം PS1 ഉം രണ്ടും എക്സൈറ്റ് ചെയ്യും. ഇസഡ് സ്കീം നോൺ സൈക്ലിക്. എന്നാൽ സൈക്ലിക്കിൽ PS1 മാത്രം എക്സൈറ്റ് ചെയ്യും. അതിലെ ഇലക്ട്രോൺ പോയി തിരിച്ച് അതിലോട്ട് വരും. അപ്പോൾ സൈക്ലിക് നടക്കണമെങ്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 only ഈസ് ഇൻവോൾവ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ബിക്കോസ് ഇൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ സൈക്ലിക്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 only ഈസ് ഇൻവോൾവ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കെയർഫുള്ളായിട്ട് വായിക്കുക, എന്നിട്ട് ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. സൈക്ലിക്കും നോൺ സൈക്ലിക്കുമായിട്ടുള്ള നോൺ സൈക്ലിക്കും സൈക്ലിക്കുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നോൺ സൈക്ലിക്കും സൈക്ലിക്കുമായിട്ടുള്ള വ്യത്യാസം ലേറ്റർ 1-ൽ, അതായത് സൈക്ലിക്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അതാണ്. Enzymes of glycolysis are present in 10 steps. Glucose converted to pyruvic acid, 10 സ്റ്റെപ്പ്. EMB pathway, Embden-Meyerhof-Parnas pathway, glycolysis. എല്ലാ സെല്ലുകളിലും, ജീവനുള്ള സെല്ലുകളിലും എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു മെറ്റബോളിസം. എയറോബിക് റെസ്പിറേഷൻ ആയാലും എനൈറോബിക് റെസ്പിറേഷൻ ആയാലും ഗ്ലൈക്കോളിസിസ് തീർച്ചയായിട്ടും ആദ്യം വേണം. ആ 10 സ്റ്റെപ്പുകളും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ, ഫ്ലൂയിഡ് സൈറ്റോപ്ലാസം, സൈറ്റോസോളിലാണ്. കാരണം ആ എൻസൈമുകൾ 10 സ്റ്റെപ്പിൻ്റെ എൻസൈമുകളും സൈറ്റോസോളിലാണുള്ളത്, സൈറ്റോപ്ലാസിലാണ്. which is the primary carbon dioxide fixation product in C4 plants. Oxaloacetic acid, 4 carbon acid ആണ് ആദ്യം ഉണ്ടാകുന്നത്. Choose the gymnosperm that have vessels in xylem. നമുക്കറിയാം, അനാറ്റമിയിൽ പഠിച്ചിട്ടുണ്ട്, ആൻജിയോസ്പേമുകളുടെ സൈലൻറ്റ് ടിഷ്യൂവിലാണ് ട്രക്കിയ അഥവാ വെസൽസും ട്രക്കീഴ്സും ഉള്ളത്, രണ്ടും ഉള്ളത്. വെസൽസും ട്രക്കീഴ്സും, ട്രക്കിയ അല്ലെങ്കിൽ വെസൽസ്, അതോടൊപ്പം ട്രക്കീഴ്സും കാണും. ജിംനോസ്പേമുകളിൽ സൈലത്തിൽ ട്രക്കീഴ്സ് മാത്രമേ ഉള്ളൂ, ട്രക്കിയ അഥവാ വെസൽസ് ഇല്ല. എന്നാൽ നീറ്റം എന്ന ഒരു എക്സെപ്ഷണൽ ജിംനോസ്പേമിൽ ആൻജിയോസ്പേമിൻ്റെ ആ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, വെസൽസ് പ്രസൻറ്റ്. നീറ്റം, സൈക്കാസും പൈനസും ഒക്കെ ടിപ്പിക്കൽ ജിംനോസ്പേം, അതിൽ വെസൽസ് ഇല്ല. അഡിയാൻഡം, വാക്കിംഗ് ഫേൺ, അത് ടെറഡോഫൈറ്റാണ്.
ടെർഡോഫൈറ്റ്സും വാസ്കുലറാണ്, അവരിലും ട്രക്കീഴ്സേ ഉള്ളൂ, വെസൽസ് ഇല്ല. ആൻജിയോസ്പോമുകളിൽ മാത്രമേ ഉള്ളൂ വെസൽസ്. ജിംനോസ്പോമിലും ടെർഡോഫൈറ്റ്സിലും ഒന്നും വെസൽസ് ഇല്ല. എന്നാൽ ജിംനോസ്പോമിലെ നീറ്റം എന്ന മെമ്പർ എവല്യൂഷണറി ഹൈറാർക്കിയിൽ ആൻജിയോസ്പോമിനോട് അടുത്ത് വരുന്നു, അതിൽ വെസൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Which of the following algae is colonial? ഗ്രീൻ ആൽഗയിൽ വോൾവോക്സ് കോളണിയാണ്, അതുപോലെ യുഡോറിനെയും ചെറിയ കോളനി ആയിട്ടാണ് വളരുക. ഹിയർ യുഡോറിന്, ബാക്കിയൊക്കെ കോളനി അല്ല. In which among the following plants tuber is adventitious root? കിഴങ്ങ് ഫുഡ് റിസർവ്ഡ് ട്യൂബർ അഡ്വൻറ്റീഷ്യസ് റൂട്ടായിട്ടുള്ളത് സ്വീറ്റ് പൊട്ടറ്റോയിലാണ്. പൊട്ടറ്റോയിൽ സ്റ്റെമ്മാണ് മണ്ണിനടിയിൽ വന്ന് ട്യൂബർ ആയിരിക്കുന്നത്. ടെർണിപ്പിൽ ടാപ്പ് റൂട്ടാണ് ട്യൂബർ ആയിരിക്കുന്നത്. ജിഞ്ചറിലും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ട്യൂബറാണ്. ഡൈഡിനാമസ് ആൻഡ്രീഷ്യം, അതായത് പൂവിൻ്റെ പെഡിസൽ, തലാമസ്, ഇവിടെ ഈ സ്റ്റേമനുകൾ 2 ഡിഫറൻറ്റ് ലെങ്ത് വരുമ്പോഴാണ് ഡൈഡിനാമിക്. എല്ലാ സ്റ്റേമിനും ഒരേ ലെങ്ത് അല്ല, 2 ഡിഫറൻറ്റ് ലെങ്തിൽ, അതാണ് ഡൈഡിനാമസ്. സാൽവിയയുടെ പൂക്കളിൽ അങ്ങനെയുണ്ട്. മസ്റ്റാർഡ്, ബ്രാസിക്കേസിയുടെ പൂക്കളിലും ഈ 2 ഡിഫറൻറ്റ് ലെങ്തിൽ ആൻഡ്രീഷ്യം വരും. ഡൈഡിനാമി. അപ്പോൾ ഇവിടെ സാൽവിയ. ടെർമിനൽ ലീഫ്ലെറ്റ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ടെൻഡ്രിൽസ്. പയറിലാണത്. കോമ്പൗണ്ട് ലീഫ്, അതിൻ്റെ ടെർമിനൽ ലീഫ്ലെറ്റ് ലാമിനയ്ക്ക് പകരം ടെൻഡ്രിലാകും പയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ, ചൂസ് ദ മറൈൻ ഫിഷ്. ഇപ്പോൾ എൻ സി ആർ ടിയിൽ ആ ലിസ്റ്റുണ്ട്. കടൽ വെള്ളത്തിൽ വളരുന്ന മത്സ്യങ്ങളുണ്ട്, ഇൻലൻഡ് വാട്ടർ അഥവാ ശുദ്ധവെള്ളത്തിൽ വളരുന്ന ഫ്രഷ് വാട്ടറിൽ വളരുന്ന മത്സ്യങ്ങളുണ്ട്. ഉപ്പുവെള്ളത്തിൽ വളരുന്നതും ഫ്രഷ് വാട്ടറിൽ വളരുന്നു. മറൈൻ ഓർ ഉപ്പുവെള്ളത്തിൽ വളരുന്നത് ഹിൽസ, സാർഡൈൻ, ട്യൂണ, മാക്കറൽ അങ്ങനെയുള്ള ഫിഷുകൾ. എന്നാൽ ഫ്രഷ് വാട്ടർ, ഇൻലൻഡ് വാട്ടറിൽ വളരുന്നതും വളർത്താവുന്നതുമായ ഫിഷുകൾ കട്ല, പോംഫ്രറ്റ്, കോമൺ കാർപ്പ് എന്നിവയാണ്. അപ്പോൾ ഈ പറയുന്നതിൽ മറൈൻ ഫിഷ്, കട്ലയും കാർപ്പും ഒക്കെ ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്. ഹിൽസ മറൈൻ ഫിഷ്. എപ്പിസ് ഇൻഡിക്ക, ബൈനോമിയൽ നെയിം ഓർ ശാസ്ത്രനാമം എപ്പിസ് ഇൻഡിക്ക ഹണി ബീയുടേതാണ്. സിൽക്ക് മോത്ത്, പട്ടുനൂൽപ്പുഴു, ബോംബിക്സ് മോറി. ഷീപ്പ്, ഓവിസ് ഡൊമസ്റ്റിക്കസ്. ഹണി ബി, എപ്പിസ് ഇൻഡിക്ക. പൗൾട്രി, കോഴിക്ക് ഗാലസ് ഡൊമസ്റ്റിക്കസ്. അപ്പോൾ എപ്പിസ് ഇൻഡിക്ക ഹണി ബിയുടെ ബൈനോമിയൽ നെയിം. എപ്പിക്കൾച്ചർ, ഹണി ബി റിയറിംഗ്. ചൂസ് ദ റൂട്ട് ഇനിഷ്യേറ്റിംഗ് ഹോർമോൺ. ഈ പ്ലാൻ ഹോർമോൺസിൽ ഈ വേരുകൾ വളരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ ടിഷ്യൂ കൾച്ചറിലൊക്കെ കാലസിൽ നിന്ന് ഡിഫറൻഷിയേഷനിലൂടെ പ്ലാന്റ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം വേരുകൾ രൂപപ്പെടണം. അതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുമ്പോൾ റാഡിക്കിൾ വേരായിട്ട് വളരണം. ഇതിനൊക്കെ കാരണമായ സുപ്രധാനമായ ഹോർമോണാണ് ഓക്സിൻ. ഓക്സിൻ പ്ലാന്റുകളിൽ തന്നെ ഈ ആവശ്യത്തിന് വേണ്ടി നാച്ചുറലായിട്ടുണ്ടാകും വേര് വളരേണ്ട സമയത്ത് ആ ടിഷ്യൂവിൽ. ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന കെമിക്കലായിട്ടാണ് ഈ ഓക്സിൻ നാച്ചുറലി പ്ലാന്റ്സിലുണ്ടാകുക. ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് IBA ആയിട്ടും ചില പ്ലാന്റുകളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA, അത് ഈ ഇൻഡോൾ അസറ്റിക് ആസിഡിൻ്റെ അതേ ഗുണം, റൂട്ട് ഇനിഷ്യേഷൻ പ്രോപ്പർട്ടിയുള്ള ഓക്സിൻ തന്നെയാണ്. പക്ഷേ സിന്തറ്റിക് ഓക്സിനാണ്. 2,4-DNA ഒക്കെ സിന്തറ്റിക് ഓക്സിൻ. IAA, IBA പ്ലാന്റ് ടിഷ്യൂകളിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഓക്സിൻസ്. വേര് വളരണമെങ്കിൽ ഓക്സിൻ അത്യാവശ്യമാണ്. എന്നാൽ എഥിലിന്, ഗേഷ്യസ് ഹോർമോണായ എഥിലിന് റൂട്ടുകളിൽ റൂട്ട് ഹെയർ കൂടുതലുണ്ടാകാനൊരു സ്റ്റിമുലേഷൻ നൽകാൻ കഴിയും. അപ്പോൾ എഥിലിൻ റൂട്ട് ഹെയർ ഫോമിങ് ഹോർമോണായിട്ട് നമുക്ക് പറയാം. റൂട്ടിൽ റൂട്ട് ഹെയർ വളരാൻ സഹായിക്കും.
എന്നാൽ റൂട്ട് വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിൻ തന്നെയാണ്. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചറിൽ ഈ ഓക്സിനും സൈറ്റോകൈനും സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഹോർമോൺസാണ്. കാലസ് വളരാനായിട്ട്, സെൽ ഡിവിഷനിലൂടെ കാലസ് വളരാനായിട്ട് ഓക്സിനും സൈറ്റോകൈനും 50-50 പ്രൊപ്പോർഷനിൽ കൊടുത്താൽ മതി. എന്നാൽ കാലസിൽ നിന്ന് റൂട്ട് വളരണമെങ്കിൽ, റൂട്ട് ഡിഫറൻസിയേഷൻ നടക്കണമെങ്കിൽ ഓക്സിൻ ഹൈ പ്രൊപ്പോർഷനിൽ കൊടുക്കണം. എന്നാൽ ഷൂട്ട് വളരാനായിട്ട് സൈറ്റോകൈനിൻ ഹൈ പ്രൊപ്പോർഷൻ സഹായിക്കും. അതാണ് എൻ്റെ അർത്ഥം. സോ റൂട്ട് ഇനിഷ്യേറ്റിംഗ് ഹോർമോൺ, നോ ഡൗട്ട് ഓക്സിൻ. RR മസ്റ്റാർഡ്, അതായത് GMO ക്രോപ്സ്, ട്രാൻസ്ജനിക് ക്രോപ്പ് പ്ലാന്റുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ BT കോട്ടൺ, RNAi ടൊബാക്കോ, ഗോൾഡൻ റൈസ്, ഫ്ലേവർ, സേവർ, ടൊമാറ്റോ, RR മസ്റ്റാർഡ് or DHM-11 എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആണ്. ഇതിൽ BT കോട്ടൺ നിങ്ങൾക്കറിയാം. കോട്ടൺ ബോൾവോമിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള BT ജീൻ ഇൻസർട്ട് ചെയ്ത കോട്ടൺ പ്ലാന്റ്. RNA ടൊബാക്കോ, മെലോഡിഗൈനി ഇൻകോഗ്നീഷ്യ എന്ന നിമറ്റോഡ് വേമിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള RNAi ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൊബാക്കോ. ഗോൾഡൻ റൈസ് എന്താണ്? GMO റൈസ് ബൈ ഇൻസർട്ടിങ് വിറ്റമിൻ എ പ്രൊഡ്യൂസിങ് ജീൻ ഇൻ ടു ഹൈബ്രിഡ് ബസ്മതി റൈസിൽ വിറ്റമിൻ എ ജീൻ കയറ്റിയതാണ് ഗോൾഡൻ റൈസ്. അപ്പോൾ വിറ്റമിൻ എ ഉള്ള റൈസ് കിട്ടും. ഫ്ലേവർ സേവർ ടൊമാറ്റോ, തക്കാളി, അതിൽ ഫ്രൂട്ട് റൈപ്പനിങ് റെഡ്യൂസ് ചെയ്യാൻ, സ്ലോ ചെയ്യാനുള്ള ജീൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അഴുകി പഴുത്തു പോകത്തില്ല, ലോങ് ഫ്രൂട്ട് ലൈഫ് കിട്ടും. ഫ്ലേവർ സേവർ ടൊമാറ്റോ. റൈപ്പനിങ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൊമാറ്റോ. വളരെ ലേറ്റസ്റ്റായിട്ട് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഫേമസ് GMO ആണ് കടുക്, RR മസ്റ്റാർഡ്. ധാര ഹൈബ്രിഡ് മസ്റ്റാർഡ് നമ്പർ 11 ടെക്നിക്കലി, പോപ്പുലർലി RR മസ്റ്റാർഡ്. ഇതൊരു ഹൈബ്രിഡ് മസ്റ്റാർഡാണ്, ബ്രാസിക്കയാണ്. അത് ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിനെ RR മസ്റ്റാർഡ് എന്ന് പറയാൻ കാരണം റൗണ്ട് അപ്പ് റെഡി മസ്റ്റാർഡ്. റൗണ്ട് അപ്പ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി വളരെ ഫേമസ് ആയ ഒരു ഹെർബിസൈഡാണ്. റൗണ്ട് അപ്പ് റെഡി ആണ് RR. റൗണ്ട് അപ്പ് റെഡി ഈസ് എ പവർഫുൾ ഹെർബിസൈഡ്. കളനാശിനി, കീടനാശിനിയല്ല, കളസസ്യങ്ങളെ നശിപ്പിക്കുന്ന മരുന്ന്. ഹെർബിസൈഡ് ദാറ്റ് കണ്ടെയ്ൻ അതിൻ്റെ കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഗ്ലൈഫോസേറ്റ് എന്ന പദാർത്ഥമാണ്. ആണ് RR. ഗ്ലൈഫോസേറ്റ് എന്ന ഹെർബിസൈഡ് കെമിക്കൽ ആണ് RR. ഈ RR അഥവാ ഗ്ലൈഫോസേറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുള്ള ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത മസ്റ്റാർഡാണ് RR മസ്റ്റാർഡ്. ഗ്ലൈഫോസേറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഹെർബിസൈഡ് റെസിസ്റ്റൻസിനുള്ള ജീനുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കടുക് കൃഷി ചെയ്ത വയലിൽ മറ്റ് കളസസ്യങ്ങളെ നശിപ്പിക്കാൻ ഹെർബിസൈഡ്, ഗ്ലൈഫോസേറ്റ് ധൈര്യമായിട്ട് തളിക്കാം. കാരണം ഈ മസ്റ്റാർഡിനെ അത് ബാധിക്കുകയില്ല. അല്ലെങ്കിൽ ആ ഹെർബിസൈഡ് തളിക്കുമ്പോൾ മസ്റ്റാർഡും കൂടെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഗ്ലൈഫോസേറ്റ് ഓർ RR റെസിസ്റ്റൻ്റ് ജീൻ ഇൻട്രൊഡ്യൂസ്ഡ് മസ്റ്റാർഡാണ് RR മസ്റ്റാർഡ്. ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് മസ്റ്റാർഡ്. അപ്പോൾ ഈ കള നശിപ്പിക്കാൻ മാനുവൽ ലേബറൊക്കെ ഒഴിവാക്കാം, ജോലിക്കാരൊന്നും വേണ്ട, ഈ കളനാശിനി തളിക്കാം, മസ്റ്റാർഡ് നശിക്കത്തില്ല, അത് റെസിസ്റ്റൻ്റ് ആയി.
അപ്പോൾ ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ട്രാൻസ്ജനിക് മസ്റ്റാർഡ്, GEAC സ്റ്റാൻഡ്സ് ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതാണ് കറക്റ്റ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ് ഏറ്റവും കറക്റ്റ് ഫോം ഓഫ് GEAC. അത് ഇന്ത്യയിലെ അപ്പെക്സ് ഗവൺമെൻറ് ബോഡി ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് all kinds of RDNA technology research and products in India. Genetic Engineering Approval Committee. Okay. അപ്പോൾ യു മസ്റ്റ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം ഒക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് NCERT വീണ്ടും വായിക്കുക. ഓരോരോ ക്വസ്റ്റ്യൻ സിറ്റുവേഷനിൽ അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ സബ്ജക്റ്റ് മാറ്ററിൻ്റെ തറോ നോളജ് വേണം. സോ അഗെയിൻ റിപ്പീറ്റഡ്ലി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് NCERT എല്ലാ ചാപ്റ്ററുകളും എല്ലാ ടോപ്പിക്കുകളും അങ്ങനെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഡേ ഓൾ ഓഫ് യു. അപ്പം നമ്മുടെ അടുത്ത ഹോൾ ടോപ്പിക് ടെസ്റ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സെക്ഷൻ എയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എൻസൈംസ് യൂസ്ഡ് ഇൻ ക്ലാരിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോബിയൽ സോഴ്സിൽ നിന്നുള്ള എൻസൈംസ്. ഇത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രൂട്ട് ജ്യൂസിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈംസ് നമുക്കറിയാം, പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്. പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്, അതാണ് ആൻസർ. സോറി, ഓക്കെ, പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ് ആണ് ആൻസർ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്രോട്ടിയേസ് ആൻഡ് ലൈപ്പേസ്. അപ്പോൾ ലൈപ്പേസ് എന്ന് പറയുന്ന മൈക്രോബിയൽ സോഴ്സിൽ നിന്നുള്ള എൻസൈം ഉപയോഗിക്കുന്നത് ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയാണ്. അപ്പം അതായത് ഓയിലി സ്റ്റെയിൻസിൻ്റെ റിമൂവലിന് വേണ്ടി ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയാണ് മൈക്രോബിയൽ ലൈപ്പേസ് ഉപയോഗിക്കുന്നത്. അപ്പം അത് അടുത്ത സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് എന്ന എൻസൈമിനെയാണ് ക്ലോട്ട് ബസ്റ്റർ എന്ന് വിളിക്കുന്നത്. ക്ലോട്ട് ബസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന എൻസൈമിൻ്റെ സോഴ്സ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച പേഷ്യൻസിന് ബ്ലഡ് വെസൽസിനകത്ത് ഡെവലപ്പ് ചെയ്ത ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷനാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ഓപ്ഷനിൽ സ്റ്റാറ്റിൻസ്. സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. അപ്പോൾ ബ്ലഡ് കൊളസ്ട്രോൾ, ലിവറിലാണ് ബ്ലഡ് കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത്, അപ്പോൾ കൊളസ്ട്രോൾ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമിനെ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന മെത്തേഡിലൂടെ ബ്ലോക്ക് ചെയ്ത് ബ്ലഡ് കൊളസ്ട്രോൾ സിന്തസിസ് ബ്ലോക്ക് ചെയ്യുന്ന ഏജൻ്റാണ് സ്റ്റാറ്റിൻസ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഈസ്റ്റാണ്. ഈസ്റ്റ്, മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന ഈസ്റ്റാണ് സ്റ്റാറ്റിൻസിൻ്റെ സോഴ്സ്. അപ്പം അങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് സെലക്ട് ദി റോങ്ലി മാച്ച്ഡ് പെയർ. അപ്പോൾ ഇവിടെ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസും അതിൻ്റെ അതായത് ഇവിടെ നമ്മളൊരു ബയോ കൺട്രോൾ ഏജൻറ്റ് അത് ഏത് പാത്തോജൻ, പാരസൈറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് പാത്തോജനെയാണ് നശിപ്പിക്കുന്നത്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. BT സ്പോർസ്, ഡ്രൈഡ് BT സ്പോർസ്. BT എന്താണെന്നറിയാമല്ലോ, ബേസില്ലസ് തൂറിൻജിയൻസിസ്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്, ഡ്രൈഡ് BT സ്പോർസ് ഉപയോഗിക്കുന്നത് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് നശിപ്പിക്കാനാണ്. ഇവിടെ നമുക്ക് റോങ്ലി മാച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കറക്റ്റാണ്. ഡ്രാഗൺ ഫ്ലൈസിനെ ഉപയോഗിക്കുന്നത് മൊസ്കിറ്റോസിനെ നിയന്ത്രിക്കാൻ വേണ്ടി, അതും കറക്റ്റ്. ദെൻ ലേഡി ബേർഡ് ബീറ്റിൽ, അത് ഏഫിഡ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അതും കറക്റ്റ്. ബാക്യുലോ വൈറസസ്. അപ്പോൾ ബാക്യുലോ വൈറസസ് എന്ന് പറയുന്നത് പാത്തജൻസ് ആണ്.
അതായത് ഇൻസെക്റ്റുകളെയും ആർത്രോപോഡുകളെയും സ്പെസിഫിക് ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്ന പാത്തോജൻസ് ആണ് ബാക്ടീരിയോ വൈറസ്. ഈ ബാക്ടീരിയോ വൈറസുകളുടെ കീഴിൽ വരുന്ന ഒരു ജനേറയാണ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. പോളിഹെഡ്രോ വൈറസ്. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അപ്പോൾ ഇതിനെ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ആ ബയോ കൺട്രോൾ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഇൻസെക്റ്റുകളെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ബയോ കൺട്രോൾ ഏജൻ്റാണ് NPV, ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അതായത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നാരോ സ്പെക്ട്രം സ്പീഷീസ് സ്പെസിഫിക് ഇൻസെക്ടിസൈഡ്. നാരോ സ്പെക്ട്രം സ്പീഷീസ് സ്പെസിഫിക് ഇൻസെക്ടിസൈഡ്. അപ്പോൾ ഈ മോത്തുകളുടെ കാറ്റർപില്ലേഴ്സിനെ കൊല്ലാനാണ് സ്പെസിഫിക് ആയിട്ട് ബാക്ടീരിയോ വൈറസുകളെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ഫംഗൽ പാത്തോജൻസ് എന്നാണ്. അപ്പോൾ ഇതാണ് മിസ്മാച്ച്ഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പീപ്പിൾ ഹൂ ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം പ്ലെയിൻസ് ടു ആൻ ഏരിയ ഇൻ ലേ ഇൻ ലഡാക്ക്. അപ്പം ലേ ഇൻ ലഡാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനാണ്. എബൌട്ട് 6 months ബാക്ക്, അതായത് 6 മാസം മുമ്പേ ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തവർ. അപ്പോൾ 6 മാസം മുമ്പേ മൈഗ്രേറ്റ് ചെയ്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ കണ്ടീഷൻസുമായിട്ട് അവർ ഫിസിയോളജിക്കലി അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ ഓൾറെഡി അഡാപ്റ്റഡ് ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദേ ഹാവ് ദി യൂഷ്വൽ RBC കൗണ്ട് ബട്ട് ദെയർ ഹീമോഗ്ലോബിൻ ഹാസ് വെരി ഹൈ ബൈൻഡിങ് അഫിനിറ്റി ടു ഓക്സിജൻ. അത് റോങ് ആണ്. അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡുമായിട്ട് ഓൾറെഡി അഡാപ്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് RBC കൗണ്ട് വളരെ കൂടുതലായിരിക്കും. RBC കൗണ്ട് കൂടുതലായിരിക്കും. മാത്രമല്ല RBCകൾക്ക് ഓക്സിജൻ അഫിനിറ്റി കുറവായിരിക്കും. ഓക്സിജൻ അഫിനിറ്റി കുറവ്, അതാണ് അക്ലിമറ്റൈസേഷൻ്റെ പാർട്ടായിട്ട് ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദേ ഹാവ് മോർ RBCs ആൻഡ് ദെയർ ഹീമോഗ്ലോബിൻ ഹാസ് ലോവർ ബൈൻഡിങ് അഫിനിറ്റി ടു ഓക്സിജൻ. ഇതാണ് ആൻസർ. RBC കൗണ്ട് നോർമൽ പേഴ്സൺസിനേക്കാളും ഹൈ ആയിരിക്കും. മാത്രമല്ല ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കുറവായിരിക്കും. അപ്പോൾ അതാണ് അഡാപ്റ്റേഷൻ. ദേ ആർ അൺഏബിൾ ടു ഡു എനി മസ്കുലാർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തെറ്റാണ്. കാരണം അവർ ഓൾറെഡി അക്ലിമറ്റൈസ്ഡ് ആയി കഴിഞ്ഞു. 6 മാസം മുമ്പേ ലേയിലെത്തിയവരാണ്. സോ ദേ ആർ അക്ലിമറ്റൈസ്ഡ് ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടീഷൻസ്. അവർക്ക് മസ്കുലാർ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ദേ സഫർ ഫ്രം ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്. അതും തെറ്റാണ്. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകുന്നത് ആർക്കാണ്? പ്ലെയിൻസിൽ നിന്ന് ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകുന്നവർക്കാണ്. പോയി അവിടെ 6 മാസം താമസിച്ചവർക്ക് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവില്ല. പോയി ഒരു ആദ്യത്തെ 1-2 ആഴ്ച ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് കാണും. അതിന് റീസൺസ് എന്താണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവ്. അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാണ്. അതുപോലെ തന്നെ ഓക്സിജന് പാർഷ്യൽ പ്രഷർ കുറവ്. അപ്പം ഈ 2 പ്രശ്നങ്ങളാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാക്കുന്നത്. അപ്പം ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഓവർകം ചെയ്യുന്നത് ഫിസിയോളജിക്കൽ മെക്കാനിസംസിലൂടെയാണ്. RBC കൗണ്ട് കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കുറയ്ക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത്, വെൻ ഓൾ സ്റ്റാർ ഫിഷസ്, അതായത് പിസാസ്റ്റർ, വെർ റിമൂവ്ഡ് ഫ്രം an enclosed intertidal area, more than 10 species of invertebrates became extinct. This shows that, അതായത് സ്റ്റാർഫിഷ് പിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രെഡേറ്ററാണ്, ഒരു മേജർ പ്രെഡേറ്ററാണ്. അപ്പോൾ ഒരു റോക്കി ഇൻ്റർടൈഡൽ സോണിൽ നിന്ന് പിസാസ്റ്റേഴ്സിനെ മൊത്തം റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത അവസ്ഥയിൽ ഒരു വർഷം കൊണ്ട് അവിടെ 10 ഇൻവെർട്ടബ്രേറ്റ് സ്പീഷീസുകൾ എക്സ്റ്റിങ്റ്റ് ആയി. അപ്പോൾ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ കാരണം എക്സ്റ്റിങ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അതായത് പിസാസ്റ്റർ എന്ന പ്രെഡേറ്റർ സ്റ്റാർഫിഷ് ഉണ്ടെങ്കിൽ പിസാസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് പ്രേ സ്പീഷീസുകളെ തിന്നുകൊണ്ടിരിക്കും. അത് കാരണം പ്രേ സ്പീഷീസുകളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ക്രമാതീതമായിട്ട് കൂടുന്ന അവസ്ഥയില്ല, എപ്പോഴും നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രേ സ്പീഷീസുകൾ തമ്മിൽ കോമ്പറ്റീഷൻ കുറയും.
പ്രേ സ്പീഷീസുകളുടെ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ പറ്റും. അതിലൂടെ പ്രേ സ്പീഷീസുകളുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണിവിടെ സൂചിപ്പിക്കുന്നത്. പ്രിഡേറ്റേഴ്സ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് പ്രേ സ്പീഷീസ്. പ്രിഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് പ്രേ സ്പീഷീസ്. അപ്പം അത് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡിൻ്റെ ഇൻഡിക്കേഷൻ അല്ല. പ്രിഡേറ്റർ ഈസ് ടു എഫിഷ്യൻറ്റ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റ്സ് ഇറ്റ്സ് പ്രേ. അത് തെറ്റാണ്. പ്രിഡേറ്റർ ഒരിക്കലും അതിൻ്റെ ഫീഡിങ് എഫിഷ്യൻസി കൂട്ടി അത് പ്രേയിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. കാരണം ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രേ സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആവും, തുടർന്ന് പ്രിഡേറ്ററിനും എക്സ്റ്റിങ്ക്റ്റ് ആവേണ്ടി വരും. അത് കാരണം പ്രിഡേറ്റർ ഒരിക്കലും പ്രേ സ്പീഷീസുകളെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അടുത്തത് പ്രിഡേറ്റേഴ്സ് കീപ്പ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. അത് കറക്റ്റാണ്. പ്രിഡേറ്റേഴ്സ് പ്രേ സ്പീഷീസുകളെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത് കാരണം പ്രേ സ്പീഷീസുകളുടെ പോപ്പുലേഷൻ സൈസ് എപ്പോഴും ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിന് അത് ആൻസർ അല്ല. ആൻസർ 3 ആണ്. ആൻസർ 3. ശരി. അപ്പം അടുത്തത് ഗിവൺ ഡയഗ്രാം ബിലോ റെപ്രസെൻറ്റ്സ് സിംപ്ലിഫൈഡ് മോഡൽ ഓഫ് ഫോസ്ഫറസ് സൈക്ലിംഗ് ഇൻ എ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം. അതായത് ഫോസ്ഫറസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് ABCD മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് അവിടെ വരുന്ന ഇവൻ്റ് എന്താന്ന് എഴുതണം. അപ്പം റോക്ക് മിനറൽസ്, അതായത് നമുക്കറിയാം ഫോസ്ഫറസ് സെഡിമെൻ്ററി സൈക്കിളാണ്. എർത്ത്സ് ക്രസ്റ്റ് അല്ലെങ്കിൽ റോക്സ് ആണ് ഫോസ്ഫറസിൻ്റെ റിസർവോയർ. ഇപ്പം റോക്സിൽ ഫോസ്ഫറസ് ഈസ് ഫൗണ്ട് ആസ് ഫോസ്ഫേറ്റ് ഫോമിലാണ് കാണുന്നത്. അപ്പോൾ റോക്ക് വിതറിങ് നടക്കുമ്പോൾ റോക്സിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റ് സോയിലിലോട്ട് വരുന്നു. അപ്പോൾ റോക്ക് മിനറൽസ്. അപ്പോൾ D എന്താണ്? റോക്ക് വിതറിങ് ആണ്. റോക്ക് വിതറിങ് എന്ന് എഴുതാം. ഇപ്പം റോക്ക് വിതറിങ് നടക്കുമ്പോൾ റോക്കിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റ് സോയിലിലോട്ട് കടന്നു വന്ന് സോയിൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്നു. സോയിൽ സൊല്യൂഷനിൽ ഇപ്പോൾ ഫോസ്ഫേറ്റ് എത്തി. അതിന് പ്ലാന്റ്സ് ആണ് അതിൻ്റെ അപ്ടേക്ക് നടത്തുന്നത്. സോയിൽ സൊല്യൂഷനിൽ നിന്ന് പ്ലാന്റ്സ് ഫോസ്ഫേറ്റിൻ്റെ അപ്ടേക്ക് നടത്തുന്നു. ദെൻ ഇനി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഫോസ്ഫേറ്റ് കൺസ്യൂമേഴ്സിലോട്ട് വരുന്നു. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് ഡെഡായി അല്ലെങ്കിൽ അവരുടെ ഇലകൾ, പൂക്കൾ ഇതൊക്കെ പൊഴിഞ്ഞു വീഴുക. അതിലൂടെ അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഡെട്രിറ്റസ് ആയിട്ട് മാറുന്നു. ഇവിടെ ലിറ്റർ ഫോൾ. ഓക്കെ. പ്രൊഡ്യൂസേഴ്സും ഡെട്രിറ്റസ് ആയി, കൺസ്യൂമേഴ്സും ഡെട്രിറ്റസ് ആയി. തുടർന്ന് ഡെട്രിറ്റസിൻ്റെ ഡീകമ്പോസിഷൻ നടക്കും. ഡീകമ്പോസിഷൻ. അപ്പോൾ ഡീകമ്പോസിഷൻ നടക്കുന്ന അവസ്ഥയിൽ ഡെട്രിറ്റസിൽ ഓർഗാനിക്കലി ബൗണ്ട് ഫോമിലിരിക്കുന്ന ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോമിലോട്ട് കൺവേർട്ടഡ് ആവും. അതായത് ഫോസ്ഫേറ്റ് സോളിബിലൈസിങ് ബാക്ടീരിയയുടെ ആക്ഷനിൽ ഓർഗാനിക്കലി ബൗണ്ട് ഫോമിൽ ഇരിക്കുന്ന ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോമിലോട്ട് കൺവേർട്ടഡ് ആവും. തുടർന്ന് സോയിൽ സൊല്യൂഷനിലോട്ട് കടന്നു വരുന്നു. അപ്പോൾ ഇതാണ് ഫോസ്ഫറസ് സൈക്ലിംഗ്. ആ സോയിൽ സൊല്യൂഷനിൽ നിന്ന് കുറച്ച് ഫോസ്ഫേറ്റ് നഷ്ടപ്പെടും. അതാണ് ഈ റൺ ഓഫ് എന്ന് കാണിച്ചിരിക്കുന്നത്. നഷ്ടപ്പെടുന്ന ഫോസ്ഫേറ്റിനെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് റോക്സിൽ നിന്നാണ്. ഇപ്പം എന്താണ്? ലിറ്റർ ഫോൾ. B ഡീകമ്പോസിഷൻ. C അപ്ടേക്ക്. D വിതറിങ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ. ശരി. അടുത്തത് സെലക്ട് ദി വൺ ദാറ്റ് ഷോസ് ഹൈഡ്രാർക്ക് സക്സഷൻ ഇൻ എ പോണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ അതിൻ്റെ സ്റ്റേജുകൾ. ഹൈഡ്രാർക്ക് സക്സഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഡ്രാർക്ക് സക്സഷൻ ഈസ് സക്സഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഹാബിറ്ററ്റ് വിച്ച് ഇസ് ടു വെറ്റ്. അതാണ് ഹൈഡ്രാർക്ക് സക്സഷൻ. അതിനൊരു എക്സാമ്പിളാണ് സക്സഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ന്യൂലി കൺസ്ട്രക്റ്റഡ് പോണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ സ്റ്റേജാണ്. അതായത് അവിടെ പയനിയർ സ്പീഷീസ് എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണ്. ഫൈറ്റോപ്ലാങ്ക്ടൺ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് തുടർന്ന് അടുത്ത സെറൽ സ്റ്റേജിന് ഫേവറബിൾ ആവും. അതായത് സബ്മേർജ്ഡ് ആൻഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ്. അപ്പോൾ ആ ഒരു സെറൽ സ്റ്റേജ് അടുത്ത സ്റ്റേജിന് ഫേവറബിൾ ആയി. അടുത്ത സ്റ്റേജ് ഏതാണ്? റീഡ് സ്വാംപ് സ്റ്റേജ്. തുടർന്ന് മാർഷ് മെഡോ, സ്ക്രബ്, ഫോറസ്റ്റ്. അപ്പോൾ ഫൈറ്റോപ്ലാങ്ക്ടൺ സ്റ്റേജ്, സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്,
സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ്, പിന്നെ റീഡ് സ്വാമ്പ്, മാർഷ് മെഡോ, സ്ക്രബ്, ഫോറസ്റ്റ്. ഇവിടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ സക്സഷൻ തുടങ്ങിയത് ഹൈഡ്രിക് ആയിട്ടുള്ള ഹാബിറ്ററ്റിൽ നിന്നാണ്, അതായത് ഹാബിറ്ററ്റ് വിച്ച് ഇസ് ടു വെറ്റ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏത് തരത്തിലുള്ള ഹാബിറ്ററ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? മെസിക് ഹാബിറ്ററ്റ്. Climax community is existing in mesic habitat, that is habitat which is having moderate conditions. It is neither too wet nor too dry. അങ്ങനെ moderate ആയിട്ടുള്ള അവസ്ഥ ഉള്ള ഹാബിറ്ററ്റ് ആണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, അതായത് ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ബയോഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിൽ വെർട്ടബ്രേറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് പൈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഗിവൺ പൈ ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദി പ്രൊപ്പോർഷനേറ്റ് നമ്പർ ഓഫ് മേജർ ടാക്സ ഓഫ് വെർട്ടബ്രേറ്റ്സ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുമ്പം ടോട്ടൽ വെർട്ടബ്രേറ്റുകളുടെ 50% എ ആണ്. അത് ഏതാണെന്നറിയാലോ? ഫിഷസ് ആണ്. ഫിഷസ് എ എന്ന് പറയുന്നത് ഫിഷസ്. പിന്നെ ഫിഷസ് കഴിഞ്ഞാൽ അടുത്ത സ്പീഷീസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഗ്രൂപ്പാണ് ബി. അതേതാണെന്നറിയാലോ? ബേർഡ്സ് ആണ്. ഇത് ഫിഷസ്, എ ഫിഷസ് ആണ്, ബി ബേർഡ്സ്. ദെൻ ഇവിടെ മാമൽസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആംഫിബിയൻസ്, ഇത് റെപ്റ്റൈൽസ്. അതായത് ഇപ്പം സ്പീഷീസ് റിച്ച്നെസ് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്പീഷീസുകളുള്ളത് ഫിഷസിനാണ്. അത് കഴിഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബേർഡ്സിൽ. അത് കഴിഞ്ഞാൽ റെപ്റ്റൈൽസ് ആണ്, പിന്നെ ആംഫിബിയൻസ്. സ്പീഷീസുകൾ ഏറ്റവും കുറവ് മാമൽസിനാണ്. ഇവിടെ ആൻസർ 4 ആണ്. എ ഫിഷസ്, ബി ബേർഡ്സ്. അടുത്തത് ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് ഫ്രം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൂടി വരുന്നു, എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ലോ ഓൾട്ടിറ്റ്യൂഡ് ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പം ലോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പ്ലെയിൻസിൽ നിന്ന് ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും, ഇൻക്രീസ് ചെയ്യില്ല, ഡിക്രീസസ് ആസ് വി മൂവ് ഫ്രം ലോ ഓൾട്ടിറ്റ്യൂഡ് ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെ ഡിക്രീസസ് ആണ്. അടുത്തത് ലോ ലാറ്റിറ്റ്യൂഡ് ടു ഹൈ ലാറ്റിറ്റ്യൂഡ്. ലോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈക്വേറ്റർ ആണ്, ഹൈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പോളാർ റീജിയനിലാണ്. അപ്പം ലോ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഹൈ ലാറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ സ്പീഷീസുകളുടെ എണ്ണം കുറഞ്ഞു വരും, ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ്. അടുത്തത് പോൾസിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരുമ്പോൾ, പോളാർ റീജിയനിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരുമ്പോൾ സ്പീഷീസുകളുടെ എണ്ണം കൂടി വരും. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ആണ് ആൻസർ. പോൾസ് ടു ഈക്വേറ്റർ ആണ് ആൻസർ. ഇനി വാലി ടു ടോപ്പ് ഓഫ് എ മൗണ്ടൻ. അപ്പോൾ വാലിയിൽ നിന്ന് മൗണ്ടൻ ടോപ്പിലോട്ട് പോകുമ്പോൾ സ്പീഷീസുകളുടെ നമ്പർ കൂടില്ല, കുറയും, ഡിക്രീസസ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഇസ് ദി ആൻസർ. അടുത്തത് ദി ഫോളോയിങ് സൗണ്ട് മേ ഡാമേജ് ഇയർ ഡ്രം ആൻഡ് ക്യാൻ ഇമ്പയർ ഹിയറിംഗ് എബിലിറ്റി പെർമനൻ്റ്ലി. നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ ഏത് നോയ്സ് ലെവലാണ് ഇയർ ഡ്രമ്മിനെ ഡാമേജ് ചെയ്ത് ഹിയറിംഗ് പെർമനൻ്റ് ആയിട്ട് ഇമ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് 150 dB. 150 dB. ഓപ്ഷൻ 4 ആണ് ആൻസർ. അതായത് സൗണ്ട് ലെവൽ ഓഫ് 150 dB or above may damage tympanum and cause that is can permanently cause hearing impairment. Okay. ഇനി അടുത്തത് given diagram represents relative contribution of various gases to total global warming. അപ്പം നമുക്കിവിടെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പെർസെൻറ്റേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ചാർട്ടിൽ. അപ്പം അത് ഏതൊക്കെ ഗ്യാസസ് ആണെന്ന് കണ്ടുപിടിക്കാം. അതായത് ABCD ഇത് ഏതൊക്കെ ഗ്യാസസ്? അപ്പം D എന്ന് പറയുന്നത് ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ 60%. അപ്പം അത് ഏത് ഗ്യാസ് ആണെന്നറിയാമല്ലോ? CO2 ആണ്. CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ 20% എന്ന് പറയുന്ന മീത്തേനാണ്. മീത്തേൻ. ദെൻ ഇനി 14% CFC, 6% N2O. അപ്പം ഈ രീതിയിലാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ.
കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥെയിൻ 20%, CFC 14%, N2O 6%. അപ്പോൾ എ മീഥെയിൻ, ബി CFC, സി N2O, ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ 3 is the answer. അടുത്തത്, വിച്ച് അവാർഡ് ഈസ് ഡിക്ലെയർഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് ലിങ്ക്ഡ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്? അപ്പോൾ അത് നമുക്കറിയാലോ, അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അതാണ് ആൻസർ. അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. പിന്നെ ബാക്കി ഓപ്ഷൻസ് സുന്ദർലാൽ ബഹുഗുണ വൈൽഡ് ലൈഫ്, അങ്ങനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡില്ല. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുമ്പം ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ് സുന്ദർലാൽ ബഹുഗുണ. ഇവിടെ ചിപ്കോ മൂവ്മെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രമേഷ് ചന്ദ് ഡാഗർ, രമേഷ് ചന്ദ് ഡാഗർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് നടത്തിയ വ്യക്തിയാണ്. മാത്രമല്ല ഹരിയാന കിസാൻ വെൽഫെയർ സൊസൈറ്റിയുടെ ഫൗണ്ടറാണ്. ഹരിയാന കിസാൻ വെൽഫെയർ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്തത്, ഡക്റ്റ് വിച്ച് ട്രാൻസ്പോർട്ട് സ്പേംസ് ടു എപ്പിഡിഡൈമിസ്. അതായത് ഇപ്പം നമ്മൾ ടെസ്റ്റിസിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്താൽ അകത്തിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, 200 കമ്പാർട്ട്മെൻറ്റ്സ്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്താണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ഓപ്പണിംഗ് ഇൻ ടു ദി റേറ്റഡ് ടെസ്റ്റസ്. ഇത് റേറ്റഡ് ടെസ്റ്റസ്, റേറ്റഡ് ടെസ്റ്റസ്. ഓക്കെ, അപ്പോൾ റേറ്റഡ് ടെസ്റ്റസിൽ നിന്ന് പുറത്തോട്ട്, ടെസ്റ്റസിൻ്റെ പുറത്തോട്ട് വരുന്ന ഡക്റ്റുകളാണ് വാസ എഫറൻഷ്യ, വാസ എഫറൻഷ്യ. ഓക്കെ, വാസ എഫറൻഷ്യ ടെസ്റ്റസിൻ്റെ പോസ്റ്റീരിയർ സൈഡിലുള്ള ഒരു ഹൈലി കോയിൽഡ് ഡക്റ്റിലോട്ടാണ് തുറക്കുന്നത്. അപ്പോൾ ഈ ഹൈലി കോയിൽഡ് ഡക്റ്റിൻ്റെ പേരാണ് എപ്പിഡിഡൈമിസ്. ഇവിടെ ക്വസ്റ്റ്യൻ, ഡക്റ്റ് വിച്ച് ട്രാൻസ്പോർട്ട് സ്പേംസ് ടു എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസിലോട്ട് സ്പേംസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡക്റ്റ് ഇവിടെ ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ട്രാൻസ്പോർട്ട്സ് സ്പേംസ് ഫ്രം റേറ്റഡ് ടെസ്റ്റിസ് ടു എപ്പിഡിഡൈമിസ്. വാസ എഫറൻഷ്യ. വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന സ്പേം ഡക്റ്റ് ആണ്. സ്പേം ഡക്റ്റ് ഈസ് ട്രാൻസ്പോർട്ടിംഗ് സ്പേംസ് ഫ്രം എപ്പിഡിഡൈമിസ് ടു ഇജാക്കുലേറ്ററി ഡക്റ്റ്. എപ്പിഡിഡൈമിസിൽ നിന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റിലോട്ട് സ്പേംസിനെ എത്തിക്കുന്നത് വാസ് ഡിഫറൻസ് ആണ്. യുറേറ്റർ, യുറേറ്റർ എന്ന് പറയുന്ന യുറേറ്റർ ആണ്. യുറേറ്റർ ഈസ് ദി ഡക്റ്റ് ദാറ്റ് ഈസ് ക്യാരിയിങ് യൂറിൻ, ഡക്റ്റ് ക്യാരിയിങ് യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡർ. കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലോട്ട് യൂറിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡക്റ്റാണ് യുറേറ്റർ. റേറ്റഡ് ടെസ്റ്റസ്, ഇപ്പോൾ റേറ്റഡ് ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ഇപ്പോൾ ഒരു ടെസ്റ്റസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 250 to 750 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് റേറ്റഡ് ടെസ്റ്റസിലോട്ട് തുറക്കും. എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് വന്നെത്തുന്ന സൈറ്റാണ് റേറ്റഡ് ടെസ്റ്റസ്. റേറ്റഡ് ടെസ്റ്റസ് റിസീവ്സ് സ്പേംസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പം ഇവിടെ ആൻസർ 1 ആണ്, വാസ എഫറൻഷ്യ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദി പാത്ത് ഫോളോഡ് ബൈ എയർ ഓർ ഓക്സിജൻ ഡ്യൂറിങ് ബ്രീത്തിങ് ഇൻ പെരിപ്ലാനറ്റ അമേരിക്കാന. പെരിപ്ലാനറ്റ അമേരിക്കാന എന്താണെന്നറിയാമല്ലോ, കോക്രോച്ച്. അപ്പോൾ കോക്രോച്ച് ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ ഏത് പാത്വേ വഴിയാണ് ടിഷ്യൂസിന് എത്തുന്നത്? അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, സ്പൈറക്കിൾസ് ഇൻ പ്രോതൊറാക്സ്, ട്രക്കിയോൾ, ട്രക്കിയ, ഓക്സിജൻ ഡിഫ്യൂഷൻ ഇൻ ടു ദി സെൽസ്. ഞാൻ ആദ്യം ഇവിടെ എഴുതാം, അതാണ് ഏറ്റവും നല്ലത്. അതായത് ആദ്യം സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസ് എന്ന് പറയുമ്പോൾ പ്രോതൊറാക്സിൽ സ്പൈറക്കിൾസ് ഇല്ല. അതായത് 10 ജോഡി സ്പൈറക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് പെയർ ഇസ് ഇൻ ദി മീസോതൊറാക്സ്, സെക്കൻഡ് പെയർ ഇൻ ദി മെറ്റാതൊറാക്സ്. ബാക്കി 8 പെയർസ്, റെസ്റ്റ് 8 പെയർസ് ആർ സീൻ ഇൻ അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് 1 to 8. ബാക്കി 8 ജോഡി 1 മുതൽ 8 വരെയുള്ള അബ്ഡോമിനൽ സെഗ്മെൻറ്റുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈറക്കിൾസ് വഴി എങ്ങനെയാണ് എയർ ടിഷ്യൂസിൽ ചെന്നെത്തുന്നത്? ആ പാത്വേ ഞാൻ എഴുതാം. സ്പൈറക്കിൾസിൽ നിന്ന് ട്രക്കിയൽ ട്യൂബ് വഴി, ട്രക്കിയൽ ട്യൂബ്സ് വഴി, ഫൈനലി ട്രക്കിയൽ ട്യൂബുകളുടെ ഫൈൻ ബ്രാഞ്ചുകൾ വഴി
ട്രക്കിയോൾസിലെത്തും. ട്രക്കിയോൾസിൽ നിന്നാണ് ടിഷ്യൂസിലോട്ട് പോകുന്നത്. ടിഷ്യൂസ്, ഓക്സിജൻ ഡിഫ്യൂഷൻ ടു ടിഷ്യൂസ്. സ്പൈറക്കിൾസ്, ട്രക്കിയൽ ട്യൂബ്സ്, ട്രക്കിയോൾസ്, ടിഷ്യൂ. അപ്പോൾ ഇതാണ് ആൻസർ. സ്പൈറക്കിൾ ഇൻ ദി മീസോതൊറാക്സ്, ട്രക്കിയ, ട്രക്കിയോൾ, ഓക്സിജൻ ഡിഫ്യൂഷൻ ഇൻ ടു ദി സെൽസ്. ഇതാണ് ആൻസർ. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നോക്കാം. അതിലൊന്ന് സ്പൈറക്കിൾസ് ഇൻ പ്രോതൊറാക്സ്. പ്രോതൊറാക്സിൽ സ്പൈറക്കിൾസ് ഇല്ല, മീസോതൊറാക്സ് മുതലാണ് സ്പൈറക്കിൾസ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ട്രക്കിയോൾ എന്ന്, ട്രക്കിയയുടെ ബ്രാഞ്ചാണ് ട്രക്കിയോൾ, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഹൈപ്പോഫാരിങ്സ്, മൗത്ത്, ഫാരിങ്സ്. ഇതെല്ലാം അതിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടാണ്. ഹൈപ്പോഫാരിങ്സ് ഇസ് ദി ടങ് ഓഫ് കോക്രോച്ച്. പിന്നെ മൗത്ത്, ഫാരിങ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രക്കിയ, ഓക്സിജൻ ഡിഫ്യൂഷൻ ടു സെൽസ്. അപ്പോൾ അത് മിസ്റ്റേക്കാണ്, ടോട്ടലി മിസ്റ്റേക്കാണ്. അടുത്തത് സ്പൈറക്കിൾസ്, ബ്രോങ്കൈ ഇല്ല കോക്രോച്ചിന്, ബ്രോങ്കൈ ഇല്ല. ട്രക്കിയ, ഓക്സിജൻ ഡിഫ്യൂഷൻ ടു സെൽസ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് തെറ്റാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അടുത്ത നോക്കാം. സെലക്ട് ദി മിസ്മാച്ച് റിഗാർഡിംഗ് പെരിപ്ലാനറ്റ അമേരിക്കാന. അതായത് പെരിപ്ലാനറ്റ അമേരിക്കാന കോക്രോച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ കണ്ടുപിടിക്കുക. ആൻ്റനി, സെൻസറി റിസപ്റ്റേഴ്സ്. കറക്റ്റാണ്. കോക്രോച്ചിന് ഒരു ജോഡി ഇലോങ്ങേറ്റഡ് ത്രെഡ് ലൈക്ക് ആൻ്റനി ഉണ്ട്. ആൻ്റനി ആർ മെനി സെഗ്മെൻറ്റഡ് ആൻഡ് പൊസസ് സെൻസറി ബ്രിസിൽസ്. അപ്പോൾ അത് കറക്റ്റ്. സെൻസറി റിസപ്റ്റേഴ്സ് ടാക്റ്റൈലാണ്, ടാക്റ്റൈൽ ഫങ്ഷൻ കാണിക്കുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ആൻ്റനി. ആൻ്റനി ഉപയോഗിച്ചാണ് കോക്രോച്ച് എൻവയോൺമെൻറ്റ് മോണിറ്റർ ചെയ്യുന്നത്. ദെൻ മെറ്റാതൊറാസിക് വിങ്സ്, ഫ്ലൈയിങ്. അതായത് കോക്രോച്ചിന് 2 ജോഡി വിങ്സ് ആണ്. ഫസ്റ്റ് പെയർ ഇരിക്കുന്നത് മീസോതൊറാക്സിൽ. ഫസ്റ്റ് പെയർ ഈസ് ഇൻ ദി മീസോതൊറാക്സ്. അപ്പം ഇതിനെ എലിട്ര അല്ലെങ്കിൽ ടെക്മിന എന്ന് വിളിക്കാം. എലിട്ര ഓർ ടെക്മിന. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. എലിട്ര അല്ലെങ്കിൽ ടെക്മിന, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. കോക്രോച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹൈൻഡ് വിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വിങ്സാണ് ഫസ്റ്റ് പെയർ ഓഫ് വിങ്സ്, അതായത് ടെക്മിന. അത് പറക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇനി സെക്കൻഡ് പെയർ ഇരിക്കുന്നത് മെറ്റാതൊറാക്സിലാണ്. മെറ്റാതൊറാക്സ്. അപ്പം ഇതാണ് ഹൈൻഡ് വിങ്സ്. മെറ്റാതൊറാസിക് വിങ്സ് ആർ ഹൈൻഡ് വിങ്സ്. ഇത് മെംബ്രേനിയസ് ആണ്. മെറ്റാതൊറാസിക് വിങ്സ് ആർ മെംബ്രേനിയസ് വിങ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. അപ്പം അവിടെ തന്നിരിക്കുന്ന മെറ്റാതൊറാസിക് വിങ്സ് ഫ്ലൈയിങ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ്. കറക്റ്റ്. ദെൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, എക്സ്ക്രീഷൻ. കറക്റ്റാണ്. കോക്രോച്ച് എക്സ്ക്രീഷൻ നടത്താൻ ഉപയോഗിക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂളാണ്. അപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡാണ്. കോക്രോച്ചസ് യൂറിക്കോറ്റെലിക്, യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ നടത്തുന്നു. ക്രോപ്പ് എന്ന് പറയുന്നത് അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടാണ്. അതായത് അലിമെൻ്ററി കനാലിൽ ഫോർഗട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്, പിന്നെ ഒരു ഇലോങ്ങേറ്റഡ് സാക്ക് പോലെ ഇരിക്കുന്ന പാർട്ടാണ് ക്രോപ്പ്. ക്രോപ്പ് ഈസ് ഫോളോഡ് ബൈ ഗിസാർഡ്. ഇത് ഗിസാർഡ്. അതായത് ക്രോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ക്രോപ്പിൽ 4 മുതൽ 5 മണിക്കൂർ വരെ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഗിസാർഡ് ഈസ് ഫോർ മാസ്റ്റിക്കേഷൻ. ഗിസാർഡിന് പ്രോവെൻട്രിക്കുലസ് എന്നും പേരുണ്ട്. ഗിസാർഡ് ഹെൽപ്സ് ഇൻ മാസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. ക്രോപ്പ് ഈസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇവിടെ തന്നിരിക്കുന്നത് ക്രോപ്പ് ഗ്രൈൻഡിങ് ഫുഡ് എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പോൾ റോങ്, മിസ്മാച്ച് ഈസ് ഓപ്ഷൻ 4. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 ആണ്. ഇൻ പെരിപ്ലാനറ്റ ഓസ്റ്റിയം ഓഫ് ഹാർട്ട് ചേംബർ ഗൈഡ്സ് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം. അപ്പം നമുക്കറിയാം പെരിപ്ലാനറ്റ അമേരിക്കാന, അതിൻ്റെ ഹാർട്ട് ഒരു മസ്കുലാർ ട്യൂബാണ്. ഡോർസലി പൊസിഷൻഡ് ആണ്. അതായത് ഡോർസൽ ബോഡി വാളിൻ്റെ ഇന്നർ സർഫസിനോട് ചേർന്നിരിക്കുന്ന മസ്കുലാർ ട്യൂബാണ് അതിൻ്റെ ഹാർട്ട്. അപ്പോൾ ഈ ഹാർട്ടിനെ 13 ഫണൽ ഷേപ്ഡ് ചേംബേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാർട്ട് ഹാസ് 13 ഫണൽ ഷേപ്ഡ് ചേംബേഴ്സ്. അതിൽ ആദ്യത്തെ 3 ചേംബേഴ്സ് ഇരിക്കുന്നത് തൊറാക്സിലും, റെസ്റ്റ് 10 ചേംബേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. ഇനി ഹാർട്ടിൻ്റെ ഓരോ ചേംബർ, ഞാനിപ്പോൾ 2 ചേംബേഴ്സ് ഇങ്ങനെ വരയ്ക്കാം.
അതായത് ഹാർട്ടിൻ്റെ ഓരോ ചേംബറിലും പെയേർഡ് ലാറ്ററൽ ഓപ്പണിങ്സ് ഉണ്ട്. ഇങ്ങനെ വശങ്ങളിൽ ഇതുപോലെ ഓപ്പണിങ്സ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഓസ്റ്റിയ. ഓസ്റ്റിയ ആർ റെഗുലേറ്റഡ് ബൈ വാൽവ്സ്. ശരി, അപ്പോൾ ഓസ്റ്റിയ ആർ പെയേർഡ് ലാറ്ററൽ ഓപ്പണിങ്സ് വിച്ച് ആർ റെഗുലേറ്റഡ് ബൈ വാൽവ്സ്. അപ്പോൾ ഈ ഓസ്റ്റിയ വഴിയാണ് ഹാർട്ടിനകത്തോട്ട് ബ്ലഡ് കയറുന്നത്. ബ്ലഡ് എൻറ്റേഴ്സ് ഹാർട്ട് ത്രൂ ഓസ്റ്റിയ. അപ്പോൾ വാൽവ് ഉള്ളത് കൊണ്ട് യൂണി ഡിറക്ഷണലായിട്ട് ഓസ്റ്റിയ വഴി ബ്ലഡ് ഫ്ലോ ചെയ്യും. ആ ഡയറക്ഷൻ എന്താണ്? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹീമോസീലാണ്, ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റി. ഹീമോസീലിൽ നിന്ന് ഓസ്റ്റിയ വഴി ഹാർട്ടിലോട്ട് ഇങ്ങനെ മാത്രമേ ബ്ലഡ് ഫ്ലോ ചെയ്യൂ. ഹീമോസീൽ, ഓസ്റ്റിയ, ഹാർട്ട്. അപ്പോൾ ഹീമോസീൽ ടു ഹാർട്ട്, അതാണ് ആൻസർ. ഹാർട്ട് ടു ഹീമോസീൽ, റിവേഴ്സ് ഫ്ലോ ഇല്ല. വൺ ചേംബർ ടു അനദർ, അതല്ല ഫങ്ഷൻ. ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ സൈഡ്, അതൊന്നുമല്ല. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻസൈം ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഫൈനൽ ഡൈജഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് റിലീസ് ഓഫ് എൻഡ് പ്രോഡക്ട്സ് ഇൻ ദി അലിമെൻ്ററി കനാൽ. അതായത് അലിമെൻ്ററി കനാലിൽ ഡൈജഷൻ്റെ ഓരോ ന്യൂട്രിയൻ്റ് എടുത്താൽ അതിൻ്റെ ഡൈജഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്ത് ഫൈനൽ എൻഡ് പ്രോഡക്റ്റുകളെ റിലീസ് ചെയ്യുന്ന എൻസൈമുകളെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം അത് ചെയ്യുന്നില്ല. ഒരെണ്ണം ഫൈനൽ എൻഡ് പ്രോഡക്റ്റിൻ്റെ റിലീസ് നടത്തുന്നില്ല, ബാക്കിയെല്ലാം നടത്തുന്നു. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മാൾട്ടേസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡേസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. ഡൈസാക്കറൈഡേസ് എന്ന കാറ്റഗറിയിൽ വരും. ഡൈസാക്കറൈഡിനെ മോണോസാക്കറൈഡ് ആക്കി ഡൈജഷൻ കംപ്ലീറ്റ് ആക്കും. അപ്പം മാൾട്ടേസ് എന്ന് പറയുമ്പം അതിൻ്റെ ആക്ഷൻ മാൾട്ടോസ് ആണ്. മാൾട്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ എൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പം ഇതിൽ എൻ പ്രോഡക്റ്റ് കിട്ടും. ഇനി ന്യൂക്ലിയോസൈഡേസ്, അതൊരു ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലാണ് അത് കാണുന്നത്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലാണ് ന്യൂക്ലിയോസൈഡേസ് എന്ന എൻസൈം കാണുന്നത്. മാൾട്ടേസും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈമാണ്. അപ്പം ന്യൂക്ലിയോസൈഡേസിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോസൈഡ്സിന് ന്യൂക്ലിയോസൈഡേസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. അപ്പം അങ്ങനെ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡൈജഷൻ അവസാനിക്കും. ഇനി ലൈപ്പേസ് എന്ന് പറയുമ്പോൾ അത് മോണോഗ്ലിസറൈഡിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്യും. മോണോഗ്ലിസറൈഡ് ഈസ് ഡൈജസ്റ്റഡ് ആസ് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. അങ്ങനെ ഡൈജഷൻ എൻഡ് ചെയ്യും. അതേസമയം അമൈലേസ് എന്ന് പറയുന്ന എൻസൈം, അപ്പോൾ ഇതിലും ഡൈജഷൻ എൻഡ് ചെയ്യും. ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് കിട്ടും. ലിപ്പേസിൻ്റെ ആക്ഷനിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടും. ന്യൂക്ലിയോസൈഡേസിൻ്റെ ആക്ഷനിൽ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് കിട്ടും. മാൾട്ടേസിൻ്റെ ആക്ഷനിൽ ഗ്ലൂക്കോസ് കിട്ടും. ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് കിട്ടും. അമൈലേസ് അതൊരു കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. അത് സ്റ്റാർച്ചിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റാർച്ച് സ്പ്ലിറ്റിംഗ് എൻസൈം. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താ? പോളിസാക്കറൈഡാണ്. അപ്പം നമുക്ക് അമൈലേസിൻ്റെ ആക്ഷനിൽ എന്താ കിട്ടുന്നത്? എൻ പ്രോഡക്റ്റ്. അമൈലേസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മാൾട്ടോസ് ആണ്. മാൾട്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡ് ആണ്. അതിനെ വീണ്ടും ഡൈജസ്റ്റ് ചെയ്താലേ നമുക്ക് എൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പം എൻ പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യാത്ത എൻസൈം ഈ ഗ്രൂപ്പിൽ അമൈലേസ് ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അപ്പം അടുത്ത ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ മെയിൻലി അബ്സോർബ്ഡ്. പ്രധാനമായിട്ടും ഏത് മെത്തേഡിലൂടെയാണ് ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും അബ്സോർപ്ഷൻ? അത് നമുക്കറിയാമെന്നുള്ളതാണ്. NCERT-യിൽ തന്നിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് DNA's ആക്ടിവിറ്റി? ഇപ്പോൾ DNA, ഇപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റിംഗ് എൻസൈം ഉണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റിംഗ് എൻസൈം, അതിനെ ന്യൂക്ലിയേസ് എന്നാണ് വിളിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്.
RNA ഡൈജസ്റ്റ് ചെയ്യാൻ RNAs ആണ്, RNAs. DNA ഡൈജസ്റ്റ് ചെയ്യാൻ DNAs. കിട്ടുന്നത് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ആക്ഷനിൽ നമുക്ക് ന്യൂക്ലിയോടൈഡുകളാണ് കിട്ടുന്നത്, ന്യൂക്ലിയോടൈഡ്സ് കിട്ടും. ഓക്കെ, അപ്പം DNAസിൻ്റെ ആക്ഷനിൽ എന്താ കിട്ടുന്നത്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് കിട്ടും, ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. RNAസിൻ്റെ ആക്ഷനിൽ RNA ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ റൈബോ ന്യൂക്ലിയോടൈഡ്സ് കിട്ടും. അപ്പോൾ DNAസിൻ്റെ ആക്ഷനിൽ കിട്ടുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, അടുത്തത് സലൈവ കണ്ടെയ്ൻസ്. ഇപ്പോൾ സലൈവയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ. അപ്പോൾ സലൈവയുടെ മേജർ പാർട്ടും വാട്ടറാണ്. മേജർ പാർട്ട് ഓഫ് സലൈവ ഈസ് വാട്ടർ. പിന്നെ 2 തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഒന്ന് സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസിനെ നമുക്ക് ടയാലിൻ എന്നും പറയാം, ടയാലിൻ. പിന്നെ ഇതിലൊരു ആൻറ്റി ബാക്ടീരിയൽ എൻസൈം ഉണ്ട്, ലൈസോസൈം. അത് ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ബാക്ടീരിയൽ എൻസൈം, ആൻറ്റി ബാക്ടീരിയൽ. പിന്നെ സലൈവയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ അമൈലേസ്, ലൈസോസൈം, ഇലക്ട്രോലൈറ്റ്സ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ HCl കാണുന്നത് ഏതിലാണ്? ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് HCl. പിന്നെ പെപ്സിനും അത് തന്നെ, ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇൻട്രൻസിക് ഫാക്ടറും ഗ്യാസ്ട്രിക് ജ്യൂസിലാണ്. HCl, പെപ്സിൻ, ഇൻട്രൻസിക് ഫാക്ടർ. ദെൻ ബൈൽ സോൾട്സും പിഗ്മെൻസും ബൈകാർബണേറ്റ്സും ഒക്കെ ബൈലിലാണ്, ബൈൽ സെക്രീഷൻ. ലിവർ സെക്രീറ്റ്സ് ബൈൽ. ഇപ്പം ലിവറിൻ്റെ സെക്രീഷൻ, അതായത് ബൈലിലാണ് ബൈൽ സോൾട്ടുകളുള്ളത്. ബൈൽ പിഗ്മെൻറ്റ്സ്, ബിലിറൂബിൻ, ബിലിവേർഡിൻ പിഗ്മെൻറ്റ്സ്. പിന്നെ ബൈകാർബണേറ്റ്സും ഉണ്ട്, കാരണം അതൊരു ആൽക്കലൈൻ സെക്രീഷനാണ്. ദെൻ അടുത്തത് ടയാലിൻ. ടയാലിൻ എന്ന് പറയുന്ന സലൈവറി അമൈലേസ് തന്നെ. ലൈപ്പേസ് സലൈവയിലില്ല, ലൈപ്പേസ് എൻസൈം ഈസ് ആബ്സെൻ്റ് ഇൻ സലൈവ. ഇലക്ട്രോലൈറ്റുകളുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, ഓപ്ഷൻ 1. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ അഡൾട്ട്സ്. അപ്പോൾ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുക. ആസ്മ കോസസ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളാർ വാൾസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളാർ വാൾസ്, ഇത് ഏത് ഡിസീസിൻ്റെ സിംറ്റമാണ്? എംഫൈസീമയുടെ സിംറ്റമാണ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളാർ വാൾസ്. അത് എംഫൈസീമയിലാണ് ആ കണ്ടീഷൻ ഉണ്ടാകുന്നത്, എംഫൈസീമ. അപ്പം ആസ്മ എന്ന് പറയുന്നത് അലർജിക് ഡിസീസാണ്. ബ്രോങ്കിയോൾസിൻ്റെ ഇൻഫ്ലമേഷനാണ് ആസ്മയുടെ സിംറ്റം. ബ്രോങ്കിയോൾസിൻ്റെ ഇൻഫ്ലമേഷനും സ്മൂത്ത് മസിൽസിൻ്റെ സ്പാസവും, അത് കാരണം ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ആവും. വീസിങ് കോസ് ചെയ്യുന്ന ഡിസീസാണ് ആസ്മ. അപ്പം ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളാർ വാൾസ്, അത് എംഫൈസീമ എന്ന ഡിസീസിൻ്റെ സിംറ്റം. ഓക്കെ, സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെൻറ്റർ ഇൻക്രീസ് ദി ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. ഇപ്പം ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പറയുന്നത് പോൺസിലാണ് ഇരിക്കുന്നത്. പോൺസിൽ റെസ്പിറേറ്ററി റിതം മോഡറേറ്റ് ചെയ്യുന്ന ന്യൂമോടാക്സിക് സെൻറ്റർ ഇരിക്കുന്നത് പോൺസിലാണ്. അപ്പം ന്യൂമോടാക്സിക് സെൻറ്റർ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കും, ഇൻക്രീസ് ചെയ്യില്ല. ഇൻക്രീസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഡിക്രീസസ് ആണ് കറക്റ്റ്, ഡിക്രീസസ്. സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെൻറ്റർ ഡിക്രീസസ് ദി ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യും. ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടും, പക്ഷേ ഡെപ്ത് ഓഫ് ബ്രീത്തിങ് കുറയും. അപ്പോൾ ഇതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അടുത്തത് വർക്കേഴ്സ് ഇൻ സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ് മേ സഫർ ഫ്രം ഫൈബ്രോസിസ് ഓഫ് ലങ്സ്. അത് കറക്റ്റ്, അതാണ് ആൻസർ. അതായത് ഇത് സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രി, ഈ ക്വാറികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് സിലിക്ക ഡസ്റ്റ് ഇൻഹെയിൽ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ, അതായത് ഓക്കുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറാണ് സിലിക്കോസിസ് എന്ന ഡിസീസ്. അപ്പോൾ സിലിക്കോസിസ് എന്ന ഡിസീസിൻ്റെ സിംറ്റം ഇപ്പം ലങ്ങിൻ്റെ ഇൻഫ്ലമേഷൻ, ലങ് ഇൻഫ്ലെയിംഡ് ആവും. അതുപോലെ തന്നെ ലങ്ങിൻ്റെ നേച്ചർ മാറും. ഫൈബ്രസ് ടിഷ്യൂ ലങ്ങിൽ പ്രോളിഫറേറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും.
അതായത് ഇറ്റ് കോസസ് ഫൈബ്രോസിസ് ഓഫ് ലങ്സ്. അപ്പോൾ അത് 3 ആണ് കറക്റ്റ്. The 90% of CO2 is carried by hemoglobin as കാർബോക്സി ഹീമോഗ്ലോബിൻ. തെറ്റാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നമുക്കറിയാലോ, ടോട്ടൽ ബ്ലഡിലോട്ട് വരുന്ന ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 7% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ആൽവിയോളാർ സൈഡ് ആസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. 7% is transported as dissolved in plasma. 20 to 25% of CO2 is transported from tissues to alveolar side in combination with hemoglobin as carbaminohemoglobin. But 20 to 25% is transported as carbaminohemoglobin. ബാക്കി റെസ്റ്റ് 70% is transported as bicarbonates. ബൈകാർബണേറ്റ് ഫോമിലാണ് 70% കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ സൈഡിൽ നിന്ന് ആൽവിയോളാർ സൈഡിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 90% ഓഫ് CO2 ഈസ് ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ ആസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അത് തെറ്റാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇൻസ്പിറേഷൻ? അപ്പോൾ ഇൻസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതിൽ മസിൽസ് ഓഫ് ഡയഫ്രം കോൺട്രാക്ട്സ് കറക്റ്റ് അല്ല. ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും, സ്ട്രെച്ച്ഡ് ആവും, ഫ്ലാറ്റ് ആവും, താഴും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസ് കോൺട്രാക്റ്റ് ചെയ്യും, റിബ്സും സ്റ്റെർണവും ഫോർവേഡ് ആൻഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തും. അങ്ങനെ തൊറാസിക് ചേംബറിൻ്റെ വോള്യൂം കൂടുന്നു, അതിനനുസരിച്ച് ലങ് വോള്യൂം കൂടുന്നു, ലങ്ങിനകത്ത് പ്രഷർ കുറയുന്നു, അറ്റ്മോസ്ഫിയറിക് എയർ ലങ്ങിനകത്തോട്ട് കടന്നു വരുന്നു. അതാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇൻസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. മസിൽസ് ഓഫ് ഡയഫ്രം കോൺട്രാക്ട്സ് കറക്റ്റാണ്. ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് അത് തെറ്റാണ്. എക്സ്റ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റ്. ഇനി ഡയഫ്രം ഫ്ലാറ്റൻസ് അത് കറക്റ്റാണ്. ഡയഫ്രം സ്ട്രെച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ് ആവും. ഡോം ഷേപ്പിലിരിക്കുന്ന ഡയഫ്രം ഇൻസ്പിറേഷൻ്റെ സമയത്ത് താഴ്ന്ന് സ്ട്രെച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ് ആവും. അത് കറക്റ്റ്. പ്രഷർ ഇൻസൈഡ് ദി ലങ്സ് ഡിക്രീസ് അതും കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് മാച്ച് അബൌട്ട് റെസ്പിറേറ്ററി വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റീസ് ആൻഡ് മാർക്ക് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഞാനിവിടെ IC ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എഴുതാം. IC ഈസ് ഈക്വൽ ടു IRV പ്ലസ് TV. ഇവിടെ തന്നിരിക്കുന്ന എന്താ? IC ഈസ് ഈക്വൽ ടു TV പ്ലസ് RV എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. IRV പ്ലസ് TV ആണ്. ഓക്കെ, അടുത്ത VC വൈറ്റൽ കപ്പാസിറ്റി ഈസ് TV പ്ലസ് IRV പ്ലസ് ERV. അത് കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. TV പ്ലസ് IRV പ്ലസ് ERV അത് കറക്റ്റ്. അടുത്തത് RV എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? RV ഈസ് TLC ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് VC. TLC മൈനസ് VC ഈസ് RV. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന VC മൈനസ് IRV എന്നാണ്. അപ്പോൾ VCയിൽ നിന്ന് IRV പോയാൽ എന്താ? TV പ്ലസ് ERV ആണ് വരുന്നത്. അത് EC ആണ്. EC. അപ്പം അത് തെറ്റ്. RV അല്ല. ദെൻ അടുത്ത TV ഈസ് ഈക്വൽ ടു IC മൈനസ് IRV. IC മൈനസ് IRV. അപ്പം ഞാൻ IC എന്താണെന്ന് എഴുതാം, എന്നിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് IRV പ്ലസ് TV അല്ലേ? അപ്പോൾ IC മൈനസ് IRV ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയിൽ നിന്ന് IRV പോയി കഴിഞ്ഞാൽ TV ആണ്. അപ്പോൾ അത് കറക്റ്റ്. TV ഈസ് IC മൈനസ് IRV എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. അപ്പം 1 തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. തേർഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് ഈസ് അഗെയിൻ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. ശരി, അപ്പോൾ അടുത്തത് നോക്കാം. ഫോർ സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കണമെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡ് പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസ്, പ്ലാസ്മ ഇൻ ദി
antibodies present in the recipient's plasma should not react with the antigens present in the RBC membrane of donor. ഇപ്പോൾ റിയാക്ഷൻ നടക്കുന്നത് ഇവർ തമ്മിലാണ്. ഡോണറിൻ്റെ RBC മെംബ്രെയിനിലിരിക്കുന്ന ആൻറ്റിജൻസും റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മയിലിരിക്കുന്ന ആൻറ്റിബോഡീസും തമ്മിലാണ് റിയാക്ഷൻ. അപ്പം ഞാനത് ആൻസർ ഞാൻ വായിക്കാം. റെസിപ്പിയൻസ് സീറം ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് ദി ആൻറ്റിജൻസ് ഇൻ ദി RBC ഓഫ് ഡോണർ. അതാണ് ആൻസർ. അപ്പോൾ ബാക്കി നോക്കാം. ഡോണേഴ്സ് RBC ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിബോഡീസ്. RBCകളിലല്ല ആൻറ്റിബോഡീസ് ഇരിക്കുന്നത്. RBC മെംബ്രെയിനിലിരിക്കുന്നത് ആൻറ്റിജൻസ് ആണ്. ആൻറ്റിബോഡീസ് ആർ പ്രസൻറ്റ് ഇൻ ദി പ്ലാസ്മ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഡോണേഴ്സ് RBC ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റാണ്. അടുത്തത് റെസിപ്പിയൻസ് സീറം ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിജൻസ്. അതും തെറ്റാണ്. സീറമിലല്ല ആൻറ്റിജൻസ് ഇരിക്കുന്നത്, RBC മെംബ്രെയിനിലാണ് ആൻറ്റിജൻസ്. അടുത്തത് റെസിപ്പിയൻസ് RBC ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റിബോഡീസ്. അവിടെ വീണ്ടും RBCയിൽ ആൻറ്റിബോഡി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് തെറ്റാണ്. അപ്പം കറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസ് ഡോണറിൻ്റെ RBC മെംബ്രെയിനിലുള്ള ആൻറ്റിജൻസുമായിട്ട് റിയാക്ട് ചെയ്യരുത്. അപ്പോൾ ആ രീതിയിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ മാച്ചിങ് നോക്കി വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ ബി ദി കാർഡിയാക് ഔട്ട്പുട്ട് ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഓഫ് എ ഹാർട്ട് ദാറ്റ് ഹാസ് എ സ്ട്രോക്ക് വോള്യൂം ഓഫ് 0.07 liters per minute and is beating at the rate of 90 per minute. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കാർഡിയാക് ഔട്ട്പുട്ട് CO ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോള്യൂം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോള്യൂം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോൾ ഇവിടെ സ്ട്രോക്ക് വോള്യൂം പറഞ്ഞ് എല്ലാം ലിറ്റേഴ്സിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.07 ഇൻറ്റു ഹാർട്ട് റേറ്റ് ഇസ് 90. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 6.3 ലിറ്റേഴ്സ് കിട്ടും. 6.3 ലിറ്റേഴ്സ്. ഇതാണ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു കൺവേർഷനും ചെയ്യേണ്ട, ആൻസർ കിട്ടും. അടുത്തത് ഇൻ ദി കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് വിച്ച് ദി ഡിയോഡിനൽ ഡൈജഷൻ ഓഫ് കൈം പ്രോട്ടീൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് ഡിയോഡിനത്തിൽ കൈം പ്രോട്ടീനുകളുടെ ഡൈജഷൻ നടക്കാതിരിക്കണമെങ്കിൽ എന്ത് കാണരുത്? ഡിയോഡിനത്തിൽ ഏതിൻ്റെ ആബ്സെൻസിലാണ് കൈം പ്രോട്ടീനുകളുടെ ഡൈജഷൻ നടക്കാതിരിക്കാൻ സാധ്യത? അപ്പം കൈം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമക്കിൽ പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ് ഡിയോഡിനത്തിലോട്ട് എത്തുന്ന കണ്ടൻസിനെയാണ് കൈം എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ കണ്ടൻസാണ് കൈം, ഡിയോഡിനത്തിലോട്ട് കടന്നു വരുന്ന കണ്ടൻസ്. അപ്പം കൈം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ? പ്രോട്ടീൻ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പം കൈം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രോട്ടീനുകൾ പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ് ആയിട്ട് കൺവേർട്ടഡ് ആയി. അപ്പം പ്രോട്ടിയോസസ് ഉണ്ട്. അതായത് ഈ കൈമിൽ ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കണം. കൈം ഹാസ് പ്രോട്ടിയോസസ്, പെപ്റ്റോൺസ് ഉണ്ട്, പിന്നെ അൺഡൈജസ്റ്റഡ് പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ എല്ലാ പ്രോട്ടീനുകളെയും പെപ്സിൻ ഡൈജസ്റ്റ് ചെയ്യില്ല. പെപ്സിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോട്ടീനുകളുണ്ട്. പിന്നെ പെപ്സിൻ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയ പ്രോട്ടിയോസസ് ഉണ്ട്, പെപ്റ്റോൺസ് ഉണ്ട്. ഇത് ഈ മൂന്ന് കാറ്റഗറി ഓഫ് പ്രോട്ടീൻസ് ആണ് കൈമിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമുകൾ വേണം. അതായത് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, ഇതാണ് എൻസൈം. പക്ഷേ നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഈ എൻസൈമുകൾ പ്രോ എൻസൈം ഫോമിലാണ് വരുന്നത്. അപ്പം ട്രിപ്സിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ട്രിപ്സിനോജനായിട്ട് വരും. ട്രിപ്സിനോജൻ. ദെൻ കൈമോട്രിപ്സിൻ ആണെങ്കിൽ കൈമോട്രിപ്സിനോജനായിട്ട് വരും. കൈമോട്രിപ്സിനോജൻ. കാർബോക്സി പെപ്റ്റിഡേസ് ആണെങ്കിൽ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ആയിട്ട് വരും. അപ്പം ഇതെല്ലാം പ്രോ എൻസൈമുകളാണ്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇതിനെ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലേ ഈ സാധനങ്ങളെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ ആദ്യം ട്രിപ്സിനെയാണ് ട്രിപ്സിനോജനാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻറ്ററോകൈനേസ് എന്ന എൻസൈം, എൻറ്ററോകൈനേസ് ട്രിപ്സിനോജനെ ആദ്യം ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും, ട്രിപ്സിനായി. അപ്പം ട്രിപ്സിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും, കൈമോട്രിപ്സിൻ. ഇനി പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ ട്രിപ്സിൻ കാർബോക്സി പെപ്റ്റിഡേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, കാർബോക്സി പെപ്റ്റിഡേസ്. അപ്പം ഇങ്ങനെ ഈ എൻസൈമുകളൊക്കെ ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞു. ആക്ടിവേറ്റഡ് ആയാൽ തുടർന്ന് ഈ കൈമിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളുടെ ഡൈജഷൻ നടക്കും. ശരി, അപ്പോൾ ആക്ടിവേഷൻ നടക്കണമെങ്കിൽ ആദ്യം ട്രിപ്സിൻ ആവണം. അതിന് ഏത് എൻസൈം വേണം? എൻറ്ററോകൈനേസ് വേണം. അതില്ലെങ്കിൽ ഡൈജഷൻ നടക്കില്ല. അപ്പോൾ ഏതിൻ്റെ ആബ്സൻസ് കൈം പ്രോട്ടീനുകളുടെ ഡൈജഷനെ ബാധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഏതിൻ്റെ ആബ്സൻസ്? എൻറ്ററോകൈനേസ്. ശരി, അപ്പോൾ എൻറ്ററോകൈനേസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം അല്ല, ട്രിപ്സിനോജനെ ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് എൻറ്ററോകൈനേസ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ HCl കാണുന്നത് സ്റ്റൊമക്കിലാണ്. HCl ഈസ് ഫൗണ്ട് ഇൻ സ്റ്റൊമക്ക്. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. അത് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും, ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ റിലീസ് കൂട്ടും. ശരി, അപ്പോൾ അവിടെ ആൻസർ 1 ആണ്, ഓപ്ഷൻ 1. അടുത്തത് വിട്രിയസ് ഹ്യൂമർ ലൈസ്. വിട്രിയസ് ഹ്യൂമർ എവിടെയാണ് കാണുന്നത്? അപ്പോൾ ഐബോൾ എടുക്കുകയാണെങ്കിൽ ഐബോളിൻ്റെ ഔട്ടർ കോട്ടാണ് സ്ക്ലീറ. സ്ക്ലീറ ആൻറ്റീരിയർ പാർട്ടാവുമ്പോൾ ഇങ്ങനെ കോൺവെക്സ് ആവും. ഇത് കോർണിയ, ഇത് സ്ക്ലീറ. സ്ക്ലീറയുടെ ആൻറ്റീരിയർ പാർട്ടാണ് കോർണിയ. ഓക്കെ, ഇനി മിഡിൽ ലെയർ. മിഡിൽ ലെയറിൻ്റെ പേരാണ് കോറോയിഡ്. കോറോയിഡ് ഇങ്ങനെ പോസ്റ്റീരിയർ പാർട്ട് മൊത്തം ലൈൻ ചെയ്ത് ആൻറ്റീരിയർ പാർട്ടിലെത്തുമ്പോൾ ഇങ്ങനെ തിക്ക് ആൻഡ് മസ്കുലാർ ആവും. അത് സീലിയറി ബോഡി, സീലിയറി ബോഡി. ഓക്കെ, സീലിയറി ബോഡി ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഐറിസ് ആയിട്ട് മാറും. ഇത് ഐറിസ്. ഓക്കെ, ഐറിസിൻ്റെ നടുക്ക് സ്പേസ് ഉണ്ട്, പ്യൂപ്പിൾ. ദെൻ ഐ ലെൻസ്. ഐ ലെൻസ് ഇരിക്കുന്നത് ഇവിടെയാണ്, ബൈ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഐ ലെൻസിനെ സീലിയറി ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് നടത്തുന്ന ഫൈബേഴ്സിനെ സസ്പെൻസറി ലിഗമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഐ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള ചേംബറാണ് അക്വസ് ചേംബർ. ഐ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കാണ് അക്വസ് ചേംബർ. അക്വസ് ചേംബർ ഈസ് ഫിൽഡ് വിത്ത് അക്വസ് ഹ്യൂമർ. ഇനി ഐ ലെൻസിന് പിന്നിലുള്ള ചേംബർ, ഐ ലെൻസിന് പിന്നിലുള്ള ചേംബറാണ് വിട്രിയസ് ചേംബർ. വിട്രിയസ് ചേംബർ ഈസ് ഫിൽഡ് വിത്ത് വിട്രിയസ് ഹ്യൂമർ. അപ്പോൾ ഐ ലെൻസിന് പിന്നിലെന്ന് പറയുമ്പോൾ ഇവിടെ കോർണിയുണ്ട്, മൂന്നാമത്തെ ലെയർ കോർണിയാണ്, സോറി റെറ്റിന, മൂന്നാമത്തെ ലെയർ റെറ്റിന. റെറ്റിന ഇങ്ങനെ വന്ന് സീലിയറി ബോഡിയുടെ പിന്നിൽ ഇങ്ങനെ അവസാനിക്കും. അപ്പം ഐ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കാണ് വിട്രിയസ് ചേംബർ. വിട്രിയസ് ചേംബർ ഈസ് ഫിൽഡ് വിത്ത് വിട്രിയസ് ഹ്യൂമർ. അപ്പോൾ ഇവിടെ വിട്രിയസ് ഹ്യൂമർ ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ്. ലെൻസിന് മുന്നിലുള്ളത് എന്താണ്? അക്വസ് ഹ്യൂമറാണ്. ബിറ്റ്വീൻ കോറോയിഡ് ആൻഡ് റെറ്റിന. കോറോയിഡിനും റെറ്റിനയ്ക്കും ഇടയ്ക്കല്ല വിട്രിയസ് ഹ്യൂമറിൻ്റെ പൊസിഷൻ. ബിറ്റ്വീൻ സ്ക്ലീറ ആൻഡ് കോറോയിഡ്. സ്ക്ലീറയ്ക്കും കോറോയിഡിനും ഇടയ്ക്കല്ല വിട്രിയസ് ഹ്യൂമർ കാണുന്നത്. ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് ദി ലെൻസ്. ഇവിടെ ബിഹൈൻഡ് ദി ലെൻസ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോഡ്സ് ഇൻ ദി റെറ്റിന. ഇപ്പോൾ റെറ്റിനയിൽ റോഡ്സും കോൺസും ഉണ്ടല്ലോ, ഫോട്ടോ റിസപ്റ്റർ സെൽസ്, റോഡ്സും കോൺസും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആർ റിലേറ്റീവ്ലി ന്യൂമറസ് ഇൻ നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ്. തെറ്റാണ്. അതായത് നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ് ആയാലും ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നവരായാലും റോഡ്സിൻ്റെയും കോൺസിൻ്റെയും എണ്ണം എല്ലാവർക്കും സെയിം ആണ്. നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സിൽ റോഡ്സിൻ്റെ എണ്ണം കൂടുന്ന അവസ്ഥയില്ല. ഇറ്റ് ഈസ് സെയിം ഇൻ ഡേ ഷിഫ്റ്റ് ആസ് വെൽ ആസ് നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ്. അതിൽ മാറ്റമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്.
are relatively less numerous than cones. അതും തെറ്റാണ്. അപ്പം നമ്മുടെ റെറ്റിനയിൽ റോഡ്സ് ആണ് ഏറ്റവും കൂടുതൽ, കോൺസ് കുറവാണ്. റോഡ്സ് ആർ മോർ ന്യൂമറസ് ദാൻ കോൺസ്. ലെസ് ന്യൂമറസ് അല്ല, മോർ ന്യൂമറസ് ആണ്. ദെൻ കണ്ടെയ്ൻ വിഷ്വൽ പിഗ്മെൻറ്റ് വിച്ച് ഇസ് മോർ സെൻസിറ്റീവ് ടു ഡിം ലൈറ്റ് ദാൻ കോൺ പിഗ്മെൻറ്റ്സ്. ഇപ്പോൾ റോഡ്സിനകത്തിരിക്കുന്ന പിഗ്മെൻ്റാണ് റോഡോപ്സിൻ. റോഡ് സെൽസ് കണ്ടെയ്ൻ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറയുന്നത് വിഷ്വൽ പർപ്പിളാണ്, വിഷ്വൽ പർപ്പിൾ, പർപ്പിളിഷ് റെഡ് പിഗ്മെൻറ്റ്. അത് ലൈറ്റിനോട് ഹൈലി സെൻസിറ്റീവാണ്. ഈവൻ ലോ ഇൻറ്റൻസിറ്റി ലൈറ്റിനെ പോലും അത് സെൻസ് ചെയ്യും. അതായത് ലോ ഇൻറ്റൻസിറ്റി ലൈറ്റിനോട് പോലും റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള പിഗ്മെൻ്റാണ് റോഡോപ്സിൻ, വിഷ്വൽ പർപ്പിൾ. So it contains visual pigment which is more sensitive to dim light than cone cells. Correct ആണ്. ഇപ്പോൾ റോഡ്സ് ഉപയോഗിച്ചുള്ള വിഷൻ, ഡിം ലൈറ്റിൽ വിഷൻ നടത്താൻ സഹായിക്കുന്നത് റോഡ്സ് ആണ്. വിഷൻ ഇൻ ഡിം ലൈറ്റ് ഇസ് കോൾഡ് സ്കോട്ടോപ്പിക് വിഷൻ. അതേസമയം കോൺസ് ഹെൽപ്പ് ഇൻ വിഷൻ ഡ്യൂറിങ് ഇൻ ബ്രൈറ്റ് ലൈറ്റ്. ഇപ്പോൾ കോൺസ് ഉപയോഗിച്ചുള്ള വിഷന് ഫോട്ടോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു. Then comprise 1/5 of receptor cells of fovea. Fovea എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ യെല്ലോ സ്പോട്ട് നിങ്ങൾ പഠിച്ചല്ലോ, മാക്യുല ലൂട്ടിയ. മാക്യുല ലൂട്ടിയ ഈസ് ദി യെല്ലോ സ്പോട്ട്. മാക്യുല ലൂട്ടിയ, യെല്ലോ സ്പോട്ട്. ആ മാക്യുല ലൂട്ടിയയുടെ നടുക്കൊരു ഡിപ്രഷൻ ഉണ്ട്, അതാണ് ഫോവിയ സെൻട്രാലിസ്. ഫോവിയ സെൻട്രാലിസ് ഇസ് ദി ഡിപ്രഷൻ അറ്റ് ദി സെൻറ്റർ ഓഫ് മാക്യുല ലൂട്ടിയ. ആ മാക്യുല ലൂട്ടിയയിൽ കോൺ സെൽസ് മാത്രമേ ഉള്ളൂ. റോഡ്സ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഓൺലി കോൺ സെൽസ് ആർ പ്രസൻറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോഡ്സ് കംപ്രൈസ് 1/5 ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദി ഫോവിയ എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഫോവിയ കണ്ടെയ്ൻ റോഡ് സെൽസ് ഓൺലി, കോൺസ് ആർ ആബ്സെൻറ്റ്. സോറി, ഫോവിയയിൽ റോഡ്സ് അല്ല, പിരിഞ്ഞുപോയി. ഫോവിയ കണ്ടെയ്ൻ ഓൺലി കോൺ സെൽസ്. കോൺ സെൽസ് മാത്രമേ ഉള്ളൂ, റോഡ്സ് ഫോവിയയിലില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ 28. ദി ചീഫ് ഫങ്ഷൻ ഓഫ് സെമി സർക്കുലാർ കെനാൽസ് ഓഫ് ഇൻറ്റേർണൽ ഇയർ. ഇപ്പം സെമി സർക്കുലാർ കെനാലുകളുടെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം സെമി സർക്കുലാർ കെനാൽസ് ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമല്ലോ, യൂട്രിക്കുലസിൻ്റെ മേളിലാണ് സെമി സർക്കുലാർ കെനാൽ. ഇത് യൂട്രിക്കുലസ്, യൂട്രിക്കുലസിൻ്റെ മേളിലാണ് സെമി സർക്കുലാർ കെനാലുകളുടെ പൊസിഷൻ. 2 കെനാലുകൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കും, മൂന്നാമത്തേത് ഹൊറിസോണ്ടലായിട്ടാണ് പൊസിഷൻ. ഓരോ കെനാലുകളും മറ്റ് 2 കെനാലുകൾക്ക് റൈറ്റ് ആംഗിൾസിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ കെനാലുകളുടെയും ഒരറ്റം ഇതുപോലെ ഡയലേറ്റഡ് ആണ്. ഈ ഡയലേറ്റഡ് എൻഡിനെ വിളിക്കുന്നത് ആംപുല്ല എന്നാണ്. ആംപുല്ല ഓക്കെ, ഒരറ്റം ഡയലേറ്റഡ് ആണ്, അതാണ് ആംപുല്ല. ആംപുല്ലയ്ക്കകത്ത് ഒരു പ്രൊജക്റ്റിംഗ് റിഡ്ജ് പോലെ ഒരു സെൻസോർ ഓർഗൻ ഉണ്ട്. ആംപുല്ലയ്ക്കകത്തിരിക്കുന്ന റിഡ്ജ് ലൈക്ക് സെൻസ് ഓർഗൻ, അതിൻ്റെ പേരാണ് ക്രിസ്റ്റേ ആംപുല്ലാരിസ്. ക്രിസ്റ്റേ ആംപുല്ലാരിസ്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ, അതായത് ഹെഡിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് സെൻസ് ചെയ്യുന്ന സെൻസ് ഓർഗനാണ് ക്രിസ്റ്റേ ആംപുല്ലാരിസ്. ഓക്കെ, ഇപ്പം അത് നോക്കാം. ടു പെർസീവ് സൗണ്ട് ഓഫ് ഹൈ ഓർ ലോ ഫ്രീക്വൻസീസ്, അതല്ല. ഇപ്പം സൗണ്ട് സെൻസ് ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടിയാണ്, ഓർഗൻ ഓഫ് കോർട്ടി. ടു ട്രാൻസ്മിറ്റ് സൗണ്ട് ടു ഓഡിറ്ററി നെർവ്, അതും ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഫങ്ഷൻ. ടു മെയിൻറ്റെയിൻ ഡൈനമിക് ഈക്വിലിബ്രിയം ഓഫ് മൂവിങ് ബോഡി. 3 ആണ് ആൻസർ. ഡൈനമിക് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്രിസ്റ്റേ ആംപുല്ലാരിസ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി സെമി സർക്കുലാർ കെനാൽസ്. ഇനി അടുത്തത് ടു പെർസീവ് ചേഞ്ചസ് ഇൻ ദി ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി ഇൻ റിലേഷൻ ടു ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റേഷണൽ പുള്ളിനനുസരിച്ച് ശരീരത്തിൻ്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് സെൻസ് ചെയ്യുന്നത് ഓട്ടോലിത്ത് ഓർഗനാണ്. ഓട്ടോലിത്ത് ഓർഗൻ. ഓട്ടോലിത്ത് ഓർഗൻ. ഓട്ടോലിത്ത് ഓർഗൻ. ഇപ്പോൾ ഓട്ടോലിത്ത് ഓർഗൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് യൂട്രിക്കുലസ് ആൻഡ് സാക്കുലസ്. ഈ യൂട്രിക്കുലസിനകത്തും സാക്കുലസിനകത്തും സ്പോട്ട് പോലെ ഇരിക്കുന്ന, യൂട്രിക്കുലസിനകത്തൊരു സ്പോട്ട്, സാക്കുലസിനകത്തൊരു സ്പോട്ട്, അങ്ങനെ 2 സ്പോട്ടുകൾ. സ്പോട്ടിൻ്റെ രൂപത്തിലിരിക്കുന്ന സെൻസ് ഓർഗനാണ് മാക്യുല.
മാക്യുല. ഈ മാക്യുലയിലാണ് കാൽക്കേരിയസ് ക്രിസ്റ്റൽസ്, അതായത് ഓട്ടോലിത്തുകൾ ഇരിക്കുന്നത്. ഓക്കെ, ഈ മാക്യുലയാണ് ഗ്രാവിറ്റേഷണൽ പുള്ളിനനുസരിച്ച് ശരീരത്തിൻ്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അത് സെൻസ് ചെയ്ത് ബ്രെയിനിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇപ്പം ഡൈനമിക് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെമി സർക്കുലാർ കനാലുകളുടെ അകത്തിരിക്കുന്ന ക്രിസ്റ്റേ ആംപുല്ലാരിസ്. അതായത് ഹെഡിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ ഹെഡിൻ്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കും. അത് സെൻസ് ചെയ്ത് ബ്രെയിനിനെ ഇൻഫോം ചെയ്യുന്ന സെൻസ് ഓർഗനാണ് ക്രിസ്റ്റേ ആംപുല്ലാരിസ്, which is located in the ampulla of semicircular canals. അടുത്തത്, which of the following is not a character of chemical synapse? അപ്പോൾ കെമിക്കൽ സിനാപ്സുമായിട്ട് ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. വൺ വേ ട്രാൻസ്മിഷൻ കറക്റ്റാണ്. അതായത് ഒരു കെമിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലോട്ട് മാത്രം, തിരിച്ചില്ല. പോസ്റ്റിൽ നിന്ന് പ്രീയിലോട്ട് ട്രാൻസ്മിഷൻ ഇല്ല. ട്രാൻസ്മിഷൻ വിൽ ബി ഫ്രം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ അത് കറക്റ്റാണ്. സിനാപ്റ്റിക് ഡിലേ ഉണ്ട്. കാരണം പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഇമ്പൾസ് അറൈവ് ചെയ്താൽ തുടർന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് നടക്കും. ന്യൂറോ ട്രാൻസ്മിറ്റർ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ തുടർന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഡീപോളറൈസ്ഡ് ആവും. അപ്പോൾ ഇതിന് സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ കെമിക്കൽ സിനാപ്സുകളിൽ സിനാപ്റ്റിക് ഡിലേ ഉണ്ട്. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലോട്ട് ഇമ്പൾസിനെ എത്തിക്കാൻ സമയമെടുക്കുന്നു. അത് കറക്റ്റ്. ദെൻ ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റർ ഇൻ ദി പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, അത് തെറ്റാണ്. അപ്പോൾ ഇതൊരു കെമിക്കൽ സിനാപ്സ് ആണ്. ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റർ ഇരിക്കുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലാണ്. ഇൻ ദി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, നോട്ട് ഇൻ ദി പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അപ്പോൾ അത് തെറ്റ്. ദെൻ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇൻ ദി ആക്സോൺ ടെർമിനൽസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, അത് കറക്റ്റാണ്. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനൽസിലാണ് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ആൻസർ 3 ആണ്. റോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 3. അടുത്തത്, ഫങ്ഷൻ ഓഫ് ലിംബിക് സിസ്റ്റം ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അതായത് ഹ്യൂമൻ ബിഹേവിയറിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് ലിംബിക് സിസ്റ്റം. ഇതിനെ ഇമോഷണൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് ചില റീജിയൻസ് പഠിക്കാനുണ്ട്. അതായത് അമിഗ്ഡല, ഹിപ്പോകാമ്പസ്, സെപ്റ്റം, ഇങ്ങനെയുള്ള റീജിയൻസ് NCERT-യിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള പാർട്സിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് കണ്ടുപിടിക്കണം. ഓക്കെ, റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ ഉണ്ട്. അതായത് സെപ്റ്റം, ലിംബിക് സിസ്റ്റത്തിൻ്റെ സെപ്റ്റം എന്ന് പറയുന്ന പാർട്ടാണ് സെക്ഷുവൽ ബിഹേവിയറിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സെപ്റ്റം ഈസ് കൺസേൺഡ് വിത്ത് സെക്ഷുവൽ ബിഹേവിയർ, ഇൻഫ്ലുവൻസിങ് റേജ് ആൻഡ് ഫിയർ. റേജും ഫിയറും ഒക്കെ നിയന്ത്രിക്കുന്നത്, അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡല എന്ന പാർട്ടാണ്. ലിംബിക് സിസ്റ്റത്തിൻ്റെ അമിഗ്ഡല. അടുത്തത് ടെമ്പറേച്ചർ റെഗുലേഷൻ. അത് ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല. ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ് തെർമോ റെഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ബോഡീസ് തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നത് ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. തെർമോ റെഗുലേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ഹൈപ്പോതലാമസ്. ഓൾഫാക്ഷനും ലിംബിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഹിപ്പോകാമ്പസ് എന്ന ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ഓൾഫാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഹിപ്പോകാമ്പസ്. ഓക്കെ, അതിൽ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഓപ്ഷൻ 3 ആണ്, ടെമ്പറേച്ചർ റെഗുലേഷൻ. നെക്സ്റ്റ്, ഡ്യൂറിങ് ഐസോട്ടോണിക് കോൺട്രാക്ഷൻ. ഐസോട്ടോണിക് കോൺട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ഐസോട്ടോണിക് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കോൺട്രാക്ഷൻസിൽ മസിൽ ഷോർട്ടൻ ചെയ്യും. ഞാൻ ഇവിടെ എഴുതാം. ഡ്യൂറിങ് ഐസോട്ടോണിക് കോൺട്രാക്ഷൻ, ഡ്യൂറിങ് ഐസോട്ടോണിക് കോൺട്രാക്ഷൻസ് muscle shortens.
മസിലിൻ്റെ നീളം കുറയും, കോൺട്രാക്ട് ചെയ്യും, മസിൽ ഷോർട്ടൻസ്, ബട്ട് ഫോഴ്സ് ജനറേറ്റഡ് റിമെയിൻസ് സ്റ്റേഷനറി. അപ്പം മസിൽ ഷോർട്ടൻ ചെയ്യും, പക്ഷേ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കൂടി വരുന്ന അവസ്ഥയില്ല. ഫോഴ്സ് ജനറേറ്റഡ് വിൽ ബി സ്റ്റേഷനറി, ബട്ട് ഫോഴ്സ് ജനറേറ്റഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള കോൺട്രാക്ഷൻസിനെയാണ് ഐസോട്ടോണിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഐസോമെട്രിക് കോൺട്രാക്ഷൻ ഉണ്ട്. ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മസിലിൻ്റെ ലെങ്ത് മാറുന്നില്ല, ലെങ്ത് ഓഫ് മസിൽ റിമെയിൻ സ്റ്റേഷനറി ബട്ട് ഫോഴ്സ് ജനറേറ്റഡ് ഇൻക്രീസസ്. അതാണ് ഐസോമെട്രിക് കോൺട്രാക്ഷൻ. ഞാൻ അത് ഇവിടെ എഴുതാം, ഐസോമെട്രിക് കോൺട്രാക്ഷൻ. അപ്പോൾ അവിടെ ലെങ്ത് ഓഫ് മസിൽ ഈസ് സ്റ്റേഷനറി, but force generated increases. ഓക്കെ, ഇവിടെ ഐസോട്ടോണിക് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂസ് ചെയ്യേണ്ട. നോർമൽ മസിലിൻ്റെ ലെങ്ത് കുറയുന്നു, ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് സ്റ്റേബിൾ ആയിരിക്കും, അതാണ് ഐസോട്ടോണിക് കോൺട്രാക്ഷൻ. നോർമൽ കോൺട്രാക്ഷൻ നമ്മൾ പഠിച്ച കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു സാർക്കോമിയർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിലേത് ചേഞ്ചാണ് കറക്റ്റ്? ഐ ബാൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. തെറ്റല്ലേ? ഒരു സാർക്കോമിയർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഐ ബാൻഡിൻ്റെ ലെങ്ത് കുറയും, ലെങ്ത് ഓഫ് ഐ ബാൻഡ് ഡിക്രീസസ്. അപ്പോൾ അത് തെറ്റാണ്. ഐ ബാൻഡ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. എ ബാൻഡ് ചേഞ്ചസ് ഇൻ ലെങ്ത്, അത് തെറ്റാണ്. ലെങ്ത് ഓഫ് എ ബാൻഡ് ഈസ് സ്റ്റേഷനറി. എ ബാൻഡിൻ്റെ ലെങ്ത് മാറുന്നില്ല, ലെങ്ത് ഈസ് സ്റ്റേഷനറി. അടുത്തത് ഇസഡ് ലൈൻസ് അപ്രോച്ച് ഈച്ച് അതർ. അപ്പോൾ ഇസഡ് ലൈൻസ് ഇസഡ് ലൈൻസ് വിൽ ബി പുൾഡ് ക്ലോസർ. അപ്പോൾ അത് കറക്റ്റാണ്. എച്ച് സോൺ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അത് തെറ്റാണ്. എച്ച് സോൺ ഡിസപ്പിയർ ചെയ്യും. അതായത് ഐ ബാൻഡിലുള്ള ആക്റ്റിൻ ഫിലമെൻറ്റുകൾ എ ബാൻഡിനകത്തോട്ട് സ്ലൈഡ് ചെയ്ത് കയറി വരുന്നത് കാരണം എച്ച് സോൺ ഡിസപ്പിയേഴ്സ്. എച്ച് സോൺ കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് ഡിസപ്പിയേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഇസഡ് ലൈൻസ് അപ്രോച്ച് ഈച്ച് അതർ, ഈച്ച് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ഓൾ ഓഫ് ദി ഫോളോയിങ് ഹോർമോൺസ് മീഡിയേറ്റ് ദെയർ ഇഫക്റ്റ് വിത്തൗട്ട് എൻറ്ററിങ് ദി ടാർഗറ്റ് സെൽ എക്സെപ്റ്റ്. അതായത് ടാർഗറ്റ് സെല്ലിനകത്ത് കടക്കാതെ തന്നെ ഇഫക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ റിസപ്റ്റർ എവിടെയാണ് ഇരിക്കുന്നത്? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. അപ്പം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉപയോഗിക്കുന്ന ഹോർമോണുകളാണ് താഴെ തന്നിരിക്കുന്നത്, എക്സെപ്റ്റ് 1, ഒരെണ്ണം ഒഴിച്ച്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിന് സെല്ലിനകത്ത് കയറി അതിൻ്റെ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സെല്ലിനകത്ത് കയറി ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ഉപയോഗിക്കുന്ന ഹോർമോണുകൾ 2 ടൈപ്പാണ്. 2 തരത്തിലുള്ള ഹോർമോണുകളാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ഒന്ന് T3 ആൻഡ് T4 അയോഡിനേറ്റഡ് തൈറോണിൻസ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിറോയിഡ്സ് ആണ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത് 2 ഗ്ലാൻഡുകളാണ്. അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ഹോർമോണുകളെല്ലാം സ്റ്റിറോയിഡ്സ് ആണ്. പിന്നെ സ്റ്റിറോയിഡ്സ് റിലീസ് ചെയ്യുന്നത് ഗൊണാഡ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അതായത് ഈ കാറ്റഗറിയിൽ വരുന്ന ഹോർമോണിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ കോർട്ടിസോളാണ്. അതായത് അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡാണ് കോർട്ടിസോൾ. അതൊരു സ്റ്റിറോയിഡാണ്. സെല്ലിനകത്ത് കടന്ന് പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ന്യൂക്ലിയസിനകത്ത് കടന്ന് ന്യൂക്ലിയസിനകത്തുള്ള ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ബാക്കിയെല്ലാം ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ, PTH ഇതെല്ലാം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉപയോഗിക്കും. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് സെക്കൻഡറി മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്ത് സെക്കൻഡറി മെസ്സഞ്ചറിനെ ഉപയോഗിച്ച് ടാർഗറ്റ് സെല്ലിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നവരാണ് ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ ആൻഡ് PTH. ഓക്കെ, ഇവിടെ ആൻസർ കോർട്ടിസോൾ. ക്വസ്റ്റ്യൻ 33. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്
false. Which is false regarding insulin? Secreted by beta cells എന്ന് പറയുന്നത് കറക്റ്റാണ്. പാൻക്രിയാറ്റിക് ഐലറ്റ്സിൽ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്ലൈക്കോപെപ്റ്റൈഡ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. ഗ്ലൈക്കോപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ചെയിനിൽ ഒരു ഷുഗർ അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് ഗ്ലൈക്കോപെപ്റ്റൈഡ് എന്ന് പറയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇൻസുലിൻ ഇസ് പോളിപെപ്റ്റൈഡ്, ഗ്ലൈക്കോപെപ്റ്റൈഡ് അല്ല. അപ്പോൾ അതാണ് റോങ്. കോസസ് ലിപ്പോജെനസിസ്. ലിപ്പോജെനസിസ് എന്ന് പറയുമ്പം ഗ്ലൂക്കോസിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെറ്റബോളിക് പാത്വേ ആണ് ലിപ്പോജെനസിസ്. ഇത് നടക്കുന്നത് അഡിപ്പോസ് ടിഷ്യൂവിലാണ്. ഇൻസുലിൻ്റെ ഒരു ടാർഗറ്റ് അഡിപ്പോസ് ടിഷ്യൂ ആണ്. അവിടെ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ആസ് ഫാറ്റ്. ആ മെറ്റബോളിക് പാത്വേ ആണ് ലിപ്പോജെനസിസ്. ദെൻ ഇനി അടുത്തത് പ്രൊമോട്ട്സ് ഗ്ലൈക്കോജെനസിസ്. അപ്പോൾ ഗ്ലൈക്കോജെനസിസ് മീൻസ് ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ആസ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെറ്റബോളിക് പാത്വേ ആണ് ഗ്ലൈക്കോജെനസിസ്. അത് നടക്കുന്നത് ഇൻ ദി ഹെപ്പാറ്റോസൈറ്റ്സ് ഓഫ് ലിവർ. ഇപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ, ഹെപ്പാറ്റോസൈറ്റ്സ് ഓഫ് ലിവർ, ഇത് രണ്ടുമാണ് ഇൻസുലിൻ്റെ ടാർഗറ്റ് ടിഷ്യൂസ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്താണെന്നറിയാമല്ലോ. അപ്പം ഇത് രണ്ട് അടുത്തടുത്തിരിക്കുന്ന സെല്ലുകളുടെ സൈറ്റോപ്ലാസംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജംഗ്ഷൻസിനെയാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജംഗ്ഷൻസ് വഴി മൈക്രോമോളിക്യൂൾസ്, ഇലക്ട്രോലൈറ്റ്സ്, ഈവൻ മാക്രോമോളിക്യൂൾസ് വരെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് കടന്നു പോകും. അത് അങ്ങനെയുള്ള ജംഗ്ഷൻസ് ആണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. നമുക്ക് ഇനി ഓപ്ഷൻസ് നോക്കാം. നോട്ട് പ്രസൻറ്റ് ഇൻ കാർഡിയാക് മസിൽസ്. തെറ്റാണ്. കാർഡിയാക് മസിൽസിൽ ഇൻ്റർകാലറി ജംഗ്ഷൻസിൽ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. ഇൻ്റർകാലറി ജംഗ്ഷൻസിൽ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആർ പ്രസൻറ്റ് ബട്ട് ഓഫ് ലിറ്റിൽ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഇൻ ദി കേസ് ഓഫ് കാർഡിയാക് മസിൽസ്. തെറ്റാണ്. കാർഡിയാക് മസിൽസിൽ ഇമ്പൾസ് ഒരു കാർഡിയാക് മസിൽ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് റാപ്പിഡായിട്ട് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജംഗ്ഷൻസ് ആണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ദേ ആർ നോട്ട് പ്രസൻറ്റ് ഇൻ സ്മൂത്ത് മസിൽസ്. തെറ്റാണ്. സ്മൂത്ത് മസിൽസിൽ അഡ്ജസൻറ്റ് സെൽസ് ആർ കണക്റ്റഡ് ത്രൂ ഗ്യാപ്പ് ജംഗ്ഷൻസ്. NCERT പറഞ്ഞിട്ടുണ്ട്. അനിമൽ ടിഷ്യൂസ് എന്ന ചാപ്റ്ററിൽ സ്മൂത്ത് മസിൽ സെൽസ്, അടുത്തടുത്തിരിക്കുന്ന സെല്ലുകളെ ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Then they are present in cardiac muscle fibers and help in rapid spread of excitation from one cardiac muscle to next. Correct ആണ്. അതായത് ഇൻ്റർകാലറി ജംഗ്ഷൻസ്. ഇൻ്റർകാലറി ജംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് കാർഡിയാക് മസിൽസ് മീറ്റ് ചെയ്യുന്ന സൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിൽ ഈ അടുത്തടുത്തിരിക്കുന്ന സെല്ലുകളുടെ സൈറ്റോപ്ലാസം ഗ്യാപ്പ് ജംഗ്ഷൻ വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജംഗ്ഷൻസ് ഉള്ളത് കാരണം ഒരു കാർഡിയാക് മസിൽ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇമ്പൾസിന് ഡിലേ ഇല്ലാതെ കടന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റയർ കാർഡിയാക് മസിൽസിനെ ഒറ്റ യൂണിറ്റായിട്ട് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പം ഓപ്ഷൻ 4 ആണ്. ആർ പ്രസൻറ്റ് ഇൻ cardiac muscle fibers and help in rapid spread of excitation from one cardiac muscle fiber to next. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്തത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG ഈസ് സെക്രീറ്റഡ് ബൈ. അപ്പോൾ അവിടെ പ്ലാസൻ്റ ആണ്. അത് പ്ലാസൻ്റൽ ഹോർമോണാണ്. പ്ലാസൻ്റൽ ഹോർമോൺ. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് കോർപ്പസ് ലൂട്ടിയം ആണ്. ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ റിഗ്രഷൻ പ്രിവെൻസ് റിഗ്രഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം മാത്രമല്ല, സ്റ്റിമുലേറ്റ്സ് കോർപ്പസ് ലൂട്ടിയം ടു റിലീസ് progesterone and estrogen during first trimester of pregnancy. ഇപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ഹോർമോണുകളുടെ റിലീസ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടത്താൻ സഹായിക്കും. അതാണ് HCG. അപ്പോൾ ആൻസർ 4 ആണ് പ്ലാസൻ്റ. അടുത്ത സെക്ഷൻ B ആണ്. അപ്പോൾ അവിടെ നമുക്കറിയാമല്ലോ, എല്ലാ ക്വസ്റ്റ്യനും എഴുതണ്ട. 10 ക്വസ്റ്റ്യൻസ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി.
കോർപ്പസ് ലൂട്ടിയം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, അതായത് കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഏത്? അത് LH ആണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ. പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻസ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രഗ്നൻസി ടൈമിൽ എൻഡോമെട്രിയൽ ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജൻ പ്രൊമോട്ട്സ് എൻഡോമെട്രിയൽ പ്രോളിഫറേഷൻ. എൻഡോമെട്രിയൽ പ്രോളിഫറേഷൻ. FSHൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട്സ് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. അതായത് ഓവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിൽ പ്രിഡോമിനൻ്റ് ഇഫക്റ്റ്, LHനും FSHനും റോളുണ്ട്, പക്ഷേ പ്രിഡോമിനൻ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് FSH ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റോസ്റ്റിറോൺ ദി മെയിൽ സെക്സ് ഹോർമോൺ ഈസ് സിന്തസൈസ്ഡ് ഇൻ. അപ്പം നമുക്കറിയാം, ടെസ്റ്റിസ് എടുക്കുകയാണെങ്കിൽ ടെസ്റ്റിസിൽ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് വെളിയിൽ കാണുന്ന സ്പേസുകളാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോമ ഓഫ് ടെസ്റ്റിസ് എന്ന് പറയാം. ഈ സ്ട്രോമയിൽ എൻഡോക്രൈൻ സെൽസിൻ്റെ പാച്ചസ് ഉണ്ട്. ഈ എൻഡോക്രൈൻ സെൽസിനെ വിളിക്കുന്നത് ലെയ്ഡിക് സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കാം. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. അപ്പോൾ ഈ ലെയ്ഡിക് സെൽസാണ് ആൻഡ്രോജൻസ് റിലീസ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഏതാ? സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ല. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വാൾസിലാണ് സ്പെർമാറ്റോജെനിസിസ്. ഇവിടെ ആൻസർ 2 ആണ്. 2. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അത് മെയിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്. വാസ് ഡിഫറൻസ് മെയിൽ ആക്സസറി ഡക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് PCT ഈസ് ഫോൾസ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ, അബൌട്ട് 70 to 80% ഓഫ് വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് ഹിയർ. കറക്റ്റാണ്. ഗ്ലൂക്കോസ് ഈസ് കംപ്ലീറ്റ്ലി റീഅബ്സോർബ്ഡ്. കറക്റ്റാണ്. ഗ്ലൂക്കോസിൻ്റെ 100% റീഅബ്സോർപ്ഷൻ ഉണ്ട്. കറക്റ്റ്. ഹൈഡ്രജൻ അയോൺസ് ആർ സെക്രീറ്റഡ് ഹിയർ. കറക്റ്റ് അല്ലേ? ഇവിടെ ഇങ്ങോട്ട് സെക്രീഷൻ ഉണ്ട്. K+H+ ആൻഡ് അമോണിയ ആർ സെക്രീറ്റഡ് ഇൻ ടു ദി PCT. അതും കറക്റ്റാണ്. ദി ഫ്ലൂയിഡ് ലീവിങ് ദി PCT ഈസ് ഹൈപ്പോട്ടോണിക്. അത് തെറ്റാണ്. ഹൈപ്പോട്ടോണിക് അല്ല. അതായത് ഇപ്പം ഗ്ലോമർലാർ ഫിൽട്രേറ്റ് എന്ന് പറയുമ്പോൾ 300 300 മില്ലി ഓസ്മോൾസ് പെർ ലിറ്റർ. അപ്പം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ കഴിഞ്ഞ് PCTയിൽ നിൽക്കുന്ന ബാക്കി ഫ്ലൂയിഡും 300 അതായത് ഇറ്റ് ഈസ് ഐസോട്ടോണിക് ടു ബ്ലഡ്, നോട്ട് ഹൈപ്പോട്ടോണിക്. ഐസോട്ടോണിക്. അപ്പോൾ ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. ഐസോട്ടോണിക്, നോട്ട് ഹൈപ്പോട്ടോണിക്. അപ്പോൾ ഓപ്ഷൻ 4. അടുത്തത്, GFR ഈസ് ഡിക്രീസ്ഡ് ബൈ ദി ഫോളോയിങ്. ഒന്ന്, ഞാനിവിടെ ഒരു ബോമാൻസ് ക്യാപ്സ്യൂൾ ഒന്ന് വരച്ചിട്ട്, ഇത് ഗ്ലോമർലാർ കാപ്പിലറിയാണ് അകത്ത് കിടക്കുന്നത്. ഗ്ലോമർലാർ കാപ്പിലറി. അപ്പം GFR ഈസ് ഡിക്രീസ്. GFR കുറഞ്ഞു പോകുന്നത് ഇതിലേത് കണ്ടീഷനിലാണ്? അതിൽ ഇൻക്രീസ് ഇൻ ഗ്ലോമർലാർ കാപ്പിലറി പ്രഷർ. ഗ്ലോമർലാർ കാപ്പിലറികൾക്കകത്ത് ബ്ലഡ് പ്രഷർ കൂടിയാൽ GFR കൂടും, കുറയൂല, കൂടും. അപ്പം അത് തെറ്റ്. ഡിക്രീസ്ഡ് ആവുന്നത് ഏതവസ്ഥയിൽ? അടുത്തത്, എ ഡിക്രീസ് ഇൻ പ്ലാസ്മ ഓസ്മോട്ടിക് പ്രഷർ. അതായത് ഇതിനകത്ത് ഗ്ലോമർലാർ കാപ്പിലറിക്കകത്ത് നിൽക്കുന്ന ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കുറയുമ്പോൾ GFR കൂടും, GFR ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ബ്ലഡിന് ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞാൽ കാപ്പിലറി വാൾസ് വഴി ഫ്ലൂയിഡ് പെട്ടെന്ന് ഊസ് ഔട്ട് ചെയ്ത് വരും, അതായത് GFR കൂടും. അടുത്തത്, ഡിക്രീസ് ഇൻ ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതായത് ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഔട്ടർ വാളിനും ഇന്നർ വാളിനും ഇടയ്ക്ക് നിൽക്കുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതായത് ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഔട്ടർ വാളിനും ഇന്നർ വാളിനും ഇടയ്ക്ക് നിൽക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ഫിൽട്രേറ്റ്, അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അത് കുറഞ്ഞാൽ ഫിൽട്രേഷൻ നന്നായിട്ട് നടക്കും. അതായത് ഡിക്രീസ് ഇൻ ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിൽ ഇൻക്രീസ് GFR.
4 an increase in plasma protein concentration. അപ്പോൾ ഇവിടെ ബ്ലഡ് പ്ലാസ്മയിൽ പ്രോട്ടീനുകളുടെ അളവ് കൂടുന്നു. പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നറിയാമല്ലോ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ഏറ്റവും ന്യൂമറസ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ആൽബുമിൻ. അപ്പോൾ ആൽബുമിൻ്റെ അളവ് കൂടിയാൽ എന്ത് പറ്റും, ബ്ലഡിൽ ഓസ്മോട്ടിക് പ്രഷർ ഒരുപാട് കൂടും. കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ വാൾസ് വഴി ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്ത് വരില്ല, എന്ന് പറഞ്ഞാൽ GFR കുറയും. അതായത് ബ്ലഡിൽ പ്രോട്ടീനുകളുടെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ വാൾസ് വഴി ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത കുറയും. ദാറ്റ് ഈസ് GFR വിൽ ഡിക്രീസ്. അപ്പോൾ അവിടെ ആൻസർ 4 ആണ്. അടുത്തത് ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കൂട്ടുന്നത് ഏത് ഫാക്ടർ? ഒന്ന് ഫീവർ പനി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കുറയും. അപ്പോൾ അവിടെ കുറയും, ഇൻക്രീസ്ഡ് അല്ല, കുറയുന്നു. ഇൻക്രീസ് ഇൻ ബ്ലഡ് pH. അപ്പോൾ ബ്ലഡിൻ്റെ pH കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആൽക്കലൈൻ സൈഡിലോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കൂടും. അപ്പോൾ അതാണ് ആൻസർ. ഇനി എക്സർസൈസ് ചെയ്യുമ്പോൾ ടിഷ്യൂസിന് ഓക്സിജൻ റിക്വയർമെൻറ്റ് കൂടും. പെട്ടെന്ന് ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ടിഷ്യൂസിന് ഓക്സിജൻ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഓക്സിജൻ അഫിനിറ്റി കുറയും. അക്ലിമറ്റൈസേഷൻ ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡുമായിട്ട് അക്ലിമറ്റൈസ്ഡ് ആവുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി എങ്ങനെയാണ്? കുറയും. ഇപ്പം കൂട്ടുന്നത് ഈ ഒരു ഫാക്ടർ മാത്രമാണ്, 2. അടുത്തത് എ ഹ്യൂമൻ ഫീമെയിൽ ഷോസ് ഇന്നബിലിറ്റി ടു കൺസീവ് ഡ്യൂ ടു ഇറഗുലർ ഓർ അൻഓവുലേറ്ററി മെൻസ്ട്രുവൽ സൈക്കിൾ. അതായത് ഓവുലേഷൻ ഇല്ല, ഓവം റിലീസ് ചെയ്യുന്നില്ല മെൻസ്ട്രുവൽ സൈക്കിൾ. അങ്ങനെയുള്ള ഫീമെയിലിന് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് വുഡ് ബി സജസ്റ്റഡ് ടു സോൾവ് ഹർ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം? എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ ഇല്ല, ഓവം റിലീസ് ചെയ്യുന്നില്ല, ബാക്കി കണ്ടീഷൻസ് ഒക്കെ നോർമലാണ്. അങ്ങനെയുള്ള ഫീമെയിലിന് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഗിഫ്റ്റാണ് ചെയ്യേണ്ടത്. ഗിഫ്റ്റ്, ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓവം പ്രൊഡക്ഷൻ ഇല്ല, അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ഡോണറിൻ്റെ ഓവം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ആൻസർ ഗിഫ്റ്റ്. ICSI എന്ന് പറയുന്നത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ്റെ ഒരു മെത്തേഡാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ഒരു മെത്തേഡാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് എംബ്രിയോ ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്. അതായത് സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയാസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്. അതാണ് സ്വിഫ്റ്റ്. IUI എന്ന് പറയുന്നത് എന്താ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ ആൻസർ 4. അടുത്തത് ദി പ്രോസസ് ബൈ വിച്ച് organism with a different evolutionary history evolve similar phenotypic adaptations in response to common environmental challenge. Common environmental challenge. അപ്പോൾ ഇതൊരു ഹാബിറ്ററ്റ്. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജന്തുക്കൾ ജീവിക്കുന്നു. അവർ സെയിം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെയാണ് ഫേസ് ചെയ്യുന്നത്. അവർക്ക് സിമിലർ അഡാപ്റ്റേഷൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഗൻസിന് സെയിം ഫങ്ഷൻ അക്യൂർ ചെയ്യുന്നെങ്കിൽ അത് ഏത് എവല്യൂഷനാണ്? കൺവേർജൻറ്റ് എവല്യൂഷൻ. ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പല ഹാബിറ്ററ്റുകളിലോട്ട് റേഡിയേറ്റ് ചെയ്ത് ഹാബിറ്ററ്റിനനുസരിച്ച് അഡാപ്റ്റഡായി ഇവോൾവ് ചെയ്യുന്നതിനെയാണ് ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. റാൻഡം ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ മ്യൂട്ടേഷനിലൂടെയൊക്കെ റാൻഡമായിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടാവുക. ഇത് നോൺ റാൻഡം എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡാർവിൻ പറഞ്ഞതുപോലെ യൂസ്ഫുൾ ക്യാരക്ടേഴ്സ് അക്യൂമുലേറ്റ് ചെയ്ത് ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് ഇവോൾവ് ചെയ്യുന്നതാണ് നോൺ റാൻഡം ഇവല്യൂഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്നറിയാമല്ലോ? ഇവല്യൂഷൻ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് ആൻഡ് റേഡിയേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്സ്, ഗെറ്റിംഗ് അഡാപ്റ്റഡ് ആൻഡ് ഇവോൾവിങ് ആസ് ന്യൂ സ്പീഷീസ്. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു കോമൺ സ്പീഷീസിൽ നിന്ന് ധാരാളം പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അടുത്തത് റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. റീക്യാപിറ്റുലേഷൻ തിയറി ഓർ ബയോജനറ്റിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. കറക്റ്റാണ്. ഏർണസ്റ്റ് ഹെയ്ക്കലാണ് റീക്യാപിറ്റുലേഷൻ തിയറി അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ പ്രൊപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ലോ പറയുന്നത് ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി.
That ontogeny is evolutionary history and phylogeny is embryonic history. തെറ്റാണ്. Ontogeny is stages in embryonic development. Ontogeny is stages in embryonic development. Phylogeny is ancestral history. നേരെ തിരിച്ചാണ്. അപ്പം ബി തെറ്റ്. Von Baer stated that vertebrate embryos are all similar in early stages. അത് correct. More than one adaptive radiation taking place in a habitat results in convergent evolution. അതായത് പലതരത്തിലുള്ള ജന്തുക്കൾ ഒരു ഹാബിറ്ററ്റിൽ അഡാപ്റ്റഡ് ആവുക. അതായത് പലതരത്തിലുള്ള ജന്തുക്കളുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു ഹാബിറ്ററ്റിൽ നടക്കുന്നെങ്കിൽ അതിനെ കൺവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് വിളിക്കാം. അത് കറക്റ്റാണ്. Then adaptive radiation of finches took place in the pattern of wings and tail. തെറ്റാണ്. ബീക്കിൻ്റെ ഷേപ്പിലാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നത്. ബീക്കിൻ്റെ ഷേപ്പിലാണ്. അപ്പം അത് തെറ്റ്. അപ്പം ഇവിടെ ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. 1, 2, 3. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് ഒരു പ്രോബ്ലമാണ്. ഇൻ എ പോപ്പുലേഷൻ ഓഫ് 1000 ഇൻഡിവിജ്വൽസ് 360 belongs to genotype AA, 482 capital A small a, അതായത് heterozygous, and remaining 162 small a. Based on this data, the frequency of the recessive allele in the population is. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് 360 പേര് ക്യാപിറ്റൽ എ അലിലിക് കോമ്പിനേഷനുള്ള 360 പേരുണ്ട് 1000 ഇൻഡിവിജ്വൽസിൽ. അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് p² കിട്ടും. അപ്പം ഹോമോസൈഗസ് ഡോമിനൻ്റ് അലിലിക് കോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. 360/1000 ചെയ്യണം. അപ്പം 0.36 ആണ് p² വാല്യൂ. 0.36. p² is 0.36. അപ്പോൾ പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതായത് ഡോമിനൻ്റ് അലീലിൻ്റെ ഫ്രീക്വൻസി. ഡോമിനൻ്റ് അലീൽ ഇത് ഹോമോസൈഗസ് ഡോമിനൻ്റ് അലിലിക് കോമ്പിനേഷൻ്റെ ഫ്രീക്വൻസിയാണ് p². അത് 0.36 ആണ്. അപ്പോൾ പി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 0.6 ആണ്. 0.6 പിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 0.6 ആണ്. അപ്പോൾ ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ പറയുന്നത് സം ടോട്ടൽ ഓഫ് അലിലിക് ഫ്രീക്വൻസീസ് ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഇപ്പോൾ ഡോമിനൻ്റ് അലീലിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. അപ്പോൾ p+q ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. പിയുടെ വാല്യൂ നമുക്കറിയാമല്ലോ. p ഈസ് 0.6. അപ്പം നാച്ചുറലി q വിൽ ബി 0.4. അല്ലാതെ നമുക്ക് ഈ വാല്യൂ വെച്ച് എടുക്കാം. അതായത് q², ഇതിൽ നിന്ന് q² 0.16 ആണ്. അപ്പോൾ q ഈസ് 0.4. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടും. 0.4 ആണ് ആൻസർ. Then select the correct statement. Cocaine is given to patients after surgery as it stimulates recovery. തെറ്റാണ്. കൊക്കൈൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ അത് ഒരിക്കലും പേഷ്യൻസിന് കൊടുക്കാറില്ല. അപ്പോൾ അത് റോങ്. അടുത്ത ബാർബിറ്റ്യൂറേറ്റ്സ് ആൻഡ് ബെൻസോഡയസിപ്പൈൻസ് ആർ സ്റ്റിമുലൻസ്. തെറ്റാണ്. ബാർബിറ്റ്യൂറേറ്റ്സും ബെൻസോഡയസിപ്പൈൻസും ഡിപ്രസൻറ്റുകളാണ്. ആൻറ്റി ആങ്സൈറ്റി ഡ്രഗുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ലീപ്ലെസ്നെസ് ഇൻസൊമിനിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ബെൻസോഡയസിപ്പൈൻസും ബാർബിറ്റ്യൂറേറ്റ്സും ഉപയോഗിക്കും. ദെൻ ആംഫിറ്റമിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഇൻസൊമിനിയ. തെറ്റാണ്. അതായത് ആംഫിറ്റമിൻ സ്റ്റിമുലൻ്റ് ആണ്. ഉറക്കം വരാതിരിക്കാനായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ആംഫിറ്റമിൻ. അപ്പോൾ ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കം വരാൻ വേണ്ടി ആംഫിറ്റമിൻ കൊടുക്കില്ല. കാരണം അത് കഴിച്ചാൽ ഒരിക്കലും ഉറക്കം വരില്ല. സോ ആംഫിറ്റമിൻ ഇസ് എ സ്റ്റിമുലൻ്റ് ആൻഡ് ഇറ്റ് കോസസ് സ്ലീപ്ലെസ്നെസ്. അതൊരിക്കലും ഇൻസൊമിനിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഇൻസൊമിനിയ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ബാർബിറ്റ്യൂറേറ്റ്സും ബെൻസോഡയസിപ്പൈൻസും. ദെൻ മോർഫിൻ ഈസ് ആൻ അനാൾജസിക് ആൻഡ് സെഡേറ്റീവ്. കറക്റ്റാണ്. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസുകളിൽ അനാൾജസിക് ആൻഡ് സെഡേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ് മോർഫിൻ. ഡിപ്രസൻ്റ് ആണ് മോർഫിൻ. അടുത്തത് അറേഞ്ച് ദി മോഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ ഓഫ് HIV ഇൻ പ്രോപ്പർ സീക്വൻസ്. അപ്പോൾ അതിലാദ്യം C ആണ്. വൈറസ് എൻറ്റേഴ്സ് മാക്രോഫേജസ്. അടുത്ത ഇത് 1 ആണ്. അടുത്ത D ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് വൈറൽ RNA ടു DNA യൂസിങ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അതാണ് രണ്ടാമത്തെ ഇവൻറ്റ്. പിന്നെ 3
Okay. The viral RNA gets incorporated into host DNA and host cells to produce more viral particles. 3. And last, the virus enters helper T cells and replicates to produce progeny virus. അതാണ് നാലാമത്തെ. അപ്പം CDAB അതാണ് കറക്റ്റ് സീക്വൻസ്. CDAB. അടുത്തത് സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബോൺ മാരോ ആൻഡ് തൈമസ് ആർ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. കറക്റ്റാണ്. അതായത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ് ലിംഫോസൈറ്റുകളുടെ പ്രൊഡക്ഷനും മെച്ചുറേഷനും നടക്കുന്നത്. അപ്പോൾ അത് 2 പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്, ബോൺ മാരോയും തൈമസും. ലിംഫ് നോഡ്സ് ആർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അതും കറക്റ്റാണ്. ഇവിടെ നമുക്ക് ഇൻകറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലിംഫ് നോഡുകൾ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആർ ദി സൈറ്റ്സ് വെയർ മെച്ചുവേർഡ് ലിംഫോസൈറ്റ്സ് ആർ സ്റ്റോർഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ലിംഫ് നോഡ്. കറക്റ്റ്. B and T lymphocytes mature in the thymus gland. അത് തെറ്റാണ്. B lymphocytes mature in the bone marrow and T lymphocytes mature in the thymus gland. B and T lymphocytes are produced in bone marrow. So അതും കറക്റ്റ്. അപ്പോൾ ആൻസർ 3. Then cerebellum is concerned with all except. അപ്പോൾ ബോഡി ബാലൻസിങ് ഉണ്ടല്ലോ, ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. ഇനിഷ്യേറ്റിംഗ് മസ്കുലാർ കോൺട്രാക്ഷൻ അത് റോങ് ആണ്. അതായത് സെറിബെല്ലത്തിന് സ്വന്തമായിട്ട് മോട്ടോർ കമാൻഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. മോട്ടോർ കമാൻഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സെറിബ്രമാണ്. സെറിബ്രം. സോ മോട്ടോർ കമാൻഡ്സ് ആർ ഇനിഷ്യേറ്റഡ് ബൈ സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിൻ്റെ മോട്ടോർ കമാൻഡുകളെ റീഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കുന്ന ഫംഗ്ഷനാണ് സെറിബെല്ലത്തിന്. അല്ലാതെ സെറിബെല്ലം സ്വന്തമായിട്ട് മോട്ടോർ കമാൻഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ അതാണ് അവിടെ ആൻസർ. ദെൻ റെഗുലേഷൻ ഓഫ് ബോഡി പോസ്ചർ ആൻഡ് ഈക്വിലിബ്രിയം സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷനാണ്. കോർഡിനേഷൻ ഓഫ് മസിൽ മൂവ്മെൻറ്റ്സ് അതും ഉണ്ട്. അപ്പോൾ ഇനിഷ്യേറ്റിംഗ് മസ്കുലാർ കോൺട്രാക്ഷൻ, മോട്ടോർ കമാൻഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യാതെ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സെറിബ്രം. Then which of the following statements are wrong? Parapodia are lateral appendages used by arthropods. തെറ്റല്ലേ? അനലിഡ്സിനാണ് പാരാപോഡിയ. അക്വാട്ടിക് അനലിഡ്സിനാണ് പാരാപോഡിയ. അപ്പോൾ അത് തെറ്റ്. റാഡുല ഇൻ മൊളസ്ക ആർ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഇൻ എക്സ്ക്രീഷൻ. അത് തെറ്റാണ്. ഫീഡിങ്ങിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ് റാഡുല. അപ്പോൾ അതും തെറ്റ്. ദെൻ ആഷൽമിന്തസ് ആർ ഡയേഷ്യസ്. അത് കറക്റ്റാണ്. ആഷൽമിന്തസ് സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഉണ്ട്. ദെൻ എക്കിനോഡേംസ് ഷോ റേഡിയൽ സിമെട്രി. അത് കറക്റ്റ്. ടീനോഫോർസ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. അതും കറക്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ 1ഉം 2ഉം റോങ് ആണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി മിസ്മാച്ച്ഡ് പെയർ. പ്രിസ്റ്റിസ്, സോഫിഷ്, കോൺട്രിക്റ്റിയസിൽ വരുന്നതാണ്. കറക്റ്റ്. ഹിപ്പോകാമ്പസ് സീ ഹോഴ്സ് അതൊരു ബോണി ഫിഷാണ്. ക്ലേറിയസ് ഇപ്പം നമുക്ക് NCERT മഗൂർ എന്ന് തന്നിട്ടുണ്ട്. അത് കാറ്റ് ഫിഷ് ആണെന്ന് അറിയാമല്ലോ. ക്ലേറിയസ് ഗാരിപൈനസ് പഠിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ദെൻ ടെറോഫില്ലം ഫ്ലൈയിങ് ഫോക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ടെറോഫില്ലം ഈസ് ഏഞ്ചൽ ഫിഷ്. ടെറോപ്പസ് ആണ് ഫ്ലൈയിങ് ഫോക്സ്. ടെറോപ്പസ്. ഓക്കെ. അപ്പോൾ ആൻസർ 4 ആണ്. അപ്പം അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മാത്രമല്ല ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കുകൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. എക്സാംസ് നന്നായിട്ട് എഴുതുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.